ഗുഡ് ഈവനിങ് എവരി വൺ. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ജോഗ്രഫിയിലെ ഓഷ്യൻ കറൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന ലൈവ് ക്ലാസ്സുകളൊക്കെ കറക്റ്റായിട്ട് ഓൺ ടൈം നിങ്ങൾക്ക് അപ്ഡേഷൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇഫ് പോസിബിൾ വീഡിയോ എന്ത് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ഇത് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ജോഗ്രഫിയിലെ ഓഷ്യൻ കറൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഇതിനു മുമ്പായിട്ട് ജോഗ്രഫിയുടെ ബേസിക്സ് ടു അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു 4 ക്ലാസ്സുകൾ നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആ 4 ക്ലാസ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ജോഗ്രഫിയുടെ ഈ ക്ലാസ്സും ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളും കാണുന്നതിന് മുമ്പായിട്ട് നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. കാരണം ആ ക്ലാസ്സുകളിൽ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇനി അങ്ങോട്ടേക്കുള്ള ഡിസ്കഷൻസ് മുഴുവൻ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പ്രഷർ ആയാലും ടെമ്പറേച്ചർ ആയാലും എർത്തിൻ്റെ റൊട്ടേഷൻ ആയാലും കൊറിയോലിസിസ് ഫോഴ്സ് ആയാലും ഇതൊക്കെ നമ്മൾ ആ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവലായിരിക്കും ഇനി അങ്ങോട്ടേക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് പല സ്ഥലത്തും കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം നമ്മുടെ എർത്തിൽ ഭൂമിയിൽ നടക്കുന്ന പല പ്രതിഭാസങ്ങളുടെയും അടിസ്ഥാന കാരണമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ബേസിക് ടു അഡ്വാൻസ് എന്ന് പറയുന്ന ഭാഗത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ ഓഷ്യൻ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ഒരു ഇമേജ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ 2 രൂപത്തിലാണ് ഓഷ്യൻ കറൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത്. ഒന്ന് റെഡ് എന്ന് പറയുന്ന സമയത്ത് വാമാണ് എന്നുള്ള അർത്ഥമാണ്. ബ്ലൂ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ബ്ലൂ എന്ന് പറയുന്ന സമയത്ത് കോൾഡ് കറണ്ട് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ എൻറ്റയർ ഗ്ലോബിൽ എങ്ങനെയാണ് ഈ ഒരു സർക്കുലേഷൻ നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഈ ഒരു ഇമേജ് നിങ്ങൾ നോക്കുക. പല ഓഷ്യൻ കറണ്ടുകളും ഇവിടെ നിങ്ങൾ നോക്കുക. ഈ ഒരു ഓഷ്യൻ കറണ്ട്, ഓക്കെ, ഈ ഒരു ഓഷ്യൻ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് എത്തുന്ന സമയത്ത് സ്പ്ലിറ്റ് ആയിട്ട് 2 ആയിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ആ ഒരു ഇമേജിലേക്ക് നോക്കുമ്പോൾ കുറേ പാറ്റേൺസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടില്ലേ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ ഇവിടേക്ക് എത്തുന്ന സമയത്തും അത് സ്പ്ലിറ്റ് ആയിട്ട് 2 ആയിട്ട് പോകുന്നുണ്ട്. അതിന് കാരണം ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഒരു കോണ്ടിനെന്റിലേക്ക് മീറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് അത് സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ്. നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗൾഫ് സ്ട്രീം നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, 2 ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഒന്ന് കാനറി കറണ്ട് ആയിട്ട് പോകുന്നുണ്ട്, മറ്റേത് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ കുറേ പാറ്റേൺസ് ഓഷ്യൻ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആ പാറ്റേൺസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓഷ്യൻ കറണ്ട് എന്ന് പറയുന്നത് കുറേ കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, യെസ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. ഓഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എൻറ്റയർ മൂവ്മെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സമ്മറൈസ് ചെയ്ത് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കാം. അപ്പം ഓഷ്യനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ബീച്ചിൽ, ഒരു തീരത്ത് നിങ്ങൾ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തിരമാലകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഒരു തരത്തിലുള്ള മൂവ്മെൻ്റ് ആണ്, മോഷൻസ് ആണ്. ഓഷ്യനിലുള്ള, സമുദ്രത്തിലുള്ള വെള്ളത്തിൻ്റെ മൂവ്മെൻ്റ് ആണ് തിരമാല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവാറുണ്ട്. അതും നമ്മുടെ ഓഷ്യനിൽ വരുന്ന ഒരു മൂവ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു മൂവ്മെൻ്റ് ആണ് ഓഷ്യൻ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് ഈ രൂപത്തിൽ നമ്മുടെ ഓഷ്യൻസിൽ, നമ്മുടെ സമുദ്രത്തിൽ ഇത്തരം മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നത് എന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഹീറ്റിംഗ് ബൈ ദ സോളാർ എനർജി. നമ്മുടെ എൻറ്റയർ എർത്ത് നിങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടുള്ള എല്ലാ മൂവ്മെൻറ്റിൻ്റെയും പിന്നിൽ ഈ പറയുന്ന സോളാർ എനർജി അല്ലെങ്കിൽ ഹീറ്റിംഗ് ഫ്രം ദ സോളാർ, സൂര്യനിൽ നിന്നുള്ള താപരശ്മികൾ അതിനൊരു കാരണമായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് വിൻഡിൻ്റെ മൂവ്മെൻ്റ് ആയിക്കോട്ടെ, വാട്ടറിൻ്റെ മൂവ്മെൻ്റ് ആയിക്കോട്ടെ, കൺവെക്ഷൻ കറണ്ടുകളായിക്കോട്ടെ, കൺവെയർ സെല്ലുകളായിക്കോട്ടെ. ഓക്കെ, ഇങ്ങനെ ഏത് തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിലെ പ്രൈം ഫാക്ടർ, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നുള്ള താപരശ്മികളാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കി വെക്കണം. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിൻഡ് എന്ന് പറയുന്നത്. കാറ്റുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സൂര്യനിൽ നിന്നുള്ള താപരശ്മികൾ വരികയും ആ താപരശ്മികൾ ലോ പ്രഷർ ഏരിയയും അതുപോലെ തന്നെ ഹൈ പ്രഷർ ഏരിയയും ക്രിയേറ്റ് ചെയ്യും. ന്യൂനമർദ്ദ ഏരിയയും അതുപോലെ തന്നെ ഉച്ചമർദ്ദ ഏരിയയും ക്രിയേറ്റ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്ക് വായു നീങ്ങുന്നുണ്ട്. അതിനെയാണ് നമ്മൾ വിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വിൻഡും എന്ത് ചെയ്യുന്നുണ്ട്, മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും നല്ല കാറ്റടിക്കുന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും, നിങ്ങളൊരു കുളത്തിൽ പോയി നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു ജലാശയത്തിൻ്റെ കരയിൽ പോയി നിൽക്കുന്ന സമയത്ത് നന്നായിട്ട് കാറ്റടിക്കുന്ന സമയത്ത് അവിടെ ഓളം വെട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഒരു വേവ്സ് അവിടെ ക്രിയേറ്റ് ആകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡിന് വേവ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓഷ്യനിലെ വേവ്സ് ക്രിയേറ്റ് ആകുന്നത് വിൻഡ് കാരണമാണ്. അപ്പോൾ വേവ് മൂവ്മെൻറ്റ്, ഓഷ്യനിലെ വേവ് മൂവ്മെൻറ്റ്, തിരമാലകൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം വിൻഡാണ്. വിൻഡ് ഈ പറയുന്ന വേവ്സിന് മുകളിലൂടെ, അല്ലെങ്കിൽ ഓഷ്യൻ എന്ന് പറയുന്നത് വളരെ വിശാലമായി കിടക്കുകയാണ്. അപ്പോൾ വിശാലമായ ഓഷ്യന് മുകളിലൂടെ വിൻഡ് പോകുന്ന സമയത്ത് ആ വിൻഡിൻ്റെ ഘർഷണം കാരണം, ഫ്രിക്ഷൻ കാരണം, ഓക്കെ, ഫ്രിക്ഷൻ കാരണം അല്ലെങ്കിൽ ഘർഷണം കാരണം,
ഈ ഘർഷണം കാരണം അതിന് താഴെ കിടക്കുന്ന വെള്ളത്തിനെ ആ വിൻഡിൻ്റെ ഡയറക്ഷനിൽ ആ കാറ്റ് അല്ലെങ്കിൽ ആ വിൻഡ് പുഷ് ചെയ്യുന്നതായിരിക്കും. ആ പുഷ് ചെയ്യുന്നതാണ് കരയിലേക്ക് അടുക്കുന്നതിനനുസരിച്ചിട്ട് തിരമാലയായിട്ട് രൂപം കൊള്ളുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് ഗ്രാവിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഗ്രാവിറ്റിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിൻ്റെ ഡെൻസിറ്റി കൂടിയ, മാസ് കൂടിയത്, ഡെൻസിറ്റി കൂടിയത് അല്ലെങ്കിൽ മാസ് കൂടിയതായിട്ടുള്ള വസ്തുക്കളെ അത് താഴോട്ടേക്ക് ആകർഷിക്കുന്നതായിരിക്കും. ഈ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞ സമയത്ത് നമുക്ക് ഡയഗ്രത്തിലേക്ക് വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഗ്രാവിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, മാസ് കൂടിയത്, വെയിറ്റ് കൂടിയത്, മാസ് കൂടിയ വസ്തുക്കൾ, അതല്ല എന്നുണ്ടെങ്കിൽ ഡെൻസിറ്റി കൂടിയത്. ഡെൻസിറ്റി കൂടിയത്. അപ്പോൾ മാസ് അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടിയ വസ്തുക്കളെ അത് താഴത്തേക്ക് ആകർഷിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ഓഷ്യൻ്റെ കേസിലാണെങ്കിൽ മുകൾ ഭാഗത്തുള്ള ഡെൻസിറ്റി കൂടിയതിന് എന്ത് ചെയ്യുന്നതായിരിക്കും, അത് താഴത്തേക്ക് ആകർഷിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സർക്കുലാർ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു കാരണമായിട്ട് മാറും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. റൊട്ടേഷൻ ഓഫ് ദി എർത്ത് കാരണമാണ് കൊറിയോലിസിസ് എഫക്റ്റ് അല്ലെങ്കിൽ കൊറിയോലിസിസ് ഫോഴ്സ് ഉണ്ടാകുന്നത്. നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിൽ, ജിയോഗ്രഫിയുടെ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊറിയോലിസിസ് ഫോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, കൊറിയോലിസിസ് ഫോഴ്സ് കാരണം നമ്മുടെ എർത്തിൻ്റെ നോർത്ത് പോളിലും സൗത്ത് പോളിലും ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട്. നോർത്ത് പോളിൽ റൈറ്റിലേക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് സദേൺ പോളിൽ ലെഫ്റ്റ് ഭാഗത്തേക്കാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. നമ്മളിത് പഠിച്ചതാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് ലെഫ്റ്റിലേക്കായിരിക്കും അതിൻ്റെ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. ഇത് നമ്മൾ പഠിച്ചതാണ്. യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ ഓഷ്യൻസിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ വേവ്സിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടാകാൻ കാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ 4 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഒന്ന്, ഹീറ്റിംഗ്, സൂര്യരശ്മിയിൽ നിന്നുള്ള അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള താപരശ്മികൾ വരുന്നുണ്ട്, കാറ്റ് വരുന്നുണ്ട്, ഗ്രാവിറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെ കൊറിയോലിസിസ് ഫോഴ്സ് ഉണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് റൊട്ടേഷൻ ഓഫ് ദി എർത്ത് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ റൊട്ടേഷനാണ്, ഭ്രമണമാണ്, എർത്തിൻ്റെ ഭ്രമണമാണ്. ഇത് കൂടാതെ മറ്റനേകം ഫാക്ടേഴ്സും ഇതിന് കാരണമായിട്ട് വരുന്നുണ്ട്. അപ്പം സമുദ്രജല പ്രവാഹങ്ങളെ സ്വാധീനിക്കുന്ന എല്ലാ ഫാക്ടേഴ്സിനെയും കൂടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ വരുന്നുണ്ട്, അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള താപരശ്മികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സലൈനിറ്റി വരുന്നുണ്ട്. സലൈനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവണത്വം, അതായത് വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന ഉപ്പിൻ്റെ അളവിനെയാണ് നമ്മൾ സലൈനിറ്റി അല്ലെങ്കിൽ ലവണത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വാട്ടർ എടുക്കുകയാണ്, ആ വെള്ളത്തിലേക്ക് പ്യുവർ വാട്ടറിലേക്ക് നമ്മൾ സാൾട്ട് ലയിപ്പിക്കുകയാണ്, അതായത് സലൈനാക്കി മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാസ് അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടുന്നതായിരിക്കും. അതിൻ്റെ മാസ് അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, മാസ് അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഗ്രാവിറ്റി അതിനെ താഴത്തേക്ക് വലിക്കുന്നതായിരിക്കും. അപ്പം ഇതെന്ത് ചെയ്യുന്നതായിരിക്കും, ഈ സലൈൻ ആയിട്ടുള്ള വാട്ടർ താഴേക്ക് പോവുകയും അതിന് പകരമായിട്ട് നോൺ സലൈൻ ആയിട്ടുള്ള വാട്ടർ മുകളിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ ഒരു സൈക്ലിക് മൂവ്മെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ അതൊരു കാരണമായിട്ട് മാറും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ക്ലാസ്സുകളുടെ ഒക്കെ മലയാളം നോട്ട്സ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. മലയാളം നോട്ട്സ് നോക്കുക. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇൻഫോഗ്രാഫിക്സ് ആയിട്ടുള്ള നോട്ടുകളായിരിക്കും. അത് വായിക്കുന്ന സമയത്ത് കുറേ കൂടെ ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സായി പോവുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ആ മലയാളം നോട്ട്സ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അത് പക്കയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ക്ലിയർ ആകുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മിനി ടെസ്റ്റുകളും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മിനി ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. ആ ടെസ്റ്റ് സീരീസ് നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ എടുത്തു പോവുക. യെസ്, കമ്മിങ് ടു ദ പോയിന്റ്. അപ്പോൾ നമുക്കിവിടെ മാസ് അല്ലെങ്കിൽ ഡെൻസിറ്റി സലൈനിറ്റി കാരണം അല്ലെങ്കിൽ ലവണത്വം കാരണം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നതായിരിക്കും, സിങ്ക് ചെയ്യുന്നതായിരിക്കും, താഴെ തട്ടിലേക്ക് പോകുന്നതായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അടുത്തത് സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി. അതിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. ഒരു വസ്തുവിൻ്റെ ഡെൻസിറ്റി കൂടാൻ വേണ്ടിയിട്ട് പല കാരണങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ടെമ്പറേച്ചർ കാരണം ഡെൻസിറ്റി കുറയും. ഹീറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ കുറയാണ് ചെയ്യുക, ഡെൻസിറ്റി കുറയാണ് ചെയ്യുക. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഡെൻസിറ്റി കുറയും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഡെൻസിറ്റി കുറയും. കാരണം എന്താണ്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഒരു വസ്തുവിൻ്റെ വോളിയം കൂടും. വോളിയം കൂടുന്ന സമയത്ത് മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുന്നതാണ് ഡെൻസിറ്റി. അപ്പോൾ വോളിയം കൂടുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന വോളിയം കൂടിക്കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറയും. വോളിയം കൂടിക്കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറയും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം വോളിയം കൂടുകയാണ് എന്നാണ്. വോളിയം കൂടുകയാണ്. അപ്പോൾ ഡെൻസിറ്റിയെ ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സലൈനിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടു. സലൈനിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഡെൻസിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ഒറ്റ കാര്യം മാത്രം ഓർത്ത് വയ്ക്കുക, ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ആ വെള്ളം താഴേക്ക് പോകുന്നതായിരിക്കും. അത് മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണം. ഇതൊക്കെ പരസ്പരം കണക്ട് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഗ്രാവിറ്റി ഡെൻസിറ്റി കൂടിയതിനെ താഴത്തേക്ക് വലിക്കുന്നുണ്ട് അല്ലെങ്കിൽ താഴത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഡെൻസിറ്റി കൂടിയ വസ്തുക്കൾ സിങ്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ഇരുമ്പ് കഷ്ണം നിങ്ങൾ എന്ത് ചെയ്യാണ്,
വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഡെൻസിറ്റി കൂടുതലാണ്, മാസ് കൂടുതലാണ്, അത് പതുക്കെ സിങ്ക് ചെയ്ത് നമ്മുടെ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുന്നതായിരിക്കും. എന്നാൽ അതേസമയം നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു തടി കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ അത് പൊങ്ങിക്കിടക്കും. കാരണം അതിന്റെ ഡെൻസിറ്റി കുറവാണ്, മാസ് കുറവാണ്. അപ്പോൾ വെള്ളത്തിൽ അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതായിരിക്കും. അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത് ഡെൻസിറ്റി കൂടിയ വെള്ളം താഴത്തേക്ക് പോകുന്നതായിരിക്കും, ഡെൻസിറ്റി കുറഞ്ഞത് മുകളിലേക്ക് വരുന്നതായിരിക്കും. മറ്റൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾ ഒരു ഗ്ലാസ് എടുത്തു. ആ ഗ്ലാസ്സിൽ നിങ്ങൾ വെളിച്ചെണ്ണയും വെള്ളവും ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം താഴെ പോയി കിടക്കുന്നതും വെളിച്ചെണ്ണ മുകളിൽ കിടക്കുന്നതും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം വെളിച്ചെണ്ണയുടെ ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ ഡെൻസിറ്റി കുറവായ വസ്തുക്കൾ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാസ് കുറവായത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അത് മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് സമുദ്രത്തിന്റെ ഭൂപ്രകൃതി അല്ലെങ്കിൽ ടോപ്പോഗ്രഫി എന്ന് വെച്ചാൽ കോണ്ടിനെന്റ്സ് എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് നോക്കിയ സമയത്ത് നമ്മൾ കണ്ടു, അത് കുറച്ച് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കാനറി കറണ്ട് ആയിട്ട് പോകുന്നുണ്ട്, മറ്റേത് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇമേജിൽ കണ്ടിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ കോണ്ടിനെന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ സമുദ്രജല പ്രവാഹത്തിന് ഇനി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അത് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഇവിടെ എത്തുന്ന സമയത്ത് അതും രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സമുദ്രത്തിൻ്റെയും കോണ്ടിനെന്റിൻ്റെയും ഒക്കെ ടോപ്പോഗ്രഫി അല്ലെങ്കിൽ അതിൻ്റെ ഭൂപ്രകൃതി ഇത്തരത്തിലുള്ള ഓഷ്യൻ കറണ്ടുകളെ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, സമുദ്രജല പ്രവാഹങ്ങളെ ഇത് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. ദെൻ വിൻഡ്, കാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണം വരുന്നുണ്ട്, എർത്തിന്റെ റൊട്ടേഷൻ. ഓക്കെ, എർത്തിന്റെ റൊട്ടേഷൻ ആണ് വരുന്നത്, ഓർത്ത് വെക്കുക. എർത്തിന്റെ റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം വരുന്നില്ല, അതും കൂടെ ശ്രദ്ധിക്കണേ. എർത്തിന്റെ പരിക്രമണം വരുന്നില്ല. ഓക്കെ, അതായത് എർത്തിന്റെ റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം ഈ പറയുന്ന സമുദ്രജല പ്രവാഹങ്ങൾക്ക് ഒരു കാരണമായിട്ട് വരുന്നില്ല. അത് പ്രത്യേകമായിട്ടും ഋതുക്കൾ അല്ലെങ്കിൽ സീസൺസ് ക്രിയേറ്റ് ചെയ്യാനാണ് സമുദ്രജലം നമ്മുടെ എർത്തിന്റെ റവല്യൂഷൻ കാരണമാകുന്നത്. സമുദ്രജല പ്രവാഹത്തിന് അതിന് ഒരു സ്വാധീനവും ഇല്ല എന്നുള്ളത് ഓർത്ത് വെക്കുക. അടുത്തത് കൊറിയോലിസിസ് ഫോഴ്സ് അല്ലെങ്കിൽ കൊറിയോലിസിസ് ബലം എന്ന് നമുക്ക് പറയാം. അത് എർത്തിന്റെ ഭ്രമണം കാരണം ഉണ്ടാകുന്നതാണ് കൊറിയോലിസിസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സമുദ്രജല പ്രവാഹങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഇതാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ചോദ്യം. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക, എന്നിട്ട് ആൻസർ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ ചോദ്യം ഇതാണ്: കൺസിഡർ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് വിച്ച് ഓഫ് ദ എബോവ് ഫാക്ടർ ഇൻഫ്ലുവൻസ് ഓഷ്യൻ കറണ്ട്. ഓഷ്യൻ കറണ്ടിനെ സമുദ്രജല പ്രവാഹങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മുകളിൽ തന്നിരിക്കുന്നതിൽ ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തത് റൊട്ടേഷൻ ഓഫ് ദി എർത്ത്, രണ്ടാമത്തത് എയർ പ്രഷർ ആൻഡ് വിൻഡ്, അടുത്തത് ഡെൻസിറ്റി ഓഫ് ഓഷ്യൻ. ഓക്കെ, സോ ദിസ് ഇസ് അവിടെ ഇരിക്കട്ടെ. അടുത്തത് റവല്യൂഷൻ ഓഫ് ദി എർത്ത്. ഓക്കെ, റവല്യൂഷൻ ഓഫ് ദി എർത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നതിൽ ഏതെല്ലാമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു റവല്യൂഷൻ ഓഫ് ദി എർത്ത് ഒരു കാരണമായിട്ട് വരുന്നതല്ല. ബാക്കി 3 കാര്യങ്ങളും വരുന്നുണ്ട്. റൊട്ടേഷൻ ഓഫ് ദി എർത്ത് വരുന്നുണ്ട്, എയർ പ്രഷർ വരുന്നുണ്ട്, സമുദ്രജലത്തിന്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്ന സമയത്ത് സമുദ്രജലത്തിന്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി ഒരു കാരണമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ആൻസർ ബി ആണ്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ചോദ്യമാണ്, PYQ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ രൂപത്തിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് ഓഷ്യനിൽ വരുന്ന പ്രധാനപ്പെട്ട മൂവ്മെന്റ്സുകൾ അല്ലെങ്കിൽ ചലനങ്ങൾ എന്തൊക്കെയാണ്, സമുദ്രജലത്തിന്റെ പ്രധാനപ്പെട്ട ചലനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതിൽ ആദ്യം വരുന്നത് ടൈഡ്സ് ആണ്. ഓക്കെ, ആദ്യം വരുന്നത് ടൈഡ്സ് ആണ്. എന്ന് വെച്ചാൽ വേലിയേറ്റവും വേലിയിറക്കവും വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് സമുദ്രജലത്തിലെ ഈ ഒരു ടൈഡ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പം അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം, ഈ ടൈഡ്സിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം നിങ്ങൾക്കറിയാം, സൂര്യൻ്റെയും അതുപോലെ തന്നെ ചന്ദ്രൻ്റെയും ഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗുരുത്വാകർഷണമാണ് നമ്മുടെ ഭൂമിയിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകാൻ കാരണമാകുന്നത്. അത് നിങ്ങൾക്കറിയാം. തൽക്കാലം അത്രമാത്രം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അടുത്ത വളരെ പ്രധാനപ്പെട്ടതാണ് വേവ്സ്. നമ്മൾ ഓൾറെഡി കണ്ടു. വിൻഡ് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, വിൻഡ് പോകുന്നതിനനുസരിച്ചിട്ട് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ഒരു ഘർഷണം ക്രിയേറ്റ് ചെയ്യുകയും ആ വെള്ളത്തിനെ തിരയിലേക്ക് അല്ലെങ്കിൽ ആ വിൻഡിന്റെ ഡയറക്ഷനിൽ പുഷ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് മുന്നോട്ടേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ആദ്യം ഒരു സൈക്ലിക്കൽ മൂവ്മെന്റിലായിരിക്കും അവിടെ വേവ്സ് ക്രിയേറ്റ് ആകുന്നത്. അത് തീരത്തേക്ക് അടുക്കുന്നതിനനുസരിച്ചിട്ട് എലിപ്റ്റിക്കൽ മോഷൻ ആവും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഇതുപോലെ ഒരു എലിപ്സ് രൂപത്തിലേക്ക് വലിയ തിരമാലകളായിട്ട് തീരത്തേക്ക് വരുന്നതിനനുസരിച്ചിട്ട് സമുദ്രജലം മാറുന്നത്, വേവ്സ് മാറുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് സർഫിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരും ക്ലാസ്സുകളിൽ വേവ്സിൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓഷ്യൻ മൂവ്മെൻറ്റ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ മൂവ്മെൻ്റ് ആണ്. ആ മൂന്നാമത്തെ മൂവ്മെൻ്റ് ആണ്
ഓഷ്യൻ കറണ്ട് എന്ന് പറയുന്നത് സമുദ്രജല പ്രവാഹം. ഇതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ സമുദ്രജല പ്രവാഹങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അറിയായിരിക്കും. പ്രധാനമായിട്ടും 2 തരത്തിലാണ് സമുദ്രജല പ്രവാഹങ്ങളെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ആ 2 തരത്തിലുള്ള സമുദ്രജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം അത് നിങ്ങൾക്ക് ഒരു റീകളക്ഷൻ പോലെ ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പം 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് കോൾഡ് കറണ്ട് വരുന്നുണ്ട്, രണ്ടാമത്തത് വാം കറണ്ടുകൾ വരുന്നുണ്ട്. ഇത് രണ്ടും നിങ്ങൾക്കറിയാം. പ്രധാനമായിട്ടും ഓഷ്യൻ കറണ്ട്സിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, കോൾഡ് കറണ്ടും വാം കറണ്ട്സും. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഈ കോൾഡ് കറണ്ടും വാം കറണ്ടിൻ്റെയും ചില പ്രത്യേകതകൾ. കോൾഡ് കറണ്ട് എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം തണുത്ത ശീതജല പ്രവാഹങ്ങൾ അല്ലെങ്കിൽ തണുത്ത സമുദ്രജല പ്രവാഹങ്ങൾ അല്ലെങ്കിൽ ശീതജല പ്രവാഹങ്ങളെയാണ് നമ്മൾ കോൾഡ് കറണ്ട് എന്ന് പറയുന്നത്. ഉഷ്ണജല പ്രവാഹങ്ങളെ അല്ലെങ്കിൽ ചൂടുള്ള ജലപ്രവാഹങ്ങളെയാണ്, സമുദ്രജല പ്രവാഹങ്ങളെയാണ് നമ്മൾ വാം കറണ്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് തന്നെയാണ്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. സമുദ്രജല പ്രവാഹങ്ങളെ പ്രധാനമായിട്ട് നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, കോൾഡ്, വാം. ശീതജലം, ഉഷ്ണജല പ്രവാഹങ്ങൾ എന്നിങ്ങനെ 2ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ സമുദ്രജല പ്രവാഹങ്ങൾ സാധാരണ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരുപാട് കാരണങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് തരത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ഗ്ലോബൽ അല്ലെങ്കിൽ നമ്മുടെ എൻറ്റയർ എർത്തിൻ്റെ ക്ലൈമറ്റിനെയും അതുപോലെ തന്നെ പല ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും ഒക്കെ ഇത്തരത്തിലുള്ള സമുദ്രജല പ്രവാഹങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. സമുദ്രജല പ്രവാഹങ്ങൾ നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ ജീവിതത്തെയും ഈവൻ നമ്മുടെ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിനെയും ഒക്കെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ ഒരു സർക്കുലർ മോഷൻ, അതായത് വേവ് അനാട്ടമി എന്ന് പറയുന്നത്, അതായത് വിൻഡ് ഒരു ഡയറക്ഷനിലേക്ക് വരുന്നുണ്ട്. വിൻഡ് ഡയറക്ഷനിലേക്ക് വരുന്ന സമയത്ത് അതിന് മുകളിൽ വരുന്ന ആ ഒരു വാട്ടറിൽ ആദ്യം വേവ്സ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അത് സമുദ്രത്തിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വെള്ളത്തിനെ തള്ളി 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 കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ട് ആ സർക്കുലർ മോഷൻ പതുക്കെ പതുക്കെ എലിപ്റ്റിക്കൽ മോഷൻ ആവുകയും അത് നമ്മൾ കാണുന്ന വേവ്സ് ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിൻഡിൻ്റെ മൂവ്മെൻറ്റ് കുറയുന്ന പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് ഓഷ്യനിൽ നിന്ന് എന്ത് ചെയ്യാണ്, കരയിലേക്കാണ് കാറ്റ് വീശുന്നത്. അപ്പോൾ സീ ബ്രീസ് കുറയുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും തിരമാലകളുടെ അളവ് അല്ലെങ്കിൽ തിരമാലകളുടെ ശക്തി കുറയുന്നതായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, യെസ്. അപ്പോൾ അത് മാത്രമേ ഇവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ളൂ. അപ്പം ഇവിടേക്ക് നിങ്ങൾ നോക്കുക, ആദ്യം ചെറിയ ചെറിയ മൈക്രോ റിപ്പിൾസ് ആയിരിക്കും വരുന്നത്. അത് സമുദ്രത്തിലേക്ക് വരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ സമുദ്ര തീരത്തിലേക്ക് അടുക്കുന്നതിനനുസരിച്ചിട്ട് ആ വേവ്സിൻ്റെ സൈസ് കൂടി കൂടി വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം കൂടുതൽ വെള്ളത്തിനെ അത് തള്ളി തള്ളി മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അത് ഒരു റീസണാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വേവ്സ് എന്ന് പറയുന്നത് ഒരു വലിയ വേവ്സ് ആണ്. ഒരു വലിയ സർക്കിളിൻ്റെ മുകൾ ഭാഗം മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്തും വലിയൊരു സർക്കിളാണ്. അങ്ങനെ ഈ സർക്കിൾസ് ഓഷ്യൻ്റെ ഈ ഒരു തീരത്തേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ ഒരു വലിയ സർക്കിൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇവിടെ ഒരു അർദ്ധ സർക്കിളേ ഫോം ചെയ്യുള്ളൂ. കാരണം ഇതിൻ്റെ താഴത്തേക്ക് ഓഷ്യൻ തട്ടുകളാണ്. ഓക്കെ, ഓഷ്യൻ്റെ അടിത്തട്ടിലേക്ക് എത്തും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു കംപ്ലീറ്റ് സർക്കിൾ രൂപം കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഈ തീരത്തേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ ഒരു കംപ്ലീറ്റ് സർക്കിൾ രൂപം കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് ആ എനർജി ഈ തിരയെ മുകളിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണമാണ് സുനാമിയൊക്കെ എന്ത് ചെയ്യുന്നത്, വളരെ വലിയ വേവുകളായിട്ട് മാറുന്നത്. ഓക്കെ, അത് സുനാമി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യും. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ഒരു സൈഡ് മാത്രം ഓർത്ത് വയ്ക്കുക. വേവ്സ് അല്ലെങ്കിൽ കാറ്റ് ഈ പറയുന്ന തിരകളെ അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളത്തിനെ മുന്നോട്ടേക്ക് തള്ളി തള്ളി കൊണ്ടുപോകുന്നത് കാരണമാണ് ഇവിടെ ഒരു എലിപ്റ്റിക്കൽ രൂപത്തിലേക്ക് വേവ്സ് മാറുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈഡ്സ് വരുന്നുണ്ട്. ഭൂഗുരുത്വാകർഷണ ബലം കാരണമാണ് ടൈഡ്സ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് തന്നെയാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മളിത് ചർച്ച ചെയ്യുന്നില്ല. കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടൈഡ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് പറഞ്ഞിട്ട് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ലൂണാർ ടൈഡ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സോളാർ ടൈഡ്സ് വരുന്നുണ്ട്. സോളാർ ടൈഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൂര്യൻ്റെ ഗുരുത്വാകർഷണം കാരണം ഉണ്ടാകുന്നതാണ് സോളാർ ടൈഡ്. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം കാരണം ഉണ്ടാകുന്നതാണ് ലൂണാർ ടൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഇൻഫർമേഷൻ മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. ബാക്കിയുള്ള നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്തതാണ് ഓഷ്യൻ കറണ്ടുകൾ എന്ന് പറയുന്നത്. ഓഷ്യൻ കറണ്ട് എന്ന് പറയുന്നത് അതായത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമുദ്രത്തിൽ നമ്മൾ അറിയാത്ത ചില നദീ പ്രവാഹങ്ങൾ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു നദി പോലെ നമ്മുടെ ഓഷ്യൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സമുദ്രത്തിന് മുകളിലൂടെ വെള്ളം ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനെയാണ് നമ്മൾ സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. ഈ സമുദ്രജല പ്രവാഹങ്ങൾ ഒരു സൈക്ലിക് മൂവ്മെൻ്റ് ആണ് പലപ്പോഴും കാഴ്ചവെക്കുന്നത്, അല്ലെങ്കിൽ ഒരു സൈക്കിൾ പോലെയാണ് സമുദ്രജല പ്രവാഹങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഓഷ്യൻ കൺവെയർ ബെൽറ്റുകൾ എന്ന് പറയാറുണ്ട്. ഓക്കെ, കൺവെയർ ബെൽറ്റുകൾ എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം
ഈ ഒരു സൈക്ലിക്കൽ മൂവ്മെന്റിനെയാണ് നമ്മൾ കൺവെയർ ബെൽറ്റ് എന്ന് പറയാറുള്ളത്. നമ്മുടെ എർത്തിന്റെ അന്തരീക്ഷത്തിൽ വരുന്ന കൺവെയർ ബെൽറ്റുകളായിരുന്നു നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്ന ഹാർട്ട്ലി സെല്ല്, ഫെറൽ സെല്ല്, പോളാർ സെല്ലുകൾ എന്ന് പറയുന്നത്. അതെന്തായിരുന്നു? വിൻഡിന്റെ കൺവെയർ ബെൽറ്റുകളാണ്. അതുപോലെ നമ്മുടെ ഓഷ്യനിൽ, സമുദ്രത്തിൽ സമുദ്രജലം ഈ ഒരു സർക്കുലാർ മൂവ്മെന്റിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ, ഒരു സൈക്ലിക്കൽ മൂവ്മെന്റിൽ വരുന്നത് കൊണ്ട് തന്നെ കൺവെയർ ബെൽറ്റുകൾ രൂപം കൊള്ളുന്നുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഈ ഇമേജിൽ നിന്ന് കുറച്ച് ജനറൽ ഇൻഫർമേഷൻസ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, കുറച്ച് ജനറൽ ഇൻഫർമേഷൻസ് ഉണ്ടാക്കാം. നിങ്ങൾ നോക്കുന്ന സമയത്ത് ഓക്കെ, രണ്ട് രൂപത്തിൽ ചോദ്യം വരാം. ഒന്നെങ്കിൽ ഓഷ്യനെ ബേസ് ചെയ്തുകൊണ്ട്, രണ്ടാമത്തത് കോണ്ടിനെന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട്. രണ്ടും ഞാൻ പറയാൻ പോവുകയാണ്. ആദ്യം ഞാൻ പറയുന്നത് കോണ്ടിനെന്റിന്റെ കേസാണ്. ഓക്കെ, ആദ്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കോണ്ടിനെന്റിന്റെ കേസാണ്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ കോണ്ടിനെന്റിന്റെ അടുത്തൂടെ പോകുന്ന സമുദ്രജല പ്രവാഹങ്ങൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് കോണ്ടിനെന്റിന്റെ ഈസ്റ്റേൺ സൈഡിലുള്ള സമുദ്രജല പ്രവാഹങ്ങൾ സമുദ്രജല പ്രവാഹങ്ങൾ എപ്പോഴും വാമായിരിക്കും. കണ്ടില്ലേ? വാമാണ്. വാമായിട്ടുള്ള ഓഷ്യൻ കറണ്ട്സ് ആണ് നമ്മൾ റെഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കോണ്ടിനെന്റിന്റെ ഈസ്റ്റേൺ സൈഡ് ആണെങ്കിൽ വാമാണ്. ഓക്കെ, കോണ്ടിനെന്റിന്റെ ഈസ്റ്റേൺ സൈഡ് ആണെങ്കിൽ വാമാണ്. ഓക്കെ, കോണ്ടിനെന്റിന്റെ ഈസ്റ്റേൺ സൈഡ് വാമാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. CEW എന്നോ അല്ലെങ്കിൽ WEC എന്നോ എന്ന് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനെ ഓർത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ കോണ്ടിനെന്റിന്റെ ഈസ്റ്റേൺ സൈഡ് വാമാണ്. ഓക്കെ, ദെൻ കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ സൈഡ് നിങ്ങൾ നോക്കുന്ന സമയത്ത് കോൾഡ് ആണ്. ഓക്കെ, അപ്പോൾ CWC അല്ലെങ്കിൽ CWE. ഓക്കെ, CWC അല്ലെങ്കിൽ CWE വരുന്നുണ്ട്. CWC എന്ന് പറയുന്ന സമയത്ത് വെസ്റ്റേൺ സൈഡിൽ, കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ സൈഡിൽ കോൾഡ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യം WCC ആണ് അല്ലേ? ഇപ്പോഴത്തെ വിധിയും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നതാണ് WCC. ഓക്കെ, അപ്പം അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഓർത്ത് വയ്ക്കാം. ഏതെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചാൽ ഞാൻ മതി. ഓക്കെ, അപ്പോൾ വാം കറണ്ട് ആണ്. എവിടെയാണ്? കോണ്ടിനെന്റിലാണ്. ഓക്കെ, കോണ്ടിനെന്റിലെ വെസ്റ്റേൺ സൈഡിൽ കോൾഡ് കറണ്ട് ആണ്. ഓക്കെ, വെസ്റ്റേൺ സൈഡ് ഓഫ് ദി കോണ്ടിനെന്റ് ഇസ് കോൾഡ് കറണ്ട്. അതാണ് WCC. ഓക്കെ, അപ്പോൾ ഇൻ WCC കേൾക്കുന്ന സമയത്ത് വുമൺ കളക്റ്റീവ് ഇൻ സിനിമ എന്നല്ല, മറിച്ച് നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത് വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ദ കോണ്ടിനെന്റ് ഇസ് ഹാവിംഗ് കോൾഡ് കറണ്ട്. ഓക്കെ, അപ്പോൾ WCC അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് അത് ഓർത്ത് വയ്ക്കുക. ഇവിടേക്ക് വരുന്ന സമയത്ത് WEC ആണ്. ഓക്കെ, അതായത് കോണ്ടിനെന്റിന്റെ ഈസ്റ്റേൺ സൈഡിൽ വാം കറണ്ടുകളാണ്. നമ്മൾ നോക്കുക, എല്ലായിടത്തും അങ്ങനെ തന്നെയായിരിക്കും. ഇത് ആഫ്രിക്കൻ കോണ്ടിനെന്റ് ആണ്. ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ ഈസ്റ്റേൺ സൈഡ് നിങ്ങൾ നോക്കുക, അഗുൽഹാസ് എന്ന് പറയുന്ന വാം കറണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഏഷ്യൻ കോണ്ടിനെന്റിന്റെ ഈസ്റ്റേൺ സൈഡ് നിങ്ങൾ നോക്കുക, കുറോഷ്യോ എന്ന് പറയുന്ന വാം കറണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ ഓസ്ട്രേലിയൻ കോണ്ടിനെന്റിന്റെ ഈ ഒരു ഈസ്റ്റേൺ സൈഡ് നിങ്ങൾ നോക്കുക, ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒക്കെ എന്താണ്? വാം കറണ്ടുകളാണ്. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന സൗത്ത് അമേരിക്കയിൽ നിങ്ങൾ നോക്കുക, ബ്രസീലിയൻ കറണ്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതും വാം കറണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത്രയും ഇൻഫർമേഷൻ നമ്മൾ പഠിച്ചു. അതായത് കോണ്ടിനെന്റിന്റെ ഈസ്റ്റേൺ സൈഡ് നിങ്ങൾ നോക്കുന്ന സമയത്ത് അത് വാം ആയിരിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ സൈഡാണ്. കോണ്ടിനെന്റിന്റെ ഒക്കെ വെസ്റ്റേൺ സൈഡ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ഇതൊരു വെസ്റ്റേൺ സൈഡാണ്. ഓക്കെ, അതുപോലെ ഇത് കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ സൈഡാണ്, ഇത് കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ സൈഡാണ്, ഇത് കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ സൈഡാണ്. അപ്പോൾ കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ സൈഡിലൂടെ ഒഴുകുന്ന കറണ്ടുകളെല്ലാം തന്നെ കോൾഡ് കറണ്ട് ആയിരിക്കും. നിങ്ങൾ നോക്കുക, നോർത്ത് അമേരിക്കയുടെ കേസിൽ കാലിഫോർണിയയാണ് വരുന്നത്. ഓക്കെ, നോർത്ത് അമേരിക്കയുടെ കേസിൽ കാലിഫോർണിയയാണ് വരുന്നത്. അതൊരു കോൾഡ് കറണ്ട് ആണ്. അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയുടെ കേസിൽ പെറു ഹംബോൾട്ട് കറണ്ട് ആണ് വരുന്നത്. ഓക്കെ, പെറു ഹംബോൾട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് മറ്റൊരു പേരായിട്ട് ഹംബോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഗ്ലോബലി തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൽനിനോ, ലാനിനോ ഇതിനൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട്, ഒരു കാരണമായിട്ട് നിൽക്കുന്ന ഒരു കറണ്ടാണ് പെറു ഹംബോൾട്ട് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പെറു കറണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച വ്യക്തിയാണ് ഹംബോൾട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പെറു ഹംബോൾട്ട് കറണ്ട് എന്നുള്ള പേരും കൂടെ ഇതിന് കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. ഒരുപാട് ഡെപ്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് പെറു ഹംബോൾട്ട് കറണ്ട് ഉണ്ട്, വെസ്റ്റേൺ കോസ്റ്റിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് കോൾഡ് കറണ്ട് ആണ്. ഇനി അടുത്ത് നിങ്ങൾ നോക്കുക, ആഫ്രിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റിലാണ് ബെങ്ക്വേല കറണ്ട് വരുന്നത്. ഓക്കെ, ബെങ്ക്വേല കറണ്ട് വരുന്നത് വെസ്റ്റേൺ കോസ്റ്റിലാണ്, അതും കോൾഡ് കറണ്ട് ആണ്. അതുപോലെ തന്നെ ആഫ്രിക്കയുടെ നോർത്ത് വെസ്റ്റേൺ കോണ്ടിനെന്റിന്റെ നോർത്ത് വെസ്റ്റേൺ ബൗണ്ടറിയിലൂടെ പോകുന്നതാണ് കാനറി കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കാനറി ഐലൻഡ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഇതിനെ കാനറി കറണ്ട് എന്ന പേര് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കാനറി കറണ്ട് വരുന്നുണ്ട്, അതും കോൾഡ് കറണ്ട് ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓസ്ട്രേലിയയുടെ കേസ് എടുക്കുകയാണ്. ഓസ്ട്രേലിയയുടെ വെസ്റ്റേൺ സൈഡ് നിങ്ങൾ നോക്കുന്ന സമയത്ത് വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും, അതും കോൾഡ് കറണ്ട് ആണ്. വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് എന്ന് പറയുന്നത് അതും കോൾഡ് കറണ്ട് ആണ്. നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ടത്. എന്നാൽ ഇതിന് ചില എക്സംഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇതിന് ചില എക്സംഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ലാബ്രഡോർ കറണ്ട് സത്യത്തിൽ എവിടെയാണ്? കോണ്ടിനെന്റിന്റെ ഈസ്റ്റേൺ സൈഡിലാണ്, പക്ഷേ അത് കോൾഡ് കറണ്ട് ആണ്. അതുപോലെ ഒയാഷിയോ വരുന്നുണ്ട്, അത് ഈസ്റ്റേൺ സൈഡിലാണ്, പക്ഷെ അതെന്താണ്? കോൾഡ് കറണ്ട് ആണ്. ഓക്കെ, ഈ ഒയാഷിയോ കറണ്ടിനെ തന്നെ കുറിൽ കറണ്ട് എന്നും പറയാറുണ്ട്. ഓക്കെ,
കുറിൽ കറണ്ട് എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ഈ ജപ്പാന്റെയും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കറിയാം ഇത് റഷ്യയാണ്. ഓക്കെ, ഇത് റഷ്യയാണ്, ഇത് ജപ്പാനാണ്. ഈ റഷ്യയുടെയും ജപ്പാന്റെയും ഇടയ്ക്ക് കിടക്കുന്ന ഇവിടെ വരുന്ന ഐലൻഡ്സിനെയാണ് കുറിൽ ഐലൻഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കുറിൽ ഐലൻഡുകൾ ജപ്പാനും അതുപോലെ തന്നെ റഷ്യയും തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ടഡ് ഐലൻഡ് ആണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ജപ്പാനും അതുപോലെ തന്നെ റഷ്യയും തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ടഡ് ഐലൻഡുകളാണ് കുറിൽ ഐലൻഡുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഐലൻഡിന് സമീപത്തൂടെയാണോ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അതിന് നമ്മൾ പേര് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ പേരെന്ന് പറയുന്നത് കുറിൽ ഐലൻഡ് അതിന്റെ അടുത്തൂടെ ഒഴുകുന്നത് കൊണ്ട് കുറിൽ കറണ്ട് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഒയാഷിയോ കറണ്ട് എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ഒയാഷിയോ എന്ന് പറയുന്നത് കോൾഡ് കറണ്ട് ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, കോൾഡ് എന്ന് എഴുതുന്ന സമയത്ത് അതിലൊരു ഒ ഉണ്ട്. ഒയാഷിയോ എന്ന് എഴുതുന്ന സമയത്ത് അവിടെ എന്ത് വരുന്നുണ്ട്? ഒ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ നോക്കും, കുറോഷിയോ എന്ന് എഴുതുന്ന സമയത്ത് അവസാനം ഒരു ഒ വരുന്നില്ല. അത് നിങ്ങൾ നോക്കണ്ട, തുടക്കത്തിൽ എവിടെയും എന്ത് വരുന്നില്ല? ഒ വരുന്നില്ല. അതുകൊണ്ട് ഈ മുകളിലേക്ക് പോകുന്ന കുറോഷിയോ കറണ്ട് എന്ന് പറയുന്നത് വാം കറണ്ട് ആണ്. ഒയാഷിയോ കറണ്ട് എന്ന് പറയുന്നത് കോൾഡ് കറണ്ട് ആണ്. പലപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂസ് ആവുന്നതാണ് കുറോഷിയോ ആണോ ഒയാഷിയോ ആണോ കോൾഡ് കറണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ലോജിക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഒയാഷിയോയുടെ തുടക്കത്തിൽ ഒ വരുന്നുണ്ട്, ഒ കോൾഡിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒയാഷിയോയുടെ തുടക്കത്തിൽ ഒ വരുന്നുണ്ട്, അത് കോൾഡിൽ ഒ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അതിന്റെ മറ്റൊരു പേരാണ് കുറിൽ. കാരണം ഇവിടെ കുറിൽ ഐലൻഡ് വരുന്നുണ്ട്. ജപ്പാനും റഷ്യയും തമ്മിൽ ഡിസ്പ്യൂട്ടഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഐലൻഡാണ് കുറിൽ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പം ഓഷ്യൻ കറണ്ടിനെ കുറിച്ചിട്ട് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ മനസ്സിലാക്കി വെച്ചു. വാം കറണ്ടും അതുപോലെ തന്നെ കോൾഡ് കറണ്ടും ഒരു കോണ്ടിനെന്റിന്റെ ബേസിൽ എവിടെയായിരിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചു. ചിലപ്പം ഈ രൂപത്തിൽ ചോദിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഓഷ്യനെ ബേസ് ചെയ്തുകൊണ്ട്, സമുദ്രത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാം. ഇപ്പം നമ്മൾ നോക്കുകയാണ്, ഞാൻ ഇവിടെ നോർത്ത് അറ്റ്ലാന്റിക് എടുക്കുകയാണ്. ഇത് നോർത്ത് അറ്റ്ലാന്റിക് ആണ്. നോർത്ത് അറ്റ്ലാന്റിക് എടുക്കുന്ന സമയത്ത് ഈ സമുദ്രത്തിന്റെ ബേസിൽ നോക്കുന്ന സമയത്ത്, നോർത്ത് അറ്റ്ലാന്റിക്കിന്റെ സമുദ്രത്തിന്റെ ബേസിൽ നോക്കുന്ന സമയത്ത് അതിന്റെ ഈസ്റ്റേൺ സൈഡിൽ എന്താണ് വരുന്നത്? കോൾഡ് കറണ്ട് ആണ് വരുന്നത്. ഈസ്റ്റേൺ സൈഡിൽ കോൾഡ് കറണ്ട് ആണ് വരുന്നത്. അപ്പോൾ ഓഷ്യന്റെ കേസിൽ ഈസ്റ്റേൺ സൈഡിൽ കോൾഡ് കറണ്ട് ആണ്. ഓക്കെ, OEC. അപ്പോൾ ഓഷ്യന്റെ ഈസ്റ്റേൺ സൈഡിൽ കോൾഡ് കറണ്ട് ആണ്. ഓഷ്യന്റെ വെസ്റ്റേൺ സൈഡിൽ വാം കറണ്ട് ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വാവ് എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, വാവ്. ഓഷ്യന്റെ വെസ്റ്റേൺ സൈഡിൽ വാം കറണ്ട് ആണ്, അല്ലെ? ഓഷ്യന്റെ വെസ്റ്റേൺ സൈഡിൽ വാം കറണ്ട് ആണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഒന്ന് WCC, രണ്ടാമത്തത് വാവ്. ഓക്കെ, വാവ്, WCC, ഇത് രണ്ടും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും എവിടെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഓഷ്യന്റെ കേസിലാണ്. ഓക്കെ, ഓഷ്യന്റെ കേസിലാണ്. ഇത് കോണ്ടിനെന്റിന്റെ കേസിലാണ്. കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ സൈഡിൽ കോൾഡ് ആണ്, ഓഷ്യന്റെ വെസ്റ്റേൺ സൈഡിൽ വാം ആണ്. രണ്ടും നിങ്ങൾക്ക് സെയിം ആയിട്ട് തന്നെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ WCC, വാവ്, ഇത് രണ്ടും ഓർത്ത് വെക്കുക. കറണ്ടുകളുടെ ഡയറക്ഷൻസ് നിങ്ങൾക്ക് ഈസിലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഒന്നുകൂടെ പറയാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒന്നുകൂടെ പറയാണ്. WCC വരുന്നുണ്ട്, അതുപോലെ തന്നെ വാവ് വരുന്നുണ്ട്. ഓക്കെ, WCC, C സ്റ്റാൻഡ്സ് ഫോർ കോണ്ടിനെന്റ് ആണ്, O സ്റ്റാൻഡ്സ് ഫോർ ഓഷ്യൻ. ചിലപ്പോൾ ഏതിൻ്റെ ബേസിലായിരിക്കും ചോദ്യം ചോദിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ടാണ്. ഓക്കെ, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ സൈഡിലൂടെ ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓഷ്യന്റെ വെസ്റ്റേൺ സൈഡിലൂടെ ഫ്ലോ ചെയ്യുന്നത് എന്നിങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ട് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് തരാം. എങ്ങനെ തന്നു കഴിഞ്ഞാലും നമുക്കത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതിന് ഈ രണ്ട് കാര്യം ഓർത്ത് വെക്കുക. നടുക്ക് C ആണെങ്കിൽ കോണ്ടിനെന്റ് ആണ്, O ആണെങ്കിൽ ഓഷ്യൻ ആണ്. ഓക്കെ, ഈ W എന്തിനാണ്? അതിന്റെ ഏത് ഡയറക്ഷൻ ആണ്? വെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ വെസ്റ്റേൺ സൈഡിൽ എന്താണ്? അപ്പോൾ കോണ്ടിനെന്റ് ആണെങ്കിൽ വെസ്റ്റേൺ സൈഡിൽ കോൾഡ് കറണ്ട് ആണ്, ഓഷ്യൻ ആണെങ്കിൽ വെസ്റ്റേൺ സൈഡിൽ വാം കറണ്ട് ആണ്. അത് ഓർത്ത് വെക്കുക. അപ്പോൾ വെസ്റ്റേൺ സൈഡിൽ വാം ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈസ്റ്റേൺ സൈഡിൽ കോൾഡ് ആയിരിക്കും. അത് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട. വെസ്റ്റേൺ സൈഡിൽ കോൾഡ് ആണെങ്കിൽ ഈസ്റ്റേൺ സൈഡിൽ എന്തായിരിക്കും? വാം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയണമെന്നില്ല. രണ്ട് കേസിൽ വരുന്നത് ഓരോന്നും ഏതാണെന്നുള്ളത് മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കാനാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഇമേജ് ഒക്കെ ചിലപ്പോൾ മൈൻഡിലേക്ക് വരാത്ത ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കോഡ് പറഞ്ഞു തന്നത്. ഓക്കെ, WCC അതുപോലെ തന്നെ വാവ്. WCC എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വുമൺ കളക്റ്റീവ് ഇൻ സിനിമ. അതായത് ദിലീപിൻ്റെ കേസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രൂപം കൊണ്ടിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് WCC. നിങ്ങൾക്ക് ചിലപ്പം അറിയായിരിക്കും. വാവ് എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കോഡിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, യെസ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മുടെ ഡീറ്റെയിൽ ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതിൻ്റെ ഈ ഒരു ഭൂമിയുടെ നടുക്കൂടെ ഇക്വേറ്റർ പോകുന്നുണ്ട്. ഓക്കെ, ഈ ഇക്വേറ്ററിൽ നോർത്തും സൗത്തുമായിട്ട് ഓഷ്യനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് പസഫിക് ഓഷ്യൻ, ഇതാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇതാണ് ഇന്ത്യൻ ഓഷ്യൻ. പക്ഷേ ഇന്ത്യൻ ഓഷ്യനെ നമുക്ക് നോർത്ത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഇന്ത്യൻ ഓഷ്യൻ്റെ നോർത്തേൺ പ്രദേശത്തൊക്കെ കോണ്ടിനെൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യൻ ഓഷ്യനെ നമ്മൾ സാധാരണ ഒരു ഹാഫ് ഓഷ്യൻ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഹാഫ് ഓഷ്യൻ എന്ന് വിളിക്കാറുണ്ട്. കാരണം അറ്റ്ലാന്റിക് ഓഷ്യനെയും അതുപോലെ തന്നെ പസഫിക് ഓഷ്യനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് നോർത്തേൺ ഏരിയയിലേക്ക് ഇന്ത്യൻ ഓഷ്യൻ കിടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ഓഷ്യൻ്റെ കേസിൽ
ഈ ഒരു സദേൺ ഭാഗത്ത് വരുന്ന ഓഷ്യൻ കറണ്ട് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അറ്റ്ലാന്റിക് ഓഷ്യന്റെ കേസിൽ നോർത്തിലും സൗത്തിലും വരുന്നത് പഠിക്കണം. പസഫിക് ഓഷ്യന്റെ കേസിലും നോർത്തിലും സൗത്തിലും വരുന്നത് പഠിച്ചു വെക്കണം. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ മുമ്പ് പഠിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഓഷ്യൻ കറണ്ടിന്റെ മൂവ്മെന്റ്സിന് കാരണം എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചാണ്. അതുകൊണ്ട് ഞാൻ അതിവിടെ വീണ്ടും ഡിസ്കസ് ചെയ്യില്ല. ഓക്കെ, ഇക്വേറ്ററിൽ അപ്വെല്ലിംഗ് ഉണ്ടാകുന്നുണ്ട്, ഇക്വേറ്ററിൽ വാം ആകുന്നുണ്ട്, അപ്വെല്ലിംഗ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പോളാർ റീജിയനിലേക്ക് മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. കൊറിയോലിസസ് ഫോഴ്സ് കാരണം അതിന് ഡ്രിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈസ്റ്റേൺ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇക്വേറ്ററിൽ നിന്ന് പോൾ ഡയറക്ഷനിലേക്ക്, ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്കാണ് കറണ്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അതും കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാൻ പറയാം, ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ജനറൽ ആയിട്ട് പറയുന്ന കാര്യമാണ്. ഇക്വേറ്ററിൽ നിന്ന്, ഇതാണ് ഇക്വേറ്റർ 0 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ഇക്വേറ്ററിൽ നിന്ന് ഒരു കറണ്ട് പോളിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ കറണ്ട് സ്വാഭാവികമായിട്ടും വാം കറണ്ട് ആയിരിക്കും. ഇക്വേറ്ററിൽ നിന്നും പോളിലേക്ക് ഒരു കറണ്ട് പോകുന്ന സമയത്ത് അത് വാം ആയിരിക്കും. അങ്ങനെ പോകുന്ന കറണ്ട്, ഓക്കെ, അങ്ങനെ പോകുന്ന കറണ്ട് എന്തായിരിക്കും, നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വെസ്റ്റ് ടു ഈസ്റ്റ് ഒരു കറണ്ട് പോകുന്നുണ്ടെങ്കിൽ അതും വാം ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അതും വാം ആയിരിക്കും. ഇനി പോളിൽ നിന്ന്, ഓക്കെ, പോളാർ റീജിയനിൽ നിന്ന് ഇക്വേറ്ററിലേക്ക് ഒരു കറണ്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരുന്നുണ്ടെങ്കിൽ അത് കോൾഡ് കറണ്ട് ആയിരിക്കും. കാരണം പോൾ എന്ന് പറയുന്നത് കോൾഡ് ആണ്, തണുത്ത പ്രദേശമാണ്. അപ്പോൾ അവിടെ നിന്ന് തണുത്ത വെള്ളമാണ് എന്ത് ചെയ്യുന്നത്, ഇക്വേറ്ററിലേക്ക് വരുന്നത്. ഇക്വേറ്ററിൽ എത്തുന്ന സമയത്ത് സൂര്യന്റെ ചൂട് കാരണം, ഈ സണ്ണ് സൂര്യന്റെ ചൂട് കാരണം അത് വാം ആവുകയും അത് വീണ്ടും പോളാർ റീജിയനിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കുക, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ രണ്ട് കാര്യങ്ങളും വാം ആണ് എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെയാണ് ഈ പറയുന്ന നോർത്തേൺ റീജിയനിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ പോളാർ റീജിയൻ, ഇക്വേറ്റർ ടു പോളാർ റീജിയൻ പോകുന്നത്, അല്ലെങ്കിൽ നോർത്ത് വേർഡ് മൂവ്മെന്റ്, അതെന്താണ്, വാം ആണ്. ഇനി അതുപോലെ തന്നെ വെസ്റ്റ് ടു ഈസ്റ്റ് മൂവ്മെന്റ്, അതും വാം കറണ്ടുകൾ ആയിരിക്കും. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ നോക്കുക, ഇവിടെ സൈക്ലിക്കൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വേർഡ് ഡയറക്ഷനിലാണ്, അല്ലെ? ഒരു ക്ലോക്കിന്റെ സൂചി മൂവ് ചെയ്യുന്ന പോലെ, ക്ലോക്കിന്റെ സൂചി ഇങ്ങനെയാണ് മൂവ് ചെയ്യുക, അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഓഷ്യൻ കറണ്ടിന്റെ സർക്കുലേഷൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരുന്നത്. ഇനി നമ്മൾ സദേൺ ഹെമിസ്ഫിയറിലേക്ക് വരുന്ന സമയത്ത്, സദേൺ ഹെമിസ്ഫിയറിൽ ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് വരുന്ന മൂവ്മെന്റ്, ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് വരുന്ന മൂവ്മെന്റ് അത് വാം കറണ്ട് ആയിരിക്കും. ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് വരുന്നത് വാം കറണ്ട് ആയിരിക്കും. എന്നാൽ വെസ്റ്റ് ടു ഈസ്റ്റ് വരുന്ന മൂവ്മെന്റ് സാധാരണ കോൾഡ് കറണ്ട് ആയിരിക്കും. എന്തുകൊണ്ടാണെന്നുള്ളത് പറഞ്ഞു തരാട്ടോ. അപ്പോൾ വെസ്റ്റ് ടു ഈസ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും, കോൾഡ് കറണ്ട് ആയിരിക്കും. എന്നാൽ ഇവിടെ അത് വാം കറണ്ട് ആയിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ വെസ്റ്റ് ടു ഈസ്റ്റ് പോകുന്ന കറണ്ടുകൾ ജനറലി വാം കറണ്ടുകളായിരിക്കും. എന്നാൽ സദേൺ ഹെമിസ്ഫിയറിലേക്ക് വരുന്ന സമയത്ത് വെസ്റ്റ് ടു ഈസ്റ്റ് പോകുന്ന കറണ്ടുകൾ അത് സ്വാഭാവികമായിട്ടും കോൾഡ് കറണ്ടുകളായിരിക്കും. ഇനി പോളിൽ നിന്ന് ഇക്വേറ്ററിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൾഡ് കറണ്ട് ആയിരിക്കും. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ ഒരു കറണ്ടിന് നോർത്ത് വേർഡ് മൂവ്മെന്റ് ആണെങ്കിൽ, സദേൺ ഹെമിസ്ഫിയറിൽ ഒരു കറണ്ടിന് നോർത്ത് വേർഡ് മൂവ്മെന്റ് ആണെങ്കിൽ അത് കോൾഡ് ആയിരിക്കും. എന്നാൽ നമ്മൾ എന്ത് ചെയ്യാണ്, നോർത്തേൺ ഹെമിസ്ഫിയർ എടുക്കുന്ന സമയത്ത് ഒരു കറണ്ടിന് നോർത്ത് വേർഡ് മൂവ്മെന്റ് ആണെങ്കിൽ അത് വാം കറണ്ട് ആയിരിക്കും. കണ്ടോ, ഇത് നോർത്ത് വേർഡ് ആണ് മൂവ് ചെയ്യുന്നത്, അത് വാം ആണ്. ഇത് നോർത്ത് വേർഡ് ആണ് മൂവ് ചെയ്യുന്നത്, പക്ഷേ അത് കോൾഡ് ആണ്. അപ്പോൾ ഈ ഒരു ഇമേജ് നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. ഇനി അങ്ങോട്ടേക്ക് വരുന്ന കോൾഡ് കറണ്ടുകളും വാം കറണ്ടുകളും ഇതിന്റെ ബേസിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇനി ഞാൻ പറഞ്ഞു ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ വെസ്റ്റ് ടു ഈസ്റ്റ് നോക്കുന്ന സമയത്ത് വാം ആണ്, ഇവിടെ വെസ്റ്റ് ടു ഈസ്റ്റ് നോക്കുന്ന സമയത്ത് കോൾഡ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിന് കാരണം എന്താണ്? അപ്പോൾ അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ നോക്കുക, സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് കുറെ കൂടെ ഓപ്പൺ ഏരിയ ആണ്. എന്ന് വെച്ചാൽ സമുദ്രത്തിന്റെ ജലത്തിന്റെ അളവ് കൂടുതൽ വരുന്നത് സദേൺ ഹെമിസ്ഫിയർ ആണ്. അതുപോലെ തന്നെ ഇവിടെ കോണ്ടിനെന്റിന്റെ അളവ് കുറവാണ്. ഓക്കെ, കോണ്ടിനെന്റ് വളരെ കുറവാണ്. എന്നാൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിങ്ങൾ നോക്കുക, ഇവിടെ മൊത്തം കോണ്ടിനെന്റുകളാണ്. ഇവിടെ കോണ്ടിനെന്റ്, ഇവിടെ കോണ്ടിനെന്റ്, ഇവിടെ ഫുള്ളായിട്ട് കോണ്ടിനെന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോണ്ടിനെന്റ് വരുന്ന സമയത്ത്, കോണ്ടിനെന്റാലിറ്റി വരുന്ന സമയത്ത് ചൂട് കൂടുതലായിരിക്കും, അതായത് വാം ആയിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞു കോണ്ടിനെന്റ് പെട്ടെന്ന് ചൂടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കോണ്ടിനെന്റിൽ പൊതുവെ ചൂട് കൂടുതലായിരിക്കും, തണുപ്പും പെട്ടെന്ന് വരും. ഓക്കെ, അപ്പോൾ കോണ്ടിനെന്റിന്റെ അടുത്തൂടെ പോകുന്ന വാം കറണ്ടുകൾക്ക് അത്ര പെട്ടെന്ന് ചൂട് നഷ്ടപ്പെടില്ല. അതുകൊണ്ട് അത് നോർത്തേൺ ഡയറക്ഷനിലേക്ക് പോവുകയും അവിടുന്ന് അത് വളഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്തായിരിക്കും അതിന് ചൂട് നഷ്ടപ്പെടുന്നത്. അപ്പോൾ കോണ്ടിനെന്റാലിറ്റി ചൂടിന് കാരണമാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്രയും മോഷൻ അതെന്തായിരിക്കും, ചൂടായിട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. ഏകദേശം ഇവിടെ എത്തുമ്പോഴായിരിക്കും അത് തണുക്കുന്നത്. അങ്ങനെ തണുത്തതിന് ശേഷം പിന്നെ പോളാർ റീജിയനിൽ നിന്നും ഇക്വേറ്ററിലേക്ക് തണുത്ത കറണ്ട് ആയിരിക്കും വരുന്നത്. എന്നാൽ സദേൺ ഹെമിസ്ഫിയറിൽ കൂടുതൽ ഓഷ്യനാണ് കിടക്കുന്നത്. അതുമല്ലാതെ അന്റാർട്ടിക് റീജിയൻ എന്ന് പറയുന്ന ഈ ഒരു ലാർജ് ഏരിയ തണുത്ത് ഉറഞ്ഞു കിടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഒരു ഓപ്പൺ ഓഷ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ എർത്തിനെ മുഴുവൻ
ഗ്ലോബൽ എന്ന് നമ്മൾ പറയും. അതായത് നമ്മുടെ ഭൂമിയെ മുഴുവൻ ചുറ്റിക്കൊണ്ടുവരുന്ന ഒരു വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഓഷ്യൻ കറണ്ട് ഇതിലൂടെ താഴത്തൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭൂമിയെ മുഴുവൻ ചുറ്റുന്ന ഒരേ ഒരു കറണ്ടാണ് വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അത് കോൾഡ് കറണ്ടാണ്. അത് മാത്രമല്ല ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കറണ്ടും വൺ ഓഫ് ദി ലാർജസ്റ്റ് ആയിട്ടുള്ള കറണ്ടും വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് ആണ്. ഓക്കെ, സ്ട്രോങ് ആണ്, ലാർജ് ആണ്, അതുപോലെ തന്നെ സർക്കം ഗ്ലോബൽ ആണ്. അതായത് ഗ്ലോബൽ നമ്മുടെ മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോബിനെ ചുറ്റി വരുന്ന ഒന്നും കൂടെയാണ്. അത് കാണുന്നത് ദക്ഷിണ ധ്രുവത്തിലാണ്. ഓക്കെ, ദക്ഷിണ ധ്രുവത്തിലാണ് ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ എൻറ്റയർ ദക്ഷിണ ധ്രുവത്തിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് വരുന്നതാണ് വെസ്റ്റ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന കറണ്ട്. ഓക്കെ, വെസ്റ്റ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന കറണ്ട്. ഈ കറണ്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കോൾഡ് കറണ്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക, ഈ ഒരു വാം ആയിട്ടുള്ള കറണ്ട് ഇങ്ങനെ വന്നിട്ട് വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റിന്റെ ഭാഗമായിട്ട് ചേരുകയും ആ വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റിന്റെ ഭാഗമായിട്ട് പോകുന്ന ഈ ഒരു കറണ്ട് സ്വാഭാവികമായിട്ടും കോൾഡ് ആയിട്ട് മാറുകയും ആ കോൾഡ് കറണ്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് കോൾഡ് കറണ്ട് ആയിട്ട് തന്നെയായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് മൂവ് ചെയ്യുന്നത് കോൾഡ് കറണ്ട് ആയിട്ട് തന്നെ ആയിരിക്കും. അതിന് കാരണം ഈ പറയുന്ന വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിലെ ലാർജ് ഏരിയ ഓഷ്യൻ ആണ്. കോണ്ടിനെന്റാലിറ്റിയുടെ അളവ് കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചൂട് കുറവായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ദക്ഷിണ ധ്രുവത്തിൽ അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ വെസ്റ്റ് ടു ഈസ്റ്റ് ഫ്ലോ ചെയ്യുന്ന കറണ്ടുകൾ കോൾഡ് കറണ്ട് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന കാര്യമാണ്. ജനറൽ ആയിട്ട് മാത്രം പറയുന്ന കാര്യമാണ്. ഒന്നോ രണ്ടോ എക്സംഷൻസ് ഉണ്ടായിരിക്കാം. പക്ഷെ ജനറൽ ആയിട്ട് ഇങ്ങനെ പഠിച്ചു വയ്ക്കുക, ഇതാണ് ശരി, ഇതാണ് ശരി. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ നോക്കിയ സമയത്ത് എന്തായിരുന്നു, ഇവിടുന്ന് ഒയാഷിയോ കറണ്ട് വരുന്നുണ്ട്. ഒയാഷിയോ കറണ്ട് എന്ന് പറയുന്നത് കോണ്ടിനെന്റിന്റെ ഈസ്റ്റേൺ സൈഡിലാണ്. കോണ്ടിനെന്റിന്റെ ഈസ്റ്റേൺ സൈഡിലാണെങ്കിൽ വാം ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അതെന്താണ്, കോൾഡ് കറണ്ട് ആണ്. എക്സംഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലാബ്രഡോർ കറണ്ട് നമ്മൾ കണ്ടു, അതും എന്താണ്, എക്സംഷൻ ആണ്. അപ്പം അങ്ങനെ ഒന്നോ രണ്ടോ എക്സംഷൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന സമയത്ത് ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ അപ്ലിക്കബിൾ ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് വാം കറണ്ടും കോൾഡ് കറണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളത് ഇതാണ്. വാം കറണ്ടും കോൾഡ് കറണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം വരുന്നത് കോൾഡ് കറണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, ഇറ്റ് ക്യാരീസ് കോൾഡ്. ഓക്കെ, അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിനെയാണ് അത് ക്യാരി ചെയ്യുന്നത്. പോളാർ റീജിയൻ ഹൈ ലാറ്റിറ്റ്യൂഡിൽ നിന്നും 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലേക്ക് അല്ലെങ്കിൽ ഇക്വേറ്ററിലേക്കായിരിക്കും ആ ഒരു കോൾഡ് കറണ്ടിന്റെ മൂവ്മെന്റ്. എവിടുന്നാണ് അത് മൂവ് ചെയ്യുന്നത്? പോളാർ റീജിയനിൽ നിന്നാണ്. പോളാർ റീജിയൻ എന്ന് പറയുന്നത് ഹൈ ലാറ്റിറ്റ്യൂഡ് റീജിയൻ ആണ്. ആ ഹൈ ലാറ്റിറ്റ്യൂഡ് റീജിയനിൽ നിന്നും ഇക്വേറ്റർ എന്ന് പറയുന്ന 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലേക്ക്, ലോവർ ലാറ്റിറ്റ്യൂഡിലേക്കായിരിക്കും കോൾഡ് കറണ്ട് മൂവ് ചെയ്യുന്നത്. അടുത്തത് വാം കറണ്ട് വരുന്നുണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വാം ആയിട്ടുള്ള വാട്ടർ ആണ് അത് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, വാം ആയിട്ടുള്ള വാട്ടർ ആണ് അത് ക്യാരി ചെയ്യുന്നത്. ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ വാം ഓഷ്യൻ കറണ്ട് വാം കറണ്ടാണ് അല്ലെങ്കിൽ വാം വാട്ടർ ആണ് ക്യാരി ചെയ്യുന്നത്. അത് ലോവർ ലാറ്റിറ്റ്യൂഡിൽ നിന്ന് എന്ന് വെച്ചാൽ ഇക്വേറ്ററിൽ നിന്നും പോളാർ റീജിയനിലേക്കായിരിക്കും അത് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഇക്വേറ്ററിൽ നിന്നും പോളാർ റീജിയനിലേക്കാണ് അത് ട്രാവൽ ചെയ്യുന്നത്. വാം ഓഷ്യൻ കറണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം, നിർബന്ധമായിട്ടും ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. അപ്പം ലോവർ ലാറ്റിറ്റ്യൂഡിൽ നിന്നും ഹയർ ലാറ്റിറ്റ്യൂഡിലേക്കാണ് വാം ഓഷ്യൻ കറണ്ട് പോകുന്നത്. കോൾഡ് ഓഷ്യൻ കറണ്ട് ഹയർ ലാറ്റിറ്റ്യൂഡിൽ നിന്നും ലോവർ ലാറ്റിറ്റ്യൂഡിലേക്കാണ് വരുന്നത്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആകരുത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിനടുത്തത് ലൊക്കേഷൻ നമ്മൾ നോക്കുക. ജനറൽ റൂൾ ആണ്. ഞാൻ എപ്പോഴും പറഞ്ഞു ജനറൽ ആണ്. അതിൻ്റെ 2 എക്സെപ്ഷനും ഞാൻ പറഞ്ഞു. ലാബ്രഡോർ കറണ്ടും അതുപോലെ തന്നെ ഒയാഷിയോ കറണ്ടും രണ്ടും എക്സെപ്ഷൻ ആണ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഈസ്റ്റേൺ മാർജിൻ ഓഫ് ദി ഓഷ്യൻ. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും എഴുതുക? നിങ്ങൾക്ക് ഇങ്ങനെ ഏത് മാർജിനാണ്, ഓഷ്യൻ ആണോ കോണ്ടിനെൻ്റ് ആണോ, ഏത് സൈഡിലൂടെ പോകുന്നതാണ് എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഒറ്റയടിക്ക് നിങ്ങൾ എന്ത് എഴുതും? WCC എഴുതും. അതുപോലെ തന്നെ വാവ് എന്ന് എഴുതും. ഓക്കെ, WCC എഴുതും, വാവ് എഴുതും. എന്നിട്ട് നിങ്ങൾ നോക്കും, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഓഷ്യൻസിൻ്റെ കേസാണ് ചോദിച്ചത്. ഓഷ്യൻസിൻ്റെ ആകുമ്പോൾ വാവ് ആണ് എടുക്കേണ്ടത്. നടുക്ക് ഓഷ്യൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓഷ്യൻ്റെ വെസ്റ്റേൺ സൈഡിൽ വാം ആണ്. അപ്പോൾ ഈസ്റ്റേൺ സൈഡ് എന്തായിരിക്കും? കോൾഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈസ്റ്റേൺ സൈഡ് കോൾഡ് കറണ്ട് ആണ്. നിങ്ങൾക്ക് കിട്ടി, കണ്ടോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു കോഡ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓഷ്യൻ്റെ ഈസ്റ്റേൺ സൈഡ് കോൾഡ് ആണ്, നിങ്ങൾക്ക് കിട്ടി. ഓഷ്യൻ്റെ വെസ്റ്റേൺ സൈഡ് വാം ആണ്, വാവ്. ഓക്കെ, ഓഷ്യൻ്റെ വെസ്റ്റേൺ സൈഡ് വാം ആണ്, നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഇനി കോണ്ടിനെൻ്റ് ആണെങ്കിൽ നേരെ തിരിച്ച് WCC എടുത്താൽ മതി. അതിനടുത്തത് ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ. അതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ആ ഒരു ഡയഗ്രാം കാണിച്ചു തന്നത്. അവിടെ ഫ്രം ഇക്വേറ്റർ
ടു ദ പോൾ റീജിയൻ ആണ്. ഇക്വേറ്ററിലാകുന്ന സമയത്ത് അത് ഹീറ്റ് ആകും. ആ ഹീറ്റായ ജലമായിരിക്കും പോളാർ റീജിയനിലേക്ക് പോകുന്നത്. ഇത് ഇക്വേറ്ററിൽ നിന്ന് പോകാനുള്ള റീസൺ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്തിട്ട് അതിന്റെ ഡെൻസിറ്റി കൂടും, അവിടെ ബൾജാകും. ആ ബൾജാകുന്ന വെള്ളമാണ് പോളാർ റീജിയനിലേക്ക് പോകുന്നത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ എന്ന് പറയുന്നത് ഇക്വേറ്റർ വേർഡ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേറ്ററിൽ നിന്നും കോൾഡ് കറണ്ട് ആണ്, അത് പോളാർ റീജിയനിൽ നിന്നും ഇക്വേറ്ററിലേക്കാണ് വരുന്നത്. ഓക്കെ, അടുത്തത് വാം ഓഷ്യൻ കറണ്ട്. വാം ഓഷ്യൻ കറണ്ട് പോൾ വേർഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേറ്ററിൽ നിന്നും പോളാർ റീജിയനിലേക്കായിരിക്കും വാം ഓഷ്യൻ കറണ്ടുകൾ ട്രാവൽ ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല തവണയും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് എഫക്റ്റ് ഓൺ ക്ലൈമറ്റ്. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും നമ്മുടെ ഈ ഒരു സെഷൻ്റെ അവസാനത്തിൽ ഉണ്ടായിരിക്കും. അതും കൂടെ സോൾവ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണ് എഫക്റ്റ് ഓൺ ദ ക്ലൈമറ്റ്. കാലാവസ്ഥയിൽ ഓഷ്യൻ കറണ്ടുകൾക്കുള്ള സ്വാധീനം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോൾഡ് കറണ്ട്, നിങ്ങൾക്കറിയാം തണുപ്പുള്ളതിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും. ഓക്കെ, തണുപ്പുള്ളതിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് തണുപ്പ് ഫീൽ ചെയ്യും. പക്ഷെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളൊരു AC ഇട്ട റൂമിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, തണുത്ത റൂമിലാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സ്കിന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആവും. ഓക്കെ, അപ്പോൾ കോൾഡ് എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. കോൾഡ് എന്ന് പറയുന്നത് ഡ്രൈയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ കോൾഡ് എന്ന് പറയുന്നത് ഡ്രൈ ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം അതുകൊണ്ട് തന്നെ കോൾഡ് കറണ്ട് എന്ന് പറയുന്നത് അഡ്ജസൻ്റ് കോൾഡ് അല്ലെങ്കിൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള കോസ്റ്റൽ റീജിയനെ തണുപ്പിക്കും, കൂളാക്കും. അതുകൊണ്ട് തന്നെ റെഡ്യൂസ് ദ എയർ ടെമ്പറേച്ചർ അവിടെ പെട്ടെന്ന് ഫോൾ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിർബന്ധമാണ്, ഓർത്ത് വെക്കണം. അടുത്തതാണ് വാം ആൻഡ് അഡ്ജസൻ്റ് കോസ്റ്റൽ റീജിയൻ. വാം കറണ്ട് പോകുന്ന സമയത്ത്, കാരണം ചൂടുള്ളതിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ചൂട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ വാം കറണ്ട് ഫ്ലോ ചെയ്യുന്ന പ്രദേശങ്ങളൊക്കെ ചൂട് പ്രദേശങ്ങളായിട്ട് നിൽക്കുന്നതായിരിക്കും. ചൂടാകുന്ന സമയത്ത് അവിടെ അപ്വെല്ലിംഗ് ഉണ്ടായിരിക്കും, അതായത് എയർ മുകളിലേക്ക് റൈസ് ചെയ്യുന്നതായിരിക്കും. എയർ മുകളിലേക്ക് പോകുന്ന സമയത്ത്, ഇത് നടക്കുന്നത് എവിടെയാണ്, ഓഷ്യൻ്റെ മുകളിലാണ്, സമുദ്രത്തിൻ്റെ മുകളിലാണ്. അപ്പം എയർ മുകളിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നീരാവിയും കൂടെ കൊണ്ടായിരിക്കും മുകളിലേക്ക് പോകുന്നത്. അത് മുകളിലെത്തുന്ന സമയത്ത് ക്ലൗഡ്സ് അല്ലെങ്കിൽ മേഘങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് കാരണമാകും. ഓക്കെ, അങ്ങനെ മേഘങ്ങൾ ഉണ്ടായി. ആ മേഘങ്ങൾ സീ ബ്രീസ് കാരണം സമുദ്രത്തിൽ നിന്നും കരയിലേക്ക് എത്തുകയും ഈ വാം വാട്ടറിൻ്റെ നിയർ ബൈ ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ വാം വാട്ടർ അല്ലെങ്കിൽ വാം കറണ്ട് ഒഴുകുന്നതിന് അടുത്തുള്ള തീരങ്ങളിൽ ഹെവി റെയിൻസ് ഉണ്ടാക്കാൻ കാരണമാകുകയും ചെയ്യും. ഓക്കെ, ശക്തമായ മഴ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണമാകും. അതും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ വാം കറണ്ട് എന്ന് പറയുന്നത് ഇൻക്രീസസ് ദ എയർ ടെമ്പറേച്ചർ, അവിടെ വാം ക്ലൈമറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹെവി റെയിൻ ഉണ്ടാകാൻ കാരണമാകും. അപ്പോൾ ഹെവി റെയിൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണമാകും. അതുപോലെ തന്നെ സൈക്ലോൺസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. അതും കൂടെ ഒന്ന് റെഫർ ചെയ്യണേ. ദെൻ എഫക്റ്റ് ഓൺ ദ റെയിൻഫാൾ. പ്രത്യേകം ശ്രദ്ധിക്കുക, കോൾഡ് ഓഷ്യൻ കറണ്ട് ആണെങ്കിൽ അവിടെ റെഡ്യൂസസ് ദ റെയിൻഫാൾ. നമ്മൾ പറഞ്ഞു കോൾഡ് ആണെങ്കിൽ AC ഇടുന്ന സമയത്ത് അത് ഡ്രൈ ആയിട്ട് മാറും. അപ്പോൾ ഡ്രൈ ആയിട്ട് മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്ങിൽ വാട്ടർ കണ്ടന്റ്, വാട്ടർ വേപ്പേഴ്സ് ഇല്ലാതാവുകയാണ്. വാട്ടർ വേപ്പേഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ കുറയും. വാട്ടർ വേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ അത് മുകളിലേക്ക് റൈസ് ആയിട്ട് പോയിട്ട് കണ്ടൻസ് ആയിട്ട് മഴയായിട്ട് പെയ്യുള്ളൂ. അപ്പം കോൾഡ് കറണ്ട് ഡ്രൈ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവില്ല, മഴ ഉണ്ടാവുകയില്ല. അത് മാത്രമല്ല സ്റ്റേബിൾ എയർ ആണ്, എയർ ഡിസെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കോൾഡ് കറണ്ട് എന്ന് പറയുന്നത് അത് സ്റ്റേബിൾ എയർ ആയിരിക്കും. എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇമേജ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് അതിൻ്റെ ഇമേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൾഡ് കറണ്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ എയർ എന്തായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും, ഡ്രൈ ആയിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ഇൻക്രീസസ് ഇവാപ്പറേഷൻ ആൻഡ് ഹ്യൂമിഡിറ്റി. വാം കറണ്ട് ആകുന്ന സമയത്ത് ഇവാപ്പറേഷൻ കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും അതെന്തായിരിക്കും, ഹ്യൂമിഡിറ്റി മുകളിലേക്ക് കൊണ്ടുപോവുകയും കണ്ടൻസ് ആവുകയും ക്ലൗഡ് ഫോർമേഷൻ ഉണ്ടാവുകയും മഴ പെയ്യുന്നതിന് കാരണമായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, സോ ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് ദി റെയിൻഫോൾ ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഈ കോൾഡ് കറണ്ട് ഒഴുകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾ കണ്ടു മഴയില്ല എന്ന് കണ്ടു. അപ്പം നമ്മുടെ ലോകത്ത് ഏറ്റവും മഴ കുറവുള്ള പ്രദേശങ്ങളാണ് ഡെസേർട്ട് എന്ന് പറയുന്നത്. ഒരു വർഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 250 മില്ലിമീറ്റർ ആണ് ഡെസേർട്ട് പ്രദേശങ്ങളിൽ ലഭിക്കുന്ന മാക്സിമം മഴ. 250 മില്ലിമീറ്ററിൽ താഴെയാണ് ഡെസേർട്ട് പ്രദേശങ്ങളിൽ ഒരു വർഷം ലഭിക്കുന്ന മഴ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഡെസേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മഴയാണ് കേട്ടോ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. മഴ ഏറ്റവും കുറവ് കിട്ടുന്ന പ്രദേശങ്ങളാണ് ഡെസേർട്ട്. അത് ചൂട് കൂടിയതാവാം, തണുപ്പുള്ളതായിരിക്കാം. കാരണം കോൾഡ് ഡെസേർട്ട് വരുന്നുണ്ട്. ഓക്കെ,
കോൾഡ് ഡെസേർട്ട് വരുന്നുണ്ട്. നമ്മുടെ ജമ്മു കാശ്മീർ പ്രദേശത്തൊക്കെ നോക്കുന്ന സമയത്ത് അത് കോൾഡ് ഡെസേർട്ട് ആണ്. എന്നാൽ രാജസ്ഥാനിലെ താർ മരുഭൂമി എന്ന് പറയുന്നത് ഹോട്ട് ഡെസേർട്ട് ആണ്. അപ്പോൾ ഹോട്ട് ഡെസേർട്ടും കോൾഡ് ഡെസേർട്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം രണ്ട് പ്രദേശത്തും മഴ എന്ന് പറയുന്നത് 250 മില്ലിമീറ്ററിൽ താഴെയാണ്. അപ്പോൾ ഒരു പ്രദേശം ഡെസേർട്ട് ആണോ അല്ലെങ്കിൽ ആ ഒരു പ്രദേശം മരുഭൂമിയാണോ എന്ന് പറയുന്ന സമയത്ത് അതിന് നമ്മൾ കണക്കാക്കുന്നത് അവിടെ ലഭിക്കുന്ന ആനുവൽ റെയിൻഫാളിൻ്റെ എമൗണ്ട് ആണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. സാന്ദർഭികമായിട്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ദെൻ അസോസിയേറ്റഡ് ലാൻഡ് ഫോംസ് നമ്മൾ നോക്കുകയാണ്. ഈ ക്ലൈമറ്റ് സോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസോസിയേറ്റഡ് ലാൻഡ് ഫോംസ് നമ്മൾ നോക്കുന്ന സമയത്ത് കോൾഡ് ഓഷ്യൻ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് കോസ്റ്റൽ ഡെസേർട്ടുകൾ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൾഡ് കറണ്ട് ഒഴുകുന്ന അല്ലെങ്കിൽ കോൾഡ് കറണ്ട് പോകുന്ന കോണ്ടിനെന്റിന്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെസേർട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമീബിയ ഡെസേർട്ട്, അറ്റക്കാമ ഡെസേർട്ട്, സഹാറ ഡെസേർട്ട്, ഇങ്ങനെ ഒരുപാട് ഡെസേർട്ടുകൾ കോൾഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന പ്രദേശങ്ങൾക്ക് സമീപമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മാപ്പ് ഉണ്ട്, അവിടെ എത്തുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് അത് നിങ്ങൾക്ക് കാണാം. ഓക്കെ. എന്നാൽ വാം ഓഷ്യൻ കറണ്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ നല്ല മഴ കിട്ടുന്ന പ്രദേശങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ റീജിയൻസ് അവിടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അഗ്രികൾച്ചറൽ റീജിയൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഹൈലി പോപ്പുലേറ്റഡ് ആയിരിക്കും. ഓക്കെ, ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള പ്രദേശങ്ങളും കൂടെ ആയിരിക്കും. നിങ്ങൾ നോക്കുക, ഈസ്റ്റേൺ യു എസ് എ ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈസ്റ്റേൺ യു എസ് എന്ന് പറയുന്നത്. വെസ്റ്റേൺ യു എസിനെ അപേക്ഷിച്ചിട്ട് ഈസ്റ്റേൺ യു എസ് ആണ് ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ്. അതുപോലെ തന്നെ വെസ്റ്റേൺ യൂറോപ്പ് പക്ഷേ കോണ്ടിനെന്റാലിറ്റി ഉള്ളത് കൊണ്ട് അവിടെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, യൂറോപ്പ് കാരണം ഒരു ഓപ്പൺ ഏരിയ അല്ല. യൂറോപ്പ് എന്ന് പറയുന്നത് യുറാൽ മൗണ്ടെയിൻസിലേക്ക് വന്നാണ് ചേരുന്നത്. ദെൻ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള പ്രദേശം എന്ന് പറയുന്നതും അതിൻ്റെ വെസ്റ്റേൺ സൈഡ് തന്നെയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ്, അതുപോലെ തന്നെ വാം ക്ലൈമറ്റ് ആണ്, നന്നായിട്ട് സൺറൈസ് കിട്ടും, അതുപോലെ തന്നെ മഴയും കിട്ടും. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് അഗ്രികൾച്ചറൽ ഏരിയാസ് ആയിരിക്കും അത്തരം പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അഗ്രികൾച്ചറൽ ഏരിയാസ് ആയതുകൊണ്ട് തന്നെ, ഫെർട്ടൈൽ പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ പണ്ട് മുതലേ അവിടെ ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള നന്നായിട്ട് ജനവാസം വരുന്ന പ്രദേശങ്ങളും കൂടെ ആയിരിക്കും അത്തരം പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഇനി ഈ രണ്ട് കറണ്ടുകളെയും കമ്പയർ ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ക്ലൈമാറ്റിക് ഫിനോമിനാസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ കോൾഡ് കറണ്ടാണ്. ഓക്കെ, ഇവിടെ കോൾഡ് കറണ്ടാണ്. കോൾഡ് കറണ്ട് ആകുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, കോൾഡ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, ഹൈ പ്രഷർ ആയിരിക്കും അല്ലേ. ഇക്വേറ്ററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഭൂമി എടുക്കുന്ന സമയത്ത് ഇക്വേറ്ററിൽ ഹൈ പ്രഷറാണ്, മുകളിലേക്ക് ലോ പ്രഷറാണ്. ദെൻ 66.5 വരുന്ന സമയത്ത് ഹൈ പ്രഷറാണ്. പോളാർ റീജിയനിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും എന്താണ്, ലോ പ്രഷറാണ്. ലൈക്ക് പറഞ്ഞത് മാറിപ്പോയി. ഇവിടെ ലോ പ്രഷറാണ്, ഇവിടെ ഹൈ പ്രഷറാണ്. ഇവിടെ എന്താണ്, ലോ പ്രഷറാണ്, ഇവിടെ ഹൈ പ്രഷറാണ്. ഓക്കെ, അപ്പം കോൾഡ്, തണുപ്പ് എന്നൊക്കെ പറയുന്നത് ഹൈ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നന്നായിട്ട് പ്രഷർ ഉണ്ടായിരിക്കും. തണുത്ത പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഹൈ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നിർബന്ധമായിട്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഹൈ പ്രഷർ ഉണ്ടാവാൻ കാരണം എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, എയർ സബ്സിഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സബ്സിഡൻസ് ഓഫ് ദി എയർ താഴത്തേക്ക് വരുന്നുണ്ട്. ഈ വരുന്ന എയർ എന്താണ്, കോൾഡ് ആയിട്ടുള്ള എയർ ആയിരിക്കും. കാരണം താഴത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ എയർ കോൾഡ് ആയിരിക്കും. കോൾഡ് ആകുന്ന സമയത്താണ് അതിന് ഡെൻസിറ്റി കൂടുന്നത്. ഡെൻസിറ്റി കൂടുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, അത് താഴത്തേക്ക് വരുന്നത്. ചൂടാകുന്ന സമയത്ത് ഡെൻസിറ്റി കുറയും, അതുകൊണ്ടാണ് അത് മുകളിലേക്ക് പോകുന്നത്. ഡെൻസിറ്റി കുറഞ്ഞത് മുകളിലേക്ക് പോകും, ഡെൻസിറ്റി കൂടിയ തണുത്ത വായു താഴത്തേക്ക് വരും. അപ്പോൾ നിങ്ങൾ നോക്കുക, എന്തായാലും ഈ സമുദ്രത്തിനോട് അടുത്ത പ്രദേശങ്ങളിൽ ചെറിയ രൂപത്തിലൊക്കെ ഹ്യൂമിഡിറ്റി ഉണ്ടായിരിക്കും അല്ലേ. എന്തായാലും ഒരു പ്രദേശത്ത് സീറോ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന സംഭവമില്ല. ഓക്കെ, സീറോ ഹ്യൂമിഡിറ്റി ഇല്ല. ഇവിടെ നിങ്ങൾ നോക്കുകയാണ്, വാം കറണ്ട് വരുന്ന പ്രദേശത്ത് അവിടെ ചിലപ്പം 80% ആയിരിക്കും ഹ്യൂമിഡിറ്റി. എന്നാൽ ഈ കോൾഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ചിലപ്പം 20-30% ആയിരിക്കും ഹ്യൂമിഡിറ്റി. അതിനർത്ഥം അവിടെ ഹ്യൂമിഡിറ്റി തീരെ ഇല്ല എന്നല്ല, ഹ്യൂമിഡിറ്റി കുറവാണ് എന്നതാണ്. അപ്പോൾ ഈ തണുത്ത വായു വരുന്ന സമയത്ത് അല്ലെങ്കിൽ തണുത്ത പ്രദേശമാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഫോഗ് ഫോർമേഷൻ ഉണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ നോക്കുക, ഡിസംബർ മാസം രാവിലെ ഒരു 6:30-ക്കും 7 മണിക്കും ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും മഞ്ഞ് അല്ലെങ്കിൽ ഒരു മൂടൽ കാണാൻ വേണ്ടി പറ്റും, ഒരു ഫോഗ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എന്താണ്, ഈ എയർ തണുത്തത് കൊണ്ട് വായു എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള മോളിക്യൂൾസ് കണ്ടൻസ് ആയിട്ട് ഒരു ഐസിൻ്റെയും വെള്ളത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഫോർമാറ്റിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഫോഗ് ഫോർമേഷൻസ് ഉണ്ടാകുന്നത്. മിസ്റ്റ് ഇതൊക്കെ രൂപം കൊള്ളുന്നത് തണുത്ത അല്ലെങ്കിൽ കാലാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ കുറയുന്ന സമയത്താണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. കോൾഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന പ്രദേശങ്ങളിൽ ലോ പ്രഷർ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഹൈ പ്രഷർ ആയിരിക്കും, ലോ പ്രഷർ അല്ല, ഹൈ പ്രഷർ ആയിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത സമയത്ത് 2 സ്ഥലത്തും ലോ പ്രഷർ എന്ന് കൊടുത്തുപോയി. ഇവിടെ ഹൈ പ്രഷർ ആയിരിക്കും, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം എയർ സബ്സിഡ് ചെയ്യുന്ന പ്രദേശമാണ്, ഹൈ പ്രഷർ ആയിരിക്കും. ഓക്കെ, അപ്പം ലോ
അല്ലെങ്കിൽ കോൾഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സ്ഥലത്ത് ഹൈ പ്രഷർ ആയിരിക്കും, അവിടേക്ക് എയർ സബ്സിഡ് ചെയ്യുന്നുണ്ടായിരിക്കും, അവിടുത്തെ ഹ്യൂമിഡിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. എന്നാലും അത് തണുത്ത പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ ഫോഗ്, മൂടൽ മഞ്ഞുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വാം കറണ്ട് വരുന്ന പ്രദേശത്തേക്ക്, വാം കറണ്ട് അല്ലെങ്കിൽ ഹോട്ട് കറണ്ട് വരുന്ന പ്രദേശത്തേക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ ചൂടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ലോ പ്രഷർ ആയിരിക്കും, എയർ മുകളിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാം മുകളിലേക്ക് പോകുന്ന സമയത്ത് പ്രഷർ കുറവായിരിക്കും, എയർ അപ്രൈസിംഗ് ആണ് നടക്കുന്നത്. ആ പോകുന്ന പോക്കിൽ ഈ ഓഷ്യന്റെ സർഫസിൽ നിന്നുള്ള ഹ്യൂമിഡിറ്റിയും കൂടെ അത് കൊണ്ടുപോകും. ഓക്കെ, അങ്ങനെ ആ ഹ്യൂമിഡിറ്റി മുകളിലേക്ക് പോവുകയും കണ്ടൻസ് ആയിട്ട് ക്ലൗഡ് ഫോർമേഷൻ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഫോഗ് അല്ല, ക്ലൗഡ്സ് ആണ് വാം ഓഷ്യൻ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ദെൻ കോൾഡ് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഫോഗ് ആണ്. ഇത് നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ കോൾഡ് കറണ്ടും വാം കറണ്ടിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഇമേജ് സഹിതം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എപ്പോഴും ഈ ഒരു ഇമേജ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ദെൻ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. കോൾഡ് കറണ്ടും വാം കറണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നോക്കുന്നത്. അതിലാദ്യം വരുന്നത് ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റി. ഏറ്റവും കൂടുതലായിട്ട് പ്രൊഡക്ഷൻ, ഏറ്റവും കൂടുതലായിട്ട് ജീവജാലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ഏറ്റവും കൂടുതൽ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ഏറ്റവും കൂടുതൽ മത്സ്യങ്ങളുള്ളത്, ഏറ്റവും മികച്ച മത്സ്യബന്ധന പ്രദേശം, ഇതൊക്കെ കോൾഡ് ഓഷ്യൻ കറണ്ടാണ്. ഓക്കെ, കോൾഡ് ഓഷ്യൻ കറണ്ടാണ്. കാരണം കോൾഡ് ഓഷ്യൻ കറണ്ട് വരുന്ന പ്രദേശങ്ങളിൽ അത് സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ വന്നിട്ട് ചൂടാകുന്ന സമയത്ത് മുകളിലേക്ക് പൊങ്ങാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു അപ്പ് വെല്ലിംഗ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പ് വെല്ലിംഗ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വെള്ളം മുകളിലേക്ക് വരുന്ന സമയത്ത് ഈ അടിത്തട്ടിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളെയും അത് പതുക്കെ മുകളിലേക്ക് കൊണ്ടുവരും. എന്നുവെച്ചാൽ പലതരത്തിലുള്ള ന്യൂട്രിയൻസ് ഇത് മുകളിലേക്ക് വെള്ളം പോകുന്ന സമയത്ത് ഇതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ന്യൂട്രിയൻസ്, പലതരത്തിലുള്ള ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ പൊങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ പൊങ്ങി വരുന്നത് കൊണ്ട് തന്നെ ഇത് ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം മത്സ്യങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫൈറ്റോ പ്ലാങ്ക്ടൺസിൻ്റെ വളർച്ച കൂടുതലായിരിക്കും. കാരണം ഈ ഓഷ്യൻ്റെ അടിത്തട്ടിലൂടെ വന്നിട്ട് പൊങ്ങി വരുന്ന വെള്ളത്തിലേക്ക് സ്വാഭാവികമായിട്ടും ഓഷ്യൻ്റെ അടിത്തട്ടിലൂടെ വരുന്ന സമയത്ത് ആ വെള്ളം എന്തായിരിക്കും, ഈ ഓഷ്യൻ്റെ അടിത്തട്ടിലൂടെ വരുന്ന സമയത്ത് അവിടെയുള്ള ലവണങ്ങളും അവിടെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മിനറൽസും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾസും കമ്പോണൻസും ഒക്കെ ഈ വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ടായിരിക്കും. ആ ലയിച്ച വെള്ളമാണ് മുകളിലേക്ക് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർട്ടൈൽ വാട്ടറാണ്. ഓക്കെ, ഫെർട്ടൈൽ വാട്ടറാണ്. അതുകൊണ്ട് തന്നെ ഫൈറ്റോ പ്ലാങ്ക്ടൺസിന് വളരാൻ ആവശ്യമായിട്ടുള്ള വളക്കൂറുള്ള വെള്ളമാണ് ഇത് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഫൈറ്റോ പ്ലാങ്ക്ടൺസിൻ്റെ വളർച്ച കൂടുതലായിരിക്കും. ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസിനെ കഴിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും മത്സ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം കൂടിയാണ് കോൾഡ് ഓഷ്യൻ കറണ്ടുകൾ വരുന്ന പ്രദേശം. അപ്പോൾ നിങ്ങൾ നോക്കുക, വെരി ഹൈ ആണ് കോൾഡ് ഓഷ്യൻ കറണ്ടിലെ ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. വെരി ഹൈ ആണ് ഡ്യൂ ടു അപ്പ് വെല്ലിംഗ്. സമുദ്രജലം മുകളിലേക്ക് പൊങ്ങുന്നത് കൊണ്ട് അവിടുത്തെ പ്രൊഡക്ടിവിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റിച്ച് ആയിട്ടുള്ള ഫിഷിംഗ് ഗ്രൗണ്ടുകളാണ് ഇത്തരം പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റി വളരെ കൂടുതലാണ്, റിച്ച് ആയിട്ടുള്ള പ്രദേശങ്ങളാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കോൾഡ് ഓഷ്യൻ കറണ്ട് എന്ന് പറയുന്നത് റിച്ച് ഫിഷിംഗ് ഗ്രൗണ്ടുകളാണ്. അവിടെ അപ്പ് വെല്ലിംഗ് നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി കൊണ്ട് നോക്കേണ്ടത് ഫൈറ്റോ പ്ലാങ്ക്ടൺസിന്റെ ഗ്രോത്ത് ഏറ്റവും കൂടുതലായിരിക്കും. ദെൻ വാം ഓഷ്യൻ കറണ്ടിലേക്ക് വരുന്ന സമയത്ത് പ്രൊഡക്ടിവിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം അപ്പ് വെല്ലിംഗ് അല്ല അവിടെ നടക്കുന്നത്, മറിച്ച് വാം ഓഷ്യൻ കറണ്ട്സ് പോയിട്ട് ഡൗൺ വെല്ലിംഗ് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ അത് താഴത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഷ്യൻ സർഫസിലുള്ള സാധനത്തെയും കൂടെ താഴത്തേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രൊഡക്ടിവിറ്റി വളരെ കുറവായിരിക്കും, ഫെർട്ടിലിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് ഫൈറ്റോ പ്ലാങ്ക്ടൺസിന്റെ വളർച്ച കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മത്സ്യങ്ങൾ പൊതുവെ കുറവാണ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ഫോഗ് ഫോർമേഷൻ്റെ കേസ് ഓൾറെഡി ഞാൻ ഇമേജ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. കോൾഡ് ഓഷ്യൻ കറണ്ടിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് വളരെയധികം ഫോഗ് ഫോർമേഷൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, വളരെയധികം കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഏറ്റവും കൂടുതൽ ഫോഗ് ഫോർമേഷൻ ഉണ്ടാകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കോൾഡ് കറണ്ട് പോയിട്ട് ഒരു വാം കറണ്ടുമായിട്ട് മീറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് വാം കറണ്ടാണ്. ഈ വാം കറണ്ട് പോയിട്ട് ഒരു കോൾഡ് കറണ്ടുമായിട്ട് മീറ്റ് ചെയ്യുന്ന പ്രദേശങ്ങളിൽ സാധാരണ ഫോഗ് ഏറ്റവും കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ അമേരിക്കയുടെ ഈസ്റ്റേൺ കോസ്റ്റിൽ വരുന്ന ന്യൂ ഫൗണ്ട്ലാൻഡ് എന്ന് പറയുന്ന പ്രദേശം, അവിടെ ഈ പറയുന്ന വാം കറണ്ടും അതുപോലെ തന്നെ കോൾഡ് കറണ്ടും മീറ്റ് ചെയ്യുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ നന്നായിട്ട് ഫോഗ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ലാബ്രഡോർ കറണ്ട് വരുന്നുണ്ട്. ഓക്കെ, ഈ ലാബ്രഡോർ കറണ്ടാണ് മുകളിൽ നിന്ന് വരുന്ന കോൾഡ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഫോഗ് ഫോർമേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഫോഗ് ഫോർമേഷൻസ് പലപ്പോഴും സമുദ്രയാത്രകൾക്കൊക്കെ വളരെയധികം പ്രയാസം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ലാബ്രഡോർ കറണ്ട് കാരണം ഉണ്ടായിട്ടുള്ള ഫോഗ് ഫോർമേഷൻ കാരണമാണ് ടൈറ്റാനിക് മുങ്ങിപ്പോകാൻ കാരണം ഈ ഒരു ഫോഗ് ഫോർമേഷനാണ്. കാരണം മുമ്പിലുള്ള മഞ്ഞുമല അവർക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. കാരണം മുമ്പിൽ മുഴുവൻ ഫോഗായിരുന്നു. ആ മഞ്ഞുമലയിൽ പോയി ഇടിക്കുകയും അത് തകരാനും കാരണമായത് ഇത്തരത്തിലുള്ള ഫോഗുകളാണ്. അതുകൊണ്ട് സമുദ്രയാത്രയ്ക്ക് ഏറ്റവും പ്രയാസമുള്ളൊരു പ്രദേശമാണ് കോൾഡ് കറണ്ടുകൾ എന്ന് പറയുന്നത്.
ഈ കോൾഡ് കറണ്ടുകളെ മുറിച്ച് കടന്നുകൊണ്ട് സമുദ്രയാത്ര നടത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, പ്രയാസമായിട്ടുള്ള കാര്യമാണ്. അതും കൂടെ അതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ വെൻ മോയിസ്റ്റ് എയർ മീറ്റ്സ് ദ കോൾഡ് വാട്ടർ, അതെന്തായിരിക്കും, അവിടെ നന്നായിട്ട് ഫോഗ് ഉണ്ടായിരിക്കും, പക്ഷെ അവിടെ പ്രൊഡക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. അതിന് എക്സാമ്പിളാണ് ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ വാം കറണ്ടും അതുപോലെ തന്നെ കോൾഡ് കറണ്ടും മീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വാട്ടറിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സർക്കുലാർ മൂവ്മെൻറ്റ് നടക്കും. അതുകൊണ്ട് അങ്ങനെ സർക്കുലാർ മൂവ്മെൻറ്റും വാട്ടർ മിക്സിങ്ങും നടക്കുന്ന സമയത്ത് അവിടെ പ്രൊഡക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. ലോകത്തെ ഏറ്റവും മികച്ച ഫിഷിംഗ് ഗ്രൗണ്ടുകൾ ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. വാം കറണ്ടും കോൾഡ് കറണ്ടും മീറ്റ് ചെയ്യുന്ന പ്രദേശങ്ങളിൽ ലോകത്തെ ഏറ്റവും മികച്ച ഫിഷിംഗ് ഗ്രൗണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിനൊരു എക്സാമ്പിളാണ് ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജപ്പാൻ്റെ ഈസ്റ്റേൺ കോസ്റ്റ് ഒറോഷിയോ കറണ്ടും അതുപോലെ തന്നെ കുറോഷിയോ കറണ്ടും രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ജപ്പാൻ്റെ ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ലോകത്തെ ഫിഷിംഗ് ഗ്രൗണ്ടാണ്. ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ വാം കറണ്ടിലേക്ക് വരുന്ന സമയത്ത് അതിൽ ഫോഗ് ഫോർമേഷൻസ് വളരെ കുറവാണ്, മറിച്ച് അവിടെ ക്ലൗഡ് ഫോർമേഷനാണ് നടക്കുന്നത്. ഓക്കെ, അടുത്തത് എഫക്റ്റ് ഓൺ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നമ്മൾ പറഞ്ഞു ഹൈ പ്രഷർ സോണുകളാണ്. കോൾഡ് കറണ്ട് എന്ന് പറയുന്നത് ഹൈ പ്രഷർ സോണുകളാണ്. എയർ ഡിസെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എയർ എവിടെയെങ്കിലും താഴത്തേക്ക് വരികയാണ്, ഡിസെൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേബിൾ എയർ കണ്ടീഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സൈക്ലോൺ ഫോർമേഷൻസ് ഉണ്ടാവുകയില്ല. ഓക്കെ, എയർ ഡിസെൻഡ് ചെയ്യുകയാണ്, താഴത്തേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേബിൾ എയർ കണ്ടീഷൻ ആയിരിക്കും. സ്റ്റേബിൾ എയർ കണ്ടീഷൻസ് ആണെങ്കിൽ അവിടെ ഒരിക്കലും സൈക്ലോൺസ് ഉണ്ടാവുകയില്ല. കൊടുങ്കാറ്റുകൾ, ടൈഫൂൺസ്, സൈക്ലോൺസ് ഇതൊന്നും ഉണ്ടാവുകയില്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, സോ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ അടുത്തത് വാം ഓഷ്യൻ കറണ്ടിലേക്ക് വരുന്ന സമയത്ത് ഈ എയർ അല്ലെങ്കിൽ ചുറ്റുമുള്ള വായു മുകളിലേക്കാണ് പോകുന്നത്. വായു മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് കൊറിയോലിസിസ് ഫോഴ്സ് കാരണം അത് കറങ്ങാൻ കാരണമാവുകയും അങ്ങനെയുള്ള ആ കറക്കം എന്ന് പറയുന്നത് സൈക്ലോൺസിൻ്റെ ഫോർമേഷനിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ പ്രഷർ സോൺ ആണ്, അൺസ്റ്റേബിൾ എയർ ആണ്, കാരണം എയർ മുകളിലേക്കായിരിക്കും പോകുന്നത്, മോയിസ്റ്റ് എയർ ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ക്ലൗഡ് ഫോർമേഷൻസ് ഉണ്ടായിരിക്കും, തണ്ടർ ഉണ്ടായിരിക്കും, ഇടിയും മഴയും ഒക്കെ ഉണ്ടായിരിക്കും, സൈക്ലോൺസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം സൈക്ലോൺസ് ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത് 26 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിരിക്കണം സീ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, SST. ഓക്കെ, സീ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 26 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണെങ്കിൽ അവിടെ സൈക്ലോൺ ഫോർമേഷന് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, വാം ഓഷ്യൻ കറണ്ടാണ്, സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്വേർഡ് മൂവ്മെൻ്റ് ആണ്. അപ്വേർഡ് മൂവ്മെൻ്റ് ആകുന്ന സമയത്ത് സൈക്ലോൺസ് മുകളിലേക്കാണ് പോകുന്നത്. ആ കണ്ടീഷൻസും സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാം ഓഷ്യൻ കറൻസിനോട് അടുത്തുള്ള പ്രദേശങ്ങളിൽ സൈക്ലോൺസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കാരണം 26 ഡിഗ്രി സെൽഷ്യസിൽ മുകളിലായിരിക്കും അത്തരം പ്രദേശങ്ങളുടെ താപനില, ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എഫക്റ്റ് ഓൺ ദ സൈക്ലോൺസ് നന്നായിട്ട് പഠിക്കുക. കോൾഡ് ഓഷ്യൻ കറൻസിലേക്ക് വരുന്ന സമയത്ത് അവിടെ സൈക്ലോൺ ഫോർമേഷൻസിന് സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് സപ്രസസ് ദ സൈക്ലോൺസ്. ഇവിടെ സൈക്ലോൺസ് ഉണ്ടാവില്ല. എന്നാൽ വാം ഓഷ്യൻ കറൻസ് വരുന്ന സമയത്ത് അവിടെ സൈക്ലോൺസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇറ്റ് എൻഹാൻസസ് ദ സൈക്ലോൺസ്. ദെൻ മറ്റേ കാര്യം നമ്മൾ പറഞ്ഞു, അടുത്ത കാര്യം നമ്മൾ പറഞ്ഞു, നാവിഗേഷൻ എഫക്റ്റ് കോൾഡ് ആണ് എന്നുണ്ടെങ്കിൽ ഫോഗ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നാവിഗേഷൻസ്, കപ്പൽ ഗതാഗതത്തിന്, ജലഗതാഗതത്തിന് ഏറ്റവും പ്രയാസമുള്ള പ്രദേശമാണ് കോൾഡ് ഓഷ്യൻ കറണ്ടുകൾ വരുന്ന പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ കോൾഡ് ഓഷ്യൻ കറണ്ട് വരുന്ന പ്രദേശമാണെങ്കിൽ അത്തരം പ്രദേശങ്ങളിലൂടെ നാവിഗേഷൻസ് നടത്തുക, കപ്പൽ യാത്ര നടത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ദെൻ വാം കറണ്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ സ്മൂത്ത് ആയിട്ടുള്ള നാവിഗേഷൻ ആയിരിക്കും. കാരണം ഐസുകളുടെ രൂപീകരണം ഉണ്ടാവുകയില്ല, ഐസുകൾ ഉണ്ടായിരിക്കില്ല. പക്ഷേ കോൾഡ് കറണ്ട് ആണെങ്കിൽ പോളാർ റീജിയനിൽ നിന്ന് വരുന്നത് കൊണ്ട് ചിലപ്പോൾ പോളാർ റീജിയനിൽ നിന്ന് അടന്നു പോയിട്ടുള്ള ആ ഒരു ഐസിനെയും കൂടെ വഹിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് വരുന്നത്. അപ്പം ഈ കോൾഡ് കറണ്ട് പോളാർ റീജിയനിൽ നിന്ന് വരുന്ന സമയത്ത് അത്തരം ഐസ്ബർഗ്സുമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ കപ്പലുകൾ ഇതുവഴി പോകുന്ന സമയത്ത് അത്തരം ഐസ്ബർഗ്സിനെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പെട്ടെന്നായിരിക്കും മുമ്പിൽ ഒരു വലിയ മഞ്ഞുമല കാണാൻ വേണ്ടി പറ്റുന്നത്, അതിലിടിച്ച് കപ്പൽ തകരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ കോൾഡ് ഓഷ്യൻ കറണ്ടിൻ്റെ കേസിലേക്ക് നാവിഗേഷൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ വാം കറണ്ട് ആകുന്ന സമയത്ത് മുമ്പിൽ ഫോഗ് ഉണ്ടായിരിക്കില്ല, ഐസ് ഉണ്ടായിരിക്കില്ല. കാരണം ചൂടുള്ള വെള്ളമായതുകൊണ്ട് ഐസിനെ മുഴുവൻ മെൽറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്മൂത്ത് നാവിഗേഷൻസ് നമുക്ക് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇടിയും മഴയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കോൾഡ് കറണ്ടും അതുപോലെ തന്നെ വാം കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിർബന്ധമായിട്ടും ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് മനസ്സിലാക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഇതുവരെയുള്ള ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ചോദിക്കാവുന്നതാണ്. അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഞാനത് ക്ലിയർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇനി നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട ഓഷ്യൻ കറണ്ടുകളെ കുറിച്ചാണ്.
ഇനി നമുക്ക് ഇതുവരെ നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം ചെയ്ത് നോക്കാം. ഓക്കെ, ശരിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടെന്നുള്ളത്. നമ്മൾ ഇതുവരെ പഠിച്ച ഡയറക്ഷൻസ് മാത്രം മതി. അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, അതായത് ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ചോദ്യം വായിക്കാം. ഓക്കെ, ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, so which of the following correctly describes the general direction of the cold currents in the northern hemisphere? ഓക്കെ, ഇനി ഓപ്ഷൻസ് വായിക്കുക. ഓപ്ഷൻ വായിക്കുന്ന സമയത്ത് മാർജിൻ ഏതാണെന്നുള്ളത് നോക്കുക. മാർജിൻ എല്ലാം കൊടുത്തിരിക്കുന്നത് ഓഷ്യൻ ആണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഏതാണ്, വാവ് ആണ്. ഓക്കെ, വാവ് ആണ് എടുക്കേണ്ടത്. കാരണം നടുക്ക് ഓ വരണം, നടുക്ക് ഓ വരുന്നത് വാവ് ആണ്. ഓക്കെ, ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഇതിൻ്റെ ഡയറക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ ഏതാണ്, നോർത്ത് വേർഡ് മൂവ്മെൻറ്റ് വരുന്നുണ്ട്, സൗത്ത് വേർഡ് മൂവ്മെൻറ്റ് വരുന്നുണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെയാണ് നോർത്ത് വേർഡ്, ഇവിടെയാണ് സൗത്ത് വേർഡ് മൂവ്മെൻറ്റ് വരുന്നത്. ഇത് വെസ്റ്റേൺ കോസ്റ്റ് ആണ്, ഇത് ഈസ്റ്റേൺ കോസ്റ്റ് ആണ്. എന്നാൽ സദേൺ ഹെമിസ്ഫിയറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ താഴത്തേക്കും ഇവിടെ മുകളിലേക്കുമാണ് വരുന്നത്. ഓക്കെ, നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ കണ്ടതാണ്, കണ്ടില്ലേ? ഈ ഒരു ഡയറക്ഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, മുകളിലേക്കും താഴേക്കുള്ള ഒരു ഡയറക്ഷൻ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ വെസ്റ്റ് ആണ്, ഇവിടെ ഈസ്റ്റ് ആണ്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കുക. ആദ്യം നോർത്ത് വേർഡ് ഓഫ് ദ വെസ്റ്റേൺ മാർജിൻ. ഓക്കെ, നോർത്ത് വേർഡ് ഓഫ് ദി വെസ്റ്റേൺ മാർജിൻ, അത് കോൾഡ് കറണ്ട് ആയിരിക്കും എന്നുള്ളത് നോക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാവ് ആണ്. അപ്പോൾ ഓഷ്യൻ്റെ വെസ്റ്റേൺ കോണ്ടിനെൻറ്റ് വാം ആണ്, വെസ്റ്റേൺ കോണ്ടിനെൻറ്റ് വാം ആണ്. അപ്പോൾ എന്തായിരിക്കണം, വെസ്റ്റേൺ കോണ്ടിനെൻറ്റ് വാം ആയിരിക്കണം. സദേൺ എന്ന് പറയുന്നത് കോൾഡ് ആയിരിക്കണം. ഓക്കെ, സദേൺ എന്ന് പറയുന്നത് കോൾഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ നോക്കുക, നോർത്ത് വേർഡ് മൂവ്മെൻറ്റ്, നോർത്ത് വേർഡ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, വെസ്റ്റ് ആണ്. സൗത്ത് വേർഡ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, അത് ഈസ്റ്റ് ആണ്. സൗത്ത് വേർഡ് ഈസ്റ്റ് ആണ്, ദെൻ നോർത്ത് വേർഡ് വെസ്റ്റ് ആണ്. അപ്പോൾ വെസ്റ്റ് ആണെങ്കിൽ വാം കറണ്ട് വരണം. ഓക്കെ, അതെന്താണ്, കോൾഡ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോൾഡ് കറണ്ടിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വെസ്റ്റ് വേർഡ് ആവാൻ സാധ്യതയില്ല. ഓക്കെ, വെസ്റ്റ് ആണെങ്കിൽ വാം ആണ്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ സൗത്തിൽ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. ഇനി സൗത്തിൽ എങ്ങനെയായിരിക്കണം, സൗത്തിൽ ഈ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സൗത്ത് വേർഡ് ആണ്, കണ്ടോ? ഓക്കെ, അപ്പോൾ സൗത്ത് വേർഡ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഈസ്റ്റേൺ സൈഡിലായിരിക്കണം വരേണ്ടത്, സൗത്ത് വേർഡ് മൂവ്മെൻ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ നോക്കുക, സൗത്ത് വേർഡ് മൂവ്മെൻറ്റ് ഓൺ ദി ഈസ്റ്റേൺ മാർജിൻ, കറക്റ്റ് ആണ് അല്ലേ? സൗത്ത് വേർഡ് മൂവ്മെൻറ്റ് ഓൺ ദി ഈസ്റ്റേൺ മാർജിൻ, ഇത് സൗത്ത് വേർഡ് ആണ് മൂവ് ചെയ്യുന്നത് അല്ലേ? പോളാർ റീജിയനിൽ നിന്നും ഇക്വേറ്റർ റീജിയനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇത് നോർത്ത് ആണ്, ഇത് സൗത്ത് ആണ്. സൗത്ത് ഡയറക്ഷനിലേക്കാണ് മൂവ്മെൻറ്റ് വരുന്നത്. ഈസ്റ്റേൺ സൈഡ് ആണ്, കോൾഡ് കറണ്ട് ആണ്. സോ ആൻസർ എന്താണ്, ബി ആണ്. ഓക്കെ, ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എത്ര ടഫ് ക്വസ്റ്റ്യൻസ് ആയാലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി ഓഷ്യൻ കറണ്ടിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. എന്നാലും നമുക്കൊന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സർക്കുലർ മോഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭൂമധ്യരേഖ പ്രദേശത്ത് കൂടുതലായിട്ട് വെയിലടിക്കുകയും കൂടുതലായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നത് കൊണ്ട് അവിടെ ചൂടാവും. ചൂടാകുന്ന വെള്ളം എന്തായിരിക്കും, അപ്വെല്ലിംഗ് ഉണ്ടാവുകയും അങ്ങനെ അപ്വെല്ലിംഗ് ഉണ്ടായിട്ടുള്ള ആ വെള്ളം എന്ന് പറയുന്നത് പോളാർ റീജിയനിലേക്ക് സീ സർഫസിലൂടെ പോവുകയും ചെയ്യും. അങ്ങനെ പോളാർ റീജിയനിലേക്ക് പോകുന്ന സമയത്ത്, പോളാർ റീജിയനിലേക്ക് എത്തുന്ന സമയത്ത് അത് തണുക്കുകയും ആ തണുത്ത വെള്ളം സമുദ്രത്തിലേക്ക് ഡെൻസിറ്റി കൂടിയത് കൊണ്ട് താഴത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ താഴത്തൂടെ വരുന്ന വെള്ളം എന്തായിരിക്കും, പതുക്കെ പതുക്കെ ഇക്വേറ്ററിലേക്ക് എത്തുന്നതിനനുസരിച്ചിട്ട് ചൂടാവുകയും അത് വീണ്ടും സർഫസിലേക്ക് പൊങ്ങുകയും ചെയ്യും. ചൂടായ വെള്ളം, ഇങ്ങനെ പൊങ്ങിയ വെള്ളം പിന്നെ എന്ത് ചെയ്യുന്നതായിരിക്കും, സർഫസിലൂടെ പോളാർ റീജിയനിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നതായിരിക്കും. ഇങ്ങനെ ഒരു കൺവെയർ ബെൽറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മുടെ മലയാളം നോട്ട്സിൽ നിന്ന് എടുത്തിട്ടുള്ള ഇമേജ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മലയാളം നോട്ട്സിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തു എന്ന് മാത്രം. അപ്പോൾ നോക്കുക, ഭൂമധ്യരേഖ പ്രദേശത്ത് നിന്ന് ധ്രുവ പ്രദേശങ്ങളിലേക്ക് നമ്മുടെ ഓഷ്യൻ്റെ സർഫസിലൂടെ പോകുന്നത് വാം കറണ്ട് ആയിരിക്കും. ഓക്കെ, അതിന് താഴത്തൂടെ വരുന്നത് എന്തായിരിക്കും, കോൾഡ് കറണ്ട് ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ദെൻ ഇത് സംഭവിക്കാൻ കാരണം എന്താണ്? ഓക്കെ, ഇതിൻ്റെ ഒരു റീസൺ ഉണ്ടായിരിക്കുമല്ലോ, ആ റീസണും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ചൂടാണെങ്കിൽ, വെള്ളം ചൂടാകുന്ന സമയത്ത്, ചൂട് വെള്ളമാകുന്ന സമയത്ത് അതിൻ്റെ വ്യാപ്തം കൂടും. വ്യാപ്തം കൂടുന്ന സമയത്ത് എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡെൻസിറ്റി കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? ഇതിന് ഡെൻസിറ്റി കുറവാണ്. ഈ തന്നിരിക്കുന്ന ഒരു സെൻറ്റിമീറ്റർ ക്യൂബ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള തന്മാത്രകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് മാസ് കുറവായിരിക്കും. വോളിയം സെയിം തന്നെയാണ്, മാസ് കുറവാണ്. അപ്പോൾ മാസ് ബൈ വോളിയം എന്ന് പറയുന്ന സമയത്ത് ഡെൻസിറ്റി കുറവായിരിക്കും. എന്നാൽ തണുത്ത വെള്ളമാകുന്ന സമയത്ത് തന്മാത്രകൾ വളരെ അടുത്തടുത്ത് ക്ലോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ചുരുങ്ങിയ വോളിയത്തിൽ മാസ് വളരെ കൂടുതലാണ്, വോളിയം കുറവാണ്. സ്വാഭാവികമായിട്ടും ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഡെൻസിറ്റി കൂടുന്ന സമയത്ത് തണുത്ത വെള്ളം എന്തായിരിക്കും, എപ്പോഴും താഴത്തേക്കായിരിക്കും പോകുന്നത്, ചൂടുവെള്ളം മുകളിലേക്കും വരും. അപ്പോൾ ഒരു ഭാഗത്ത് താഴത്തേക്ക്, മറ്റേ ഭാഗത്ത് മുകളിലേക്ക്. അപ്പോൾ അതൊരു കൺവെയർ ബെൽറ്റായിട്ട് പരസ്പരം സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു മൂവ്മെൻറ്റ്, മോഷൻ നടക്കുന്നതായിരിക്കും.
ഓക്കെ, അപ്പോൾ ആ ഒരു ലോജിക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നിർബന്ധമായിട്ടും ഓർത്തു വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശത്തൂടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഭൂമധ്യരേഖാ പ്രദേശത്ത് അത് ഉത്തര, അതായത് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലായാലും സദേൺ ഹെമിസ്ഫിയറിലായി കഴിഞ്ഞാലും അവിടെയുള്ള കൗണ്ടർ കറണ്ട് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈസ്റ്റേൺ റീജിയനിൽ നിന്നും വെസ്റ്റേൺ റീജിയനിലേക്കാണ്. ഓക്കെ, ഒരു ഇക്വറ്റോറിയൽ പ്രവാഹം ഇങ്ങോട്ടേക്കുണ്ട്, അതിനെ തുടർന്നുകൊണ്ട് ഒരു 5 to 10 ഡിഗ്രി നോർത്ത് സൗത്തിലേക്കായിട്ട് ഒരു കൗണ്ടർ ഉത്തര മധ്യരേഖ പ്രവാഹം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, രണ്ട് പ്രദേശത്തും അത് നോർത്തേൺ ഹെമിസ്ഫിയറിലായാലും സദേൺ ഹെമിസ്ഫിയറിലായാലും ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് അത് ഫ്ലോ ചെയ്യുന്നത്. നിർബന്ധമായിട്ടും അത് ഓർത്ത് വെക്കണം. ഇനി നിങ്ങൾ നോക്കുക, ഈ സർക്കുലേഷനെ നിങ്ങൾ അങ്ങ് കംപ്ലീറ്റ് ആക്കിയാൽ മതി. നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടി, ഇങ്ങനെ വന്നിട്ട് അത് മുകളിലേക്ക് പോയിട്ട് തിരിച്ച് ഇങ്ങനെ കറങ്ങി വരും. കണ്ടോ, ആ ക്ലോക്ക് കറങ്ങുന്ന അതേ ഡയറക്ഷനിലാണ് മൂവ്മെന്റ് നടക്കുന്നത്. ക്ലോക്ക് എങ്ങനെയാണോ കറങ്ങുന്നത് അതേപോലെ ആ ക്ലോക്കിന്റെ മിനിറ്റ് സൂചി നിങ്ങൾ നോക്കുക, അതിനനുസരിച്ചിട്ടല്ല ഞാനും കറക്കുന്നത്. കണ്ടോ, അപ്പോൾ എന്താണ്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൈക്ലിക് മൂവ്മെന്റ് ആണ്. ആ സൈക്ലിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓഷ്യൻ കറണ്ടിന് ഉള്ളത്. എന്നാൽ സദേൺ ഹെമിസ്ഫിയറിൽ നോക്കുന്ന സമയത്ത് ഇതിന്റെ നേരെ വിപരീതമായിട്ടുള്ള മൂവ്മെന്റ് ആണ്. കണ്ടോ, നേരെ വിപരീതമായിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത് ഇങ്ങോട്ടേക്ക് കറങ്ങുന്ന സമയത്ത് അതിന് നേരെ വിപരീതമായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സദേൺ ഹെമിസ്ഫിയറിൽ കറക്കുന്നത്. അതുകൊണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ് ആണ് സദേൺ ഹെമിസ്ഫിയറിൽ എന്ന് നിങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരും. സദേൺ ഹെമിസ്ഫിയറിൽ ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ആ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വെച്ചുകൊണ്ട് അതൊന്ന് ഓർത്ത് വയ്ക്കുക, കാരണം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പല തവണ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഓഷ്യൻ കറണ്ട് മൂവ് ചെയ്യുന്നത്. സദേൺ ഹെമിസ്ഫിയറിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. നിർബന്ധമായിട്ടും ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നിർബന്ധമായിട്ടും ഈ പോയിന്റ് ഓർത്ത് വെക്കണം. ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ജനറൽ ആയിട്ട് ആ കാര്യങ്ങളൊന്ന് നോക്കിയതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഓഷ്യൻ കറണ്ടിന്റെയും കേസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുക, ഈ കോൾഡ് കറണ്ട് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. കോൾഡ് കറണ്ട് എന്ന് പറയുന്നത് പോളാർ റീജിയനിൽ എത്തുന്ന സമയത്ത് താഴത്തേക്ക് പോകും, സിങ്ക് ചെയ്യുകയും എന്നിട്ട് ഓഷ്യന്റെ സർഫസിലൂടെ ഇക്വേറ്ററിലേക്ക് സബ് സർഫസ് ലെവലിലൂടെ ഫ്ലോ ചെയ്യും. സബ് സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കൂടെ അത് ഫ്ലോ ചെയ്ത് വരികയും അത് വാം കറണ്ട്. ഇനി അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, കോൾഡ് കറണ്ട് മൂവ് ചെയ്യുന്നത്. ഇനി വാം കറണ്ടിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് വാം കറണ്ട് ടോപ്പ് ലെവലിലൂടെ ഇക്വേറ്ററിൽ നിന്നും, അതായത് സർഫസ് ലെവലിലൂടെ ഇക്വേറ്ററിൽ നിന്നും പോളാർ റീജിയനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു മൂവ്മെന്റ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ദെൻ മറ്റൊരു ഇൻഫർമേഷൻ നമ്മൾ കണ്ടതാണ്, കോൾഡ് കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും വെസ്റ്റ് കോസ്റ്റേൺ പ്രദേശത്തായിരിക്കും. ഓക്കെ, ഒരു കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ പ്രദേശത്തായിരിക്കും. കോണ്ടിനെന്റിന്റെ ഈ പ്രദേശത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, തണുത്തത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തണുത്ത പ്രദേശത്തായിരിക്കും നിങ്ങൾക്ക് സാധാരണ കോൾഡ് കറണ്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൾഡ് കറണ്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ വരുന്നത് കോൾഡ് കറണ്ട് ആയിരിക്കും, ഇവിടെ വരുന്നത് കോൾഡ് കറണ്ട് ആയിരിക്കും. പക്ഷേ മൂവ്മെന്റ് മാറ്റം ഉണ്ടാകുന്ന മാത്രം നോർത്തേൺ ഹെമിസ്ഫിയറിലാകുന്ന സമയത്ത് സദേൺ ഡയറക്ഷനിലേക്കായിരിക്കും മൂവ്മെന്റ്. ദെൻ സദേൺ ഹെമിസ്ഫിയറിലാകുമ്പോൾ നോർത്തേൺ ഡയറക്ഷനിലേക്കായിരിക്കും. ഓക്കെ, അതായത് നോർത്തിൽ സൗത്തിലേക്കും സൗത്തിൽ നോർത്തിലേക്കായിരിക്കും കോൾഡ് കറണ്ടിന്റെ കേസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. പിന്നെ അതുപോലെ തന്നെ ക്ലോക്ക് വൈസ് ആയിരിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് എന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും. സദേൺ ഹെമിസ്ഫിയറിലാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഫ്ലോ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. സദേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഇൻ സദേൺ ഹെമിസ്ഫിയർ ആണ്. ഈ രണ്ട് കൺസെപ്റ്റും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു വാം കറണ്ട് എന്ന് പറയുന്നത് ഈസ്റ്റേൺ കോസ്റ്റൽ റീജിയനിലായിരിക്കും. ഈസ്റ്റേൺ കോസ്റ്റ്, അതായത് ഇവിടെ നിങ്ങൾ നോക്കുക. ഓക്കെ, ഈസ്റ്റേൺ കോസ്റ്റ് എന്തായിരിക്കും, വാം കറണ്ട് ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കുക, വാം കറണ്ട് ആയിരിക്കും. അപ്പോൾ ഈസ്റ്റേൺ കോസ്റ്റൽ റീജിയനിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് വാം കറണ്ടുകൾ ആയിരിക്കും. ഓക്കെ, അതൊക്കെ എന്തായിരിക്കും, വാം കറണ്ടുകളായിരിക്കും. അത്രയും കാര്യങ്ങൾ കറണ്ടുകളെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതൊന്ന് മൈൻഡിലേക്ക് വെക്കുക. ഇനി നമ്മൾ മാപ്പ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ മലയാളം നോട്ട്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അത് ഞാൻ പറഞ്ഞത്, മലയാളം നോട്ട്സ് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഇതുപോലെ കുറേ കാര്യങ്ങൾ ഇൻഫോഗ്രാഫിക്സിലൂടെ കൊടുത്തത് കൊണ്ട് നിങ്ങൾക്ക് കുറേ കാര്യം വളരെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നോക്കുക, മധ്യരേഖ പ്രവാഹങ്ങൾ അല്ലെങ്കിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി ഇവിടെ വാണിജ്യവാതകങ്ങൾ ഉണ്ടായിരിക്കും, അതായത് ട്രേഡ് വിൻഡുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ട്രേഡ് വിൻഡുകളുടെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന ലോ പ്രഷർ ഏരിയ ആണ്, ഇത് ഹൈ പ്രഷർ ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ഇക്വേറ്ററിലെ ലോ പ്രഷറിലേക്ക് വിൻഡ് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ കൊറിയോലിസിസ് ഫോഴ്സ് കാരണം അത് റൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ വലത് ഭാഗത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുകയും അത് കാരണം
അവിടെ ട്രേഡ് വിൻഡുകൾ രൂപം കൊള്ളുകയും ചെയ്യും, വാണിജ്യവാദങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യും. കാരണം ഈ പറയുന്ന രൂപത്തിൽ ഈസ്റ്റ് ടു വെസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മൂവ്മെന്റ് നടക്കുന്നത് കൊണ്ട് പണ്ട് കാലങ്ങളിൽ കപ്പൽ ഗതാഗതത്തിന് വേണ്ടിയിട്ട്, പായ്ക്കപ്പലുകളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് കപ്പൽ ഗതാഗതത്തിന് വേണ്ടിയിട്ട് ഈ വിൻഡിനെ ആശ്രയിച്ചിരുന്നു. അതുകൊണ്ടാണ് അതിന് വാണിജ്യവാതകങ്ങൾ, ട്രേഡ് വിൻഡുകൾ എന്നുള്ള പേര് കിട്ടുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഒന്ന് സാന്ദർഭികമായിട്ട് വീണ്ടും സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രം. അപ്പം അതുകൊണ്ട് തന്നെ വാണിജ്യവാതകങ്ങൾ അല്ലെങ്കിൽ വാണിജ്യവാദങ്ങൾ ട്രേഡ് വിൻഡിന്റെ സ്വാധീനത്താൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടേക്കായിരിക്കും ഇത് സഞ്ചരിക്കുന്നത്. ഇതിനെ നമ്മൾ ഉത്തര മധ്യരേഖാ പ്രവാഹമെന്നും ദക്ഷിണ മധ്യരേഖാ പ്രവാഹമെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഇതിന് കൗണ്ടറായിട്ട് ഒരു കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ട് തിരിച്ച് ഇങ്ങോട്ടേക്കും പോകുന്നുണ്ട്. ഓക്കെ, അതാണ് മധ്യരേഖാ പ്രതിപ്രവാഹം എന്ന് പറയുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, യെസ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എൻറ്റയർ ഗ്ലോബിനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുന്ന ഒരേ ഒരു കറണ്ട് മാത്രമേ വരുന്നുള്ളൂ. അതാണ് അന്റാർട്ടിക് സർക്കം പോളാർ കറണ്ട് അല്ലെങ്കിൽ വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് എന്നും വിളിക്കും. ഓക്കെ, വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അന്റാർട്ടിക് സർക്കം പോളാർ കറണ്ട്, ഓക്കെ, അല്ലെങ്കിൽ സർക്കം ഗ്ലോബൽ കറണ്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് ആണ്. കാരണം ഇവിടെ എന്തില്ല, കോണ്ടിനെന്റ് ഇല്ലാത്തത് കൊണ്ട് ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സർക്കുലാർ മൂവ്മെന്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു സർക്കുലാർ മൂവ്മെന്റ് തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഭൂമി ഉരുണ്ടതാണ്, ആ രൂപത്തിലാണ് ആ ഒരു കോൾഡ് കറണ്ടിന്റെ മൂവ്മെന്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് കാരണം പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റർലീസ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഉത്തര മധ്യരേഖാ പ്രവാഹത്തിനും ദക്ഷിണ മധ്യരേഖാ പ്രവാഹത്തിനും കാരണമായിട്ട് വരുന്നത് ട്രേഡ് വിൻഡ് അല്ലെങ്കിൽ വാണിജ്യവാതകങ്ങളാണ് എന്നുണ്ടെങ്കിൽ, വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് അതല്ലെങ്കിൽ അന്റാർട്ടിക് സർക്കം പോളാർ കറണ്ടിന് കാരണമായിട്ട് വരുന്നത് വെസ്റ്റർലീസ് ആണ്. ഇതും നമ്മൾ വിൻഡിന്റെ പ്രഷർ ബെൽറ്റുകൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, വിൻഡുകളുടെ പ്രഷർ ബെൽറ്റുകൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ വാണിജ്യവാദ പ്രവാഹങ്ങളാണ് എന്നുണ്ടെങ്കിൽ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഒരു 40 ഡിഗ്രി 50 ഡിഗ്രിയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് വെസ്റ്റർലീസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടേക്ക് പ്രധാനമായിട്ടും വരുന്നത് വെസ്റ്റർലീസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഓഷ്യൻ സർക്കുലേഷന്റെ മൂവ്മെന്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ ഓരോ ഓഷ്യനിലും വരുന്ന പ്രധാനപ്പെട്ട കറണ്ടുകൾ, പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെ എന്ത് ചെയ്യുക, ഓരോന്നും അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആദ്യം നമ്മൾ നോക്കുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ആണ്, വടക്കൻ അറ്റ്ലാന്റിക് അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ആണ്. ഇത് നമ്മുടെ മലയാളം നോട്ട്സിൽ നിന്ന് എടുത്തതാണ്. മലയാളം നോട്ട്സ് നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ കൊടുത്തിരിക്കുന്ന ഇമേജ് ആണിത്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രജല പ്രവാഹങ്ങൾ അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രജല പ്രവാഹത്തിലെ ആ ഒരു പ്രവാഹത്തിന്റെ മൊത്തം ഒരു ശൃംഖലയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു സർക്കുലർ മോഷനാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് ഇക്വറ്റോറിയൽ കറണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങോട്ടേക്ക് എന്തുണ്ട്, ഇക്വറ്റോറിയൽ കറണ്ട് ഉണ്ട്. ട്രേഡ് വിൻഡുകൾ കാരണം, വാണിജ്യവാതകങ്ങൾ കാരണം ഇങ്ങോട്ടേക്ക് ഒരു കറണ്ട് വരുന്നുണ്ട്. ആ കറണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് വല്ല കോണ്ടിനെന്റ് വരുന്ന സമയത്ത് അത് പലതായിട്ട് തെറ്റി പിരിഞ്ഞു പോകും. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലോ, നദികൾ കൈവഴികളായിട്ട് പിരിഞ്ഞു പോകും എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ PYQ അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, PYQ അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നദികൾ ഡെൽറ്റകളിൽ തട്ടിയിട്ട് കൈവഴികളായിട്ട് പിരിഞ്ഞു പോകും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സമുദ്രജല പ്രവാഹങ്ങളും ഇതുപോലെ വല്ല ഐലൻഡ്സിൻ്റെയും അല്ലെങ്കിൽ വല്ല ദ്വീപ് സമൂഹത്തിൻ്റെയും അടുത്തെത്തുന്ന സമയത്ത് അവിടെ തട്ടിയിട്ട് രണ്ടായിട്ട് പിരിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ ഈ വരുന്ന ഇക്വറ്റോറിയൽ കറണ്ട് ഇങ്ങനെ ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്ന സമയത്ത്, കരീബിയൻ ഐലൻഡ്സിൻ്റെ പ്രദേശത്ത് എത്തുന്ന സമയത്ത് രണ്ടായിട്ട് പിരിഞ്ഞു പോകും. അതിൽ ഒരു മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഓഷ്യൻ കറണ്ടിനെ, സമുദ്രജല പ്രവാഹത്തിനെ കരീബിയൻ കറണ്ട് എന്നും നോർത്തിലേക്ക് പോകുന്നതിനെ ആന്റിലീസ് കറണ്ട് എന്നും നമ്മൾ വിളിക്കും. അങ്ങനെ ഈ ഒരു കരീബിയൻ കറണ്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെയുള്ള ഗൾഫ് ഓഫ് മെക്സിക്കോയിലൂടെ കറങ്ങും. അപ്പോൾ അതിനെ നമ്മൾ പറയും ഫ്ലോറിഡ കറണ്ട് എന്ന് പറയും. എന്നിട്ട് അത് കറങ്ങിയിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, ഇങ്ങനെ തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മെക്സിക്കോയുടെ ഈ ഒരു ഭാഗത്തൂടെ കറങ്ങിയിട്ട് അത് എന്ത് ചെയ്യുന്നതായിരിക്കും, ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗൾഫിലൂടെ, ഇതെന്താണ്, മെക്സിക്കൻ ഗൾഫാണ്, അമേരിക്കയുടെയും മെക്സിക്കോയുടെയും ഇടയ്ക്ക് കിടക്കുന്ന ഒരു ഗൾഫാണ്. അതിലൂടെ കറങ്ങിയിട്ട് ആ ഇക്വറ്റോറിയൽ പ്രവാഹം, ഇവിടേക്ക് എന്താണ്, ഇക്വറ്റോറിയൽ പ്രവാഹം ആയതുകൊണ്ട് തന്നെ ഇത് വാമാണ്, ഉഷ്ണജല പ്രവാഹമാണ്. അതും കൂടി ഓർത്ത് വെക്കണം. വാം കറണ്ടാണ്, ഉഷ്ണജല പ്രവാഹമാണ്. അത് നോർത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും ഏരിയയിൽ അതെന്താണ്, വാം കറണ്ട് തന്നെയാണ്. ദെൻ ഇത്രയും കറണ്ടുകളെ പൊതുവായിട്ട് ഗൾഫ് സ്ട്രീം എന്ന് പറയാറുണ്ട്. ഇനി അതല്ലാതെ മറ്റ് കറണ്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ സബ് ആയിട്ടുള്ള പേരുകൾ ഓർത്ത് വെക്കുക. ആന്റിലീസ് കറണ്ട്, കരീബിയൻ കറണ്ട്, ഫ്ലോറിഡ കറണ്ട്, ഇതൊക്കെ എന്താണ്, വാം കറണ്ട് തന്നെയാണ്. ദെൻ അതെന്ത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം കൂടെ വീണ്ടും യോജിച്ചിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്, ഗൾഫ് സ്ട്രീം ആയിട്ട് വീണ്ടും മാറുന്നുണ്ട്.
കാരണം ഓരോ സമുദ്രജല പ്രവാഹവും ഒഴുകുന്ന സമയത്ത് അത് ഏത് പ്രദേശത്തൂടെയാണോ ഒഴുകുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അതിന് പേരിടുന്നത്. ഇപ്പോൾ ഫ്ലോറിഡയുടെ അടുത്തൂടെ ഒഴുകുന്ന സമയത്ത് ഫ്ലോറിഡ പ്രവാഹമാകും. കരീബിയൻ ഐലൻഡ്സിലൂടെ ഒഴുകുന്ന സമയത്ത് എന്തായിരിക്കും? കരീബിയൻ ജലപ്രവാഹമായിട്ട് അത് മാറുന്നതായിരിക്കും. കാനറി ഐലൻഡിൻ്റെ അടുത്തൂടെ ഒഴുകുന്ന സമയത്ത് അത് കാനറി പ്രവാഹമായിട്ട് മാറുന്നതായിരിക്കും. അങ്ങനെ ഇക്വേറ്ററിലേക്ക് പോയി. നിങ്ങൾ നോക്കുക, ഇത് പോകുന്നതൊക്കെ കോണ്ടിനെന്റിന്റെ സൈഡിലൂടെയാണ്. അതുകൊണ്ട് അത് അത്ര പെട്ടെന്ന് തണുക്കില്ല, അതിന് ചൂടുണ്ടായിരിക്കും. അങ്ങനെ അതെന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു അല്ലേ, നോർത്തിലേക്കുള്ള മൂവ്മെന്റ് എന്തായിരിക്കും? വാം ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന വെസ്റ്റ് ടു ഈസ്റ്റ് മൂവ്മെന്റും എന്തായിരിക്കും? വാം ആയിരിക്കും. നിങ്ങൾ നോക്കുക, ഈ ഗൾഫ് സ്ട്രീം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് ആയിട്ട് മാറുകയാണ്. കാരണം നമ്മൾ പറയുന്നത് തന്നെ വടക്കൻ അറ്റ്ലാന്റിക് അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ആണ്. അതുകൊണ്ട് ആ നോർത്ത് അറ്റ്ലാന്റിക്കിലൂടെ എന്ത് ചെയ്യുന്നതായിരിക്കും? ഈ വാം കറണ്ട് പോകുന്നതായിരിക്കും. അതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും യൂറോപ്പിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ സ്വാധീനിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കറണ്ടാണ് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള നോർവേജിയൻ പ്രദേശങ്ങളിലെ ഈ ഒരു എൻറ്റയർ ഏരിയയിലുള്ള പോർട്ടുകളിലെ, തുറമുഖങ്ങളിലെ നമ്മുടെ ശീതകാലഘട്ടങ്ങളിൽ, കോൾഡ് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഡിസംബർ കാലഘട്ടങ്ങളിൽ തുറമുഖങ്ങളെ ഐസ് ഫ്രീ ആയിട്ട് വെക്കുന്നതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിന്റെ പുതപ്പ് എന്നറിയപ്പെടുന്ന സമുദ്രജല പ്രവാഹം കൂടിയാണ് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ തണുപ്പിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നത്, തണുപ്പുണ്ടാകുന്ന സമയത്താണ് നമ്മൾ പുതപ്പ് പുതയ്ക്കുന്നത്. അപ്പം അങ്ങനെ ആ തണുപ്പിൽ നിന്ന് യൂറോപ്പിനെ സംരക്ഷിക്കുന്നത്, യൂറോപ്പിന്റെ പുതപ്പ് എന്നറിയപ്പെടുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് ആണ്. കാരണം ഇതൊരു ഉഷ്ണജല പ്രവാഹമാണ്. അത് പോകുന്ന സമയത്ത് എന്തായിരിക്കും? അതിന് നിയർ ബൈ ആയിട്ട് വരുന്ന യൂറോപ്പിന്റെ ഈ ഒരു നോർത്ത് വെസ്റ്റേൺ പ്രദേശങ്ങളിലൊക്കെ ചൂട് കിട്ടുന്നുണ്ട്. ഓക്കെ, പോർട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മഞ്ഞിൽ മൂടാതെ സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസംബർ മാസങ്ങളിൽ, തണുത്ത കാലങ്ങളിൽ, ശൈത്യകാലങ്ങളിൽ യൂറോപ്പിലെ സമുദ്ര ഗതാഗതത്തിന് തടസ്സമില്ലാതെ നിൽക്കാൻ കാരണം നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് ആണ്. ഓക്കെ, അങ്ങനെ ഇത് പോകുന്നത് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ വെച്ചിട്ട് വീണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഐലൻഡുകൾ വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ എത്തുന്ന സമയത്ത് രണ്ടായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇർമിംഗർ കറണ്ട് ആയിട്ട് പോകുന്നുണ്ട്, മറ്റത് നോർവേയിലേക്ക് പോകുന്നത് കൊണ്ട് നോർവേജിയൻ കറണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു എൻറ്റയർ മൂവ്മെന്റ് പോളാർ റീജിയനിലേക്ക് എത്തുന്നത് വരെ ഉഷ്ണജല പ്രവാഹമായിട്ടാണ് അത് തുടരുന്നത്. എന്നാൽ അതേസമയം ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഐസ്ലാൻഡിന്റെയും ഗ്രീൻലാൻഡിന്റെയും അതുപോലെ തന്നെ കാനഡയുടെയും ഒക്കെ ഇടയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കറണ്ട് പോളാർ റീജിയനിൽ നിന്നും പതുക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിനെയാണ് ലാബ്രഡോർ കറണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുക, ഈ പറയുന്ന ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ കറണ്ടും കൂടെ ഇവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മത്സ്യബന്ധനം നടത്താൻ അനുയോജ്യമായ ഒരു പ്രദേശമാണ് ഈ ഒരു റീജിയൻ. ഇതിന് നമ്മൾ ന്യൂ ഫൗണ്ട്ലാൻഡ് എന്നും അല്ലെങ്കിൽ ഗ്രേറ്റ് ബാങ്ക് പ്രദേശം എന്നൊക്കെ പൊതുവെ അറിയപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. ധാരാളമായിട്ട് മത്സ്യബന്ധനങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ലാബ്രഡോർ കറണ്ട് ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പതുക്കെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പോളാർ റീജിയൻ ആണ്. കാരണം ഇവിടെയൊക്കെ കോണ്ടിനെന്റ് ആയതുകൊണ്ട് ഇതിന് നമ്മുടെ സമുദ്രത്തിലേക്ക്, ഇക്വേറ്ററിലേക്ക് പോകാൻ ഈ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ വരുന്നത്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഐസ്ലാൻഡിന്റെ അല്ലെങ്കിൽ ഗ്രീൻലാൻഡിന്റെ ഈ ഒരു സൈഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാബ്രഡോർ കറണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അങ്ങനെ ലാബ്രഡോർ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നോർത്തിൽ നിന്നും സൗത്തിലേക്ക് വരുന്നുണ്ട്. അതൊരു കോൾഡ് കറണ്ട് ആണ്. അത് ഗൾഫ് സ്ട്രീമുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാനഡയുടെ കോസ്റ്റൽ പ്രദേശങ്ങളിൽ വെച്ചുകൊണ്ട് അത് മീറ്റ് ചെയ്യുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഈ നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് ഇവിടെ എത്തുന്ന സമയത്ത് മറ്റൊരു കഴിവഴിയായിട്ട് പിരിയുന്നുണ്ട്. അതാണ് ഇവിടെ നിങ്ങൾക്ക് അറിയാം, പോർച്ചുഗലും സ്പെയിനും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, പോർച്ചുഗലും സ്പെയിനും ഒക്കെ വരുന്നുണ്ട്. ഈ പോർച്ചുഗലിന്റെ തീരത്തോട് ഒഴുകുന്നത് കൊണ്ട് അതിന് നമ്മൾ പോർച്ചുഗൽ കറണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പോർച്ചുഗൽ കറണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് മറ്റൊരു കഴിവഴിയായിട്ട് പിരിഞ്ഞ് പോർച്ചുഗലിന്റെ തീരത്തിലൂടെ പോർച്ചുഗൽ ഡ്രിഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും അതെന്ത് ചെയ്യുന്നുണ്ട്? ഇവിടുന്ന് പോയ ഈ ഉഷ്ണജല പ്രവാഹത്തിലെ തണുത്ത പ്രവാഹമാണ് ഇവിടുന്ന് എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ടേക്ക് വരുന്നത്. ചൂടുള്ളത് മുകളിലേക്ക് പോയി. ഓക്കെ, തണുത്ത വെള്ളം എന്ത് ചെയ്തു? താഴത്തേക്ക് തിരിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ഇത് കോൾഡ് കറണ്ട് ആണ്. പോർച്ചുഗൽ കറണ്ട് എന്ന് പറയുന്നത് കോൾഡ് കറണ്ട് ആണ്. പോർച്ചുഗൽ എന്ന് പറയുന്നത് ഈ ഒരു യൂറോപ്പിന്റെ കേസ് നിങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് ഈസ്റ്റേൺ സൈഡാണ്. കോണ്ടിനെന്റിന്റെ ഈസ്റ്റേൺ സൈഡിലൂടെ ഒഴുകുന്നത് കോൾഡ് കറണ്ട് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൾഡ് കറണ്ട് ആണ് താഴത്തേക്ക് വരുന്നത്. പിന്നീട് ഇവിടെയുള്ള ഈ കാനറി ഐലൻഡുകളുടെ സമീപത്തൂടെ അത് ഒഴുകുന്ന സമയത്ത് അത് കാനറി കറണ്ട് എന്നറിയപ്പെടുന്നുണ്ട്. അത് വീണ്ടും ഇക്വേറ്ററിലേക്ക് എത്തുകയും അത് ചൂടാകുന്നതിനനുസരിച്ചിട്ട് വീണ്ടും ഇക്വേറ്ററിലെ കറണ്ടായിട്ട് ആ സർക്കുലേഷൻ വീണ്ടും അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഈ വടക്കൻ അറ്റ്ലാന്റിക്കിലെ സമുദ്രജല പ്രവാഹങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങൾ, നോർത്തേൺ അറ്റ്ലാന്റിക്കിൽ വരുന്ന സമുദ്രജല പ്രവാഹങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, ഈ സമുദ്രജല പ്രവാഹങ്ങളിൽ ഏതെല്ലാമാണ് കോൾഡ്, ഓക്കെ, ശീതജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഉഷ്ണജല പ്രവാഹങ്ങൾ, വാം ഓഷ്യൻ കറണ്ടുകൾ ഏതൊക്കെയാണ്, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റണം.
ഇപ്പോൾ നോർത്ത് അറ്റ്ലാന്റിക്കിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും 3 ശീതജല പ്രവാഹങ്ങളാണ് വരുന്നത്. ഒന്ന് ലാബ്രഡോർ കറണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും 3 വരുന്നത്. ഒന്ന് ലാബ്രഡോർ കറണ്ട് എന്ന് പറയുന്നത് ശീതജല പ്രവാഹമാണ്. അടുത്തത് പോർച്ചുഗൽ കറണ്ട് വരുന്നുണ്ട്, ശീതജല പ്രവാഹമാണ്. കാനറി കറണ്ട് ശീതജല പ്രവാഹമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോർത്തേൺ അറ്റ്ലാന്റിക്കിലെ പ്രധാനപ്പെട്ട ശീതജല പ്രവാഹങ്ങൾ ലാബ്രഡോർ കറണ്ട്, പോർച്ചുഗൽ കറണ്ട്, കാനറി കറണ്ട് ആണ്. എന്നാൽ നോർത്തേൺ അറ്റ്ലാന്റിക്കിലെ പ്രധാനപ്പെട്ട ഉഷ്ണജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇക്വറ്റോറിയൽ കറണ്ട് എല്ലായിടത്തും ഉണ്ടായിരിക്കും, അത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അടുത്തത് കരീബിയൻ കറണ്ട്, ആന്റിലീസ് കറണ്ട്, ഫ്ലോറിഡ കറണ്ട്, അതെല്ലാം കൂടെ ചേർന്ന് ഗൾഫ് സ്ട്രീം, നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ്, അത് പിന്നീട് 2 കൈവഴികളായിട്ട് പിരിയുന്നു, എർമിംഗർ കറണ്ടും അതുപോലെ തന്നെ നോർവേജിയൻ കറണ്ടും. ഇതൊക്കെ എന്താണ്? വാം ഓഷ്യൻ കറണ്ടുകളുടെ കാറ്റഗറിയിലേക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ബ്ലൂ ആയിട്ട് കൊടുത്തിരിക്കുന്നതൊക്കെ എന്തായിരിക്കും? കോൾഡ് കറണ്ട് ആയിരിക്കും. നേരെ മറിച്ച് ഒരു മഞ്ഞ റെഡ് കളർന്ന് കൊടുത്തിരിക്കുന്നതൊക്കെ എന്തായിരിക്കും? വാം ഓഷ്യൻ കറണ്ടുകളായിരിക്കും. അപ്പോൾ അത് വെച്ചുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ഓരോ ഗൾഫ് സ്ട്രീമിന്റെയും ലൊക്കേഷനും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഏത് തീരത്തൂടെയാണ് ഒഴുകുന്നത് എന്നുള്ളത്. ഗൾഫ് സ്ട്രീം എന്ന് പറയുന്ന സമയത്ത് ഗൾഫ് ഓഫ് മെക്സിക്കോയിലൂടെയാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫ്ലോറിഡ കറണ്ട് എന്ന് പറയുന്നത് ഫ്ലോറിഡയും അതുപോലെ തന്നെ ബഹാമസിന്റെയും ഇടയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഫ്ലോറിഡ കറണ്ട് പോകുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷ്യന്റെ കുറുകെ മുറിച്ച് കടന്നുകൊണ്ടാണ് പോകുന്നത്, അല്ലേ? നിങ്ങൾ നോക്കുക, നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഈ ഒരു അറ്റ്ലാന്റിക്കിന് കുറുകെ പോകുന്ന, മുറിച്ച് കടന്നുകൊണ്ട് അമേരിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് പോകുന്ന കറണ്ടാണ് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഓർത്തു വെക്കണം. ഇനി അതുപോലെ തന്നെ ഇവിടെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേര് അല്ലെങ്കിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, ഈ ഒരു പ്രദേശത്തിനെയാണ് നമ്മൾ സർഗാസോ സി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സർഗാസോ സി എന്ന് വിളിക്കുന്ന ഒരു ഏരിയ ആണ് ഇത്. സാധാരണ സമുദ്രങ്ങൾക്കൊക്കെ എന്തുണ്ടാവാറുണ്ട്? കോസ്റ്റൽ ഏരിയാസ് ബോർഡർ ഏരിയ ആയിട്ട് വരാറുണ്ട്. അപ്പം ഇന്ത്യൻ ഓഷ്യൻ നിങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് അതിന് ബേ ഓഫ് ബംഗാളും വരുന്നുണ്ട്, അതുപോലെ തന്നെ അറേബ്യൻ സീയും വരുന്നുണ്ട്. അറേബ്യൻ സീക്ക് എന്ത് വരുന്നുണ്ട്? നമ്മുടെ ഇന്ത്യയുടെ വെസ്റ്റേൺ സൈഡ് വരുന്നുണ്ട്. ബേ ഓഫ് ബംഗാളിന് നമ്മുടെ ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡ് അതിൻ്റെ ഒരു കരയായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയ ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ ഈ സർഗാസോ സീയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർഗാസോ സീക്ക് ചുറ്റും ഒരു തരത്തിലുള്ള കരപ്രദേശങ്ങളും വരുന്നില്ല. ഈ സർഗാസോ സീയുടെ വെസ്റ്റേൺ പ്രദേശം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ വരുന്നത് ഗൾഫ് സ്ട്രീമാണ്. നോർത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് ആണ്. അതിന്റെ ഈസ്റ്റേൺ സൈഡ് നോക്കുന്ന സമയത്ത് കാനറി കറണ്ട് ആണ്. സദേൺ സൈഡ് എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ കറണ്ട് ആണ്. ഇങ്ങനെ 4 കറണ്ടുകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു സമുദ്രമാണ് സർഗാസോ സീ എന്ന് പറയുന്നത്. ഓക്കെ, സർഗാസോ സീ എന്ന് പറയുന്നത്, സർഗാസോ സീയുടെ വെസ്റ്റേൺ പ്രദേശം എന്ന് പറയുന്നത് ഗൾഫ് സ്ട്രീം ആണ്. നോർത്ത് എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് ആണ്. ഈസ്റ്റ് എന്ന് പറയുന്നത് കാനറി കറണ്ട് ആണ്. സൗത്ത് എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ കറണ്ട് ആണ്. ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സർഗാസോ സീ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ കരീബിയൻ കറണ്ട് എന്ന് പറയുന്നത് കരീബിയൻ സീയിലൂടെ അല്ലെങ്കിൽ കരീബിയൻ ഐലൻഡിലൂടെ പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി. ദെൻ പോർച്ചുഗൽ എന്ന് പറയുന്നത് വെസ്റ്റ് ഓഫ് ദി ഐബീരിയൻ പെനിൻസുലയാണ്. ഐബീരിയൻ പെനിൻസുല എന്ന് പറയുന്നത് പോർച്ചുഗലിലും അതുപോലെ തന്നെ സ്പെയിനിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഐബീരിയൻ പെനിൻസുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സദേൺ അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. ഓക്കെ, ഇപ്പോൾ നോർത്തേൺ അറ്റ്ലാന്റിക് ഓഷ്യൻ നമ്മൾ ഓൾറെഡി നോക്കി, ഇതിന് മുകളിലേക്ക് വരുന്നത് നമ്മൾ ഓൾറെഡി നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് സദേൺ അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. ഓക്കെ, അപ്പോൾ സദേൺ അറ്റ്ലാന്റിക് ഓഷ്യൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ എന്ത് വരുന്നുണ്ട്? സദേൺ ഇക്വറ്റോറിയൽ കറണ്ട് വരുന്നുണ്ട്. ആ സദേൺ ഇക്വറ്റോറിയൽ കറണ്ട് നിങ്ങൾ നോക്കുക, ഇവിടെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരുന്ന സമയത്ത് ബ്രസീലിയൻ കോസ്റ്റ് ആണ്, ഇവിടെ ബ്രസീലാണ്. ഓക്കെ, ഇങ്ങോട്ടേക്ക് എന്ത് വരുന്നുണ്ട്? ആമസോൺ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആമസോൺ ഡിസ്ചാർജ് ചെയ്യുന്നത് ഈ ഒരു അറ്റ്ലാന്റിക് ഓഷ്യനിലേക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ എന്ത് വരുന്നുണ്ട്? ഈ ഒരു ബ്രസീലിയൻ പ്രവാഹം വരുന്നുണ്ട്, അത് വാം ആണ്. ഓക്കെ, അത് വാം കറണ്ടാണ്, ബ്രസീലിയൻ കറണ്ട് വരുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ ഈ ഒരു അന്റാർട്ടിക്കിൽ നിന്ന് പോളാർ റീജിയനിൽ നിന്ന് തണുത്ത ഒരു പ്രവാഹം വരുന്നുണ്ട്, അതാണ് ഫോക്ലാൻഡ് പ്രവാഹം എന്ന് പറയുന്നത്. അതും കൂടെ അതിൻ്റെ കൂടെ ഓർത്ത് വെക്കണം. ഓക്കെ, ഫോക്ലാൻഡ് പ്രവാഹം വരുന്നുണ്ട്, അത് പോളാർ റീജിയനിൽ നിന്നും നോർത്തിലേക്കാണ് വരുന്നത്. ഇനി നിങ്ങൾ നോക്കുക, ഇങ്ങനെ ഈ വരുന്ന കറണ്ട് ഇവിടുന്ന് പിന്നീട് സ്പ്ലിറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റിന്റെ കൂടെ അല്ലെങ്കിൽ സദേൺ അറ്റ്ലാന്റിക് പ്രവാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റിന്റെ നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യനിൽ വരുന്ന ഭാഗമാണ് ദക്ഷിണ അറ്റ്ലാന്റിക് പ്രവാഹം എന്ന് പറയുന്നത്. ഇത് കോൾഡ് കറണ്ട് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു മാപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച സമയത്ത്, ഒരു ഡയഗ്രാം നിങ്ങൾക്ക് കാണിച്ചിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സദേൺ ഹെമിസ്ഫിയറിൽ വെസ്റ്റ് ടു ഈസ്റ്റ് പോകുന്ന കറണ്ടുകൾ കോൾഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇത് കോൾഡ് കറണ്ട് ആണ്.
ആ കോൾഡ് കറണ്ട് പതുക്കെ വന്നിട്ട് ആഫ്രിക്കയുടെ ഈ ഒരു കോസ്റ്റിൽ തട്ടുകയും അതിൽ ഒരു ഭാഗം വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് പോവുകയും മറ്റേ ഭാഗം പതുക്കെ ആ ഒരു തണുത്ത വെള്ളം വീണ്ടും എന്ത് ചെയ്യുന്നതായിരിക്കും ഇക്വേറ്ററിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അതാണ് ബെൻഗ്വേല പ്രവാഹം എന്ന് പറയുന്നത്. ബെൻഗ്വേല പ്രവാഹം എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റൽ ഏരിയയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ വെസ്റ്റ് വരുന്നത് എന്തായിരിക്കും? കോൾഡ് ആയിരിക്കും. ഓക്കെ, ഒരു കോണ്ടിനെന്റിന്റെ വെസ്റ്റ് വരുന്നത് എന്തായിരിക്കും? കോണ്ടിനെന്റിന്റെ വെസ്റ്റ് വരുന്നത് WCC, കോണ്ടിനെന്റിന്റെ വെസ്റ്റ് വരുന്നത് കോൾഡ് ആയിരിക്കും അല്ലേ? കോണ്ടിനെന്റിന്റെ വെസ്റ്റ് വരുന്നത് കോൾഡ് ആണ്, WCC നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇതെന്താണ്? കോണ്ടിനെന്റിന്റെ വെസ്റ്റ് വരുന്ന ബെൻഗ്വേല പ്രവാഹം എന്ന് പറയുന്നത് കോൾഡ് കറണ്ട് ആണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ഗിനി. ഇവിടെ നിങ്ങൾക്കറിയാം ഗിനി എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യം വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ കോസ്റ്റിലൂടെ പോകുന്ന സമയത്ത് ഗിനി പ്രവാഹം എന്നുള്ള പേരിലേക്ക് അത് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ സദേൺ അന്റാർട്ടിക് ഓഷ്യനിൽ വരുന്ന പ്രധാനപ്പെട്ട ഓഷ്യൻ കറണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ബെൻഗ്വേല കറണ്ട് വരുന്നുണ്ട്, ദെൻ സൗത്ത് അറ്റ്ലാന്റിക് കറണ്ട് വരുന്നുണ്ട്, ഫാൾക്ലാൻഡ് കറണ്ട് വരുന്നുണ്ട്. ഇത് മൂന്നുമാണ് കോൾഡ് കറണ്ട് അല്ലേ? ദക്ഷിണ അറ്റ്ലാന്റിക്, സദേൺ അറ്റ്ലാന്റിക് ഓഷ്യൻ കറണ്ട് വരുന്നുണ്ട്, ഫോക്ലാൻഡ് വരുന്നുണ്ട്, ബെൻഗ്വേല വരുന്നുണ്ട്. ഇത് മൂന്നും എന്താണ്? കോൾഡ് കറണ്ടുകളാണ്. ബാക്കിയൊക്കെ വാം കറണ്ടുകളാണ്. ഓക്കെ, ഗിനിയ കറണ്ട് ആയി കഴിഞ്ഞാലും അഗുൽഹാസ് ആയി കഴിഞ്ഞാലും, ഓക്കെ, അഗുൽഹാസ് റിട്ടേൺ കറണ്ട് ആണ്. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗത്തേക്കാണ് അത് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു അഗുൽഹാസ് റിട്ടേൺ പ്രവാഹം വരുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യൻ പഠിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ബാക്കിയുള്ളത് നിങ്ങൾ നോക്കുക. ബ്രസീലിയൻ കറണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ബെൻഗ്വേല കറണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ദെൻ സൗത്ത് അറ്റ്ലാന്റിക് കറണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ഫാക്ലാൻഡ് കറണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ഗിനിയ കറണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഒന്ന്, ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് തരാം. ഇത് 1, 2, 3, 4, 5. ഓക്കെ, ഈ 5 കറണ്ടുകളും സദേൺ അറ്റ്ലാന്റിക്കിൽ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. അത് വാം ആണോ കോൾഡ് ആണോ എന്നുള്ളതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം. അടുത്തത് നോർത്തേൺ പസഫിക് ആണ്. ഓക്കെ, നോർത്തേൺ പസഫിക് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോർത്തേൺ പസഫിക്കിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇക്വറ്റോറിയൽ, നോർത്തേൺ ഇക്വറ്റോറിയൽ കറണ്ട് അവിടെ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വടക്കൻ ഇക്വറ്റോറിയൽ പ്രവാഹം അവിടെ കിടക്കുന്നുണ്ട്. ആ നോർത്തേൺ ഇക്വറ്റോറിയൽ കറണ്ട് പതുക്കെ വരുന്നുണ്ട്. ഓക്കെ, അത് വന്നിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഫിലിപ്പീൻസ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഹിറ്റ് ചെയ്തിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ജപ്പാന്റെ തീരപ്രദേശത്തേക്ക് തിരിയുന്നുണ്ട്. അത് കുറോഷിയോ കറണ്ട് ആയിട്ട് പിന്നീട് മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ജപ്പാൻ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുകയാണ്. ജപ്പാൻ ഇവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ആകുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഇവിടെ ജപ്പാൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഒരു ബ്രാഞ്ച് അതെന്ത് ചെയ്യുന്നതായിരിക്കും? ഈ ജപ്പാന്റെയും കൊറിയന്റെയും ഇടയിൽ കൂടെ കയറിയിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. ദെൻ ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ജപ്പാന്റെ ഈസ്റ്റേൺ കോസ്റ്റിലൂടെ പോകുന്നുണ്ട്. ജപ്പാന്റെ ഈസ്റ്റേൺ കോസ്റ്റിലൂടെ പോകുന്നതിനെ പറയുന്ന പേരാണ് കുറോഷിയോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അവസാനം യോ എന്ന് വരുന്നുണ്ടെങ്കിൽ അത് ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ടോക്കിയോ. ഓക്കെ, ടോക്കിയോ എന്താണ്? ജപ്പാന്റെ ക്യാപിറ്റലായിട്ട് വരുന്ന പ്രദേശമാണ്. അതെന്താണ്? സ്വാഭാവികമായിട്ടും ജപ്പാനിലാണ് വരുന്നത്. കുറോഷിയോ, ഒയാഷിയോ, അതൊക്കെ എന്തായിരിക്കും? ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു കറണ്ട് ഇല്ലേ ഇങ്ങോട്ടേക്ക് കയറിയ ജപ്പാന്റെയും കൊറിയന്റെയും ഇടയ്ക്കൂടെ കയറിയത്, അതിന് കിഴക്കൻ കൊറിയ എന്ന് വെച്ചാൽ സദേൺ കൊറിയനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അത് പോകുന്നത്. സൗത്ത് കൊറിയയിലൂടെയാണ് അത് പോകുന്നത്. അതിന്റെ സുഷിമ എന്ന് പറയുന്ന, ഓക്കെ, ടി ആണ് വരുന്നത്, സുഷിമ എന്ന് പറയുന്ന ഐലൻഡ്സിന് സമീപത്തിലൂടെയാണ് അത് പോകുന്നത്. അതുകൊണ്ട് അതിന് സുഷിമ പ്രവാഹം എന്നുള്ള പേരും കൂടെ ഉണ്ട്. ഓക്കെ, അതിന് സുഷിമ പ്രവാഹം എന്നുള്ള പേരുണ്ട്. അങ്ങനെയാണ് അത് എന്ത് ചെയ്യുന്നത്? നോർത്തിലേക്ക് പോകുന്നത്. അപ്പൊ ജപ്പാന്റെ വെസ്റ്റേൺ സൈഡിലുള്ള സുഷിമ പ്രവാഹവും ഈസ്റ്റേൺ സൈഡിലൂടെ കുറോഷിയോ പ്രവാഹവും അല്ലെങ്കിൽ ജപ്പാൻ പ്രവാഹവും പോകുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഇത് മുകളിലേക്ക് പോകുന്നുണ്ട്. ദെൻ അടുത്തത് മുകളിൽ നിന്ന് താഴത്തേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒയാഷിയോ പ്രവാഹം വരുന്നുണ്ട്. ഇനി ഇതേ സുഷിമ പ്രവാഹം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലൂടെ നോർത്തിലേക്ക് വന്നിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് കംചത്ക പ്രവാഹം അല്ലെങ്കിൽ കംചത്ക സർക്കുലേഷൻ എന്നുള്ള പേരിലേക്ക്, കറണ്ട് എന്നുള്ള പേരിലേക്ക് അത് പോകുന്നുണ്ട്. ഓക്കെ, യെസ്. ഇനി ഈ പോളാർ റീജിയണിൽ നിന്നും നമ്മൾ നോക്കുന്ന സമയത്ത് അന്റാർട്ടിക്കിൽ നിന്നും നമ്മുടെ ഇക്വേറ്ററിലേക്ക് ജപ്പാന്റെ കോസ്റ്റൽ ഏരിയയിലൂടെ ഈ കുറിൽ ഐലൻഡ്സിലൂടെ, ഇവിടെ നിങ്ങൾക്ക് കുറിൽ ഐലൻഡ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനിൽ നിന്ന് റഷ്യയിലേക്കുള്ള ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് കുറിൽ ഐലൻഡ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലൂടെ വരുന്നതാണ് ഒയാഷിയോ കറണ്ട് എന്ന് പറയുന്നത്. അന്റാർട്ടിക്കിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് കോൾഡ് കറണ്ട് ആണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും കോൾഡ് കറണ്ട് ആണ്. കുറിൽ ഐലൻഡിന് സമീപത്തിലൂടെ ഒഴുകുന്നത് കൊണ്ട് കുറിൽ പ്രവാഹം എന്നുള്ള പേരും ഇതിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു കോൾഡ് കറണ്ട് ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. രണ്ടും കൂടെ ജപ്പാന്റെ കോസ്റ്റിൽ വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു നല്ല ഫിഷിംഗ് ഗ്രൗണ്ട് ആണ്. ലോകത്തെ ഏറ്റവും മികച്ച 5 ഫിഷിംഗ് ഗ്രൗണ്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് ജപ്പാന്റെ ഈസ്റ്റേൺ കോസ്റ്റ് ആവാനുള്ള കാരണം ഒയാഷിയോ കറണ്ടും കൊറോഷിയോ കറണ്ടും അവിടെ മീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്.
ഓക്കെ, ദെൻ നമ്മൾ നോക്കുകയാണ് ഈ കൊറോഷിയോ കറണ്ട് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ നമ്മുടെ നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എങ്ങനെയാണോ അറ്റ്ലാന്റിക് ഓഷ്യനെ മുറിച്ച് കടന്നത്, അതുപോലെ തന്നെ നോർത്ത് പസഫിക് ഡ്രിഫ്റ്റ് വരുന്നുണ്ട്. ആ നോർത്ത് പസഫിക് ഡ്രിഫ്റ്റ് പസഫിക് ഓഷ്യനെ മുറിച്ച് കടന്നുകൊണ്ട് നമ്മുടെ അമേരിക്കയുടെ അലാസ്കൻ തീരത്തേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അമേരിക്കയുടെ ഈ ഒരു അലാസ്ക എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അലാസ്ക എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആയിട്ടുള്ളതല്ല. ഇപ്പുറത്ത് എന്ത് വരുന്നുണ്ട്? കാനഡ വരുന്നുണ്ട്. ഓക്കെ, കാനഡയുടെ ഒരു വെസ്റ്റേൺ പ്രദേശമാണ് അലാസ്ക എന്ന് പറയുന്നത്. പണ്ട് USSRും US-ഉമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അലാസ്ക എന്ന് പറയുന്നത് USSRന്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രദേശമായിരുന്നു. USSRനെ ഇങ്ങോട്ടേക്ക് വന്ന് മാനേജ് ചെയ്യാനുള്ള പ്രയാസം കൊണ്ട് പിന്നീട് അത് അമേരിക്കയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. USSRന്റെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് ഒരു വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യം, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അങ്ങനെ ഈ ഒരു അലാസ്കയിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് ഈ ഒരു പ്രവാഹത്തിന്റെ പേര് അലാസ്കൻ പ്രവാഹം എന്നായിട്ട് മാറുന്നുണ്ട്. അതിന്റെ മറ്റൊരു ബ്രാഞ്ച്, അതിന്റെ തണുത്ത ജലപ്രവാഹം അല്ലെങ്കിൽ അതിന്റെ തണുത്ത ബ്രാഞ്ച് എന്ന് പറയുന്നത് അമേരിക്കയുടെ കാലിഫോർണിയ കോസ്റ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇക്വേറ്ററിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് കാലിഫോർണിയൻ കറണ്ട് അല്ലെങ്കിൽ കാലിഫോർണിയൻ പ്രവാഹം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു സർക്കുലാർ മോഷൻ നോർത്ത് പസഫിക് സമുദ്രത്തിൽ നടക്കുന്നുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട ഓഷ്യൻ കറണ്ടുകളെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ടുകൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തത്. ഇതല്ലാതെ മൈനർ ആയിട്ടുള്ള ഒരുപാട് കറണ്ടുകൾ വേറെയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം കൊറോഷിയോ കറണ്ട് വരുന്നുണ്ട്, ജപ്പാന്റെ കോസ്റ്റൽ പ്രദേശത്തൂടെയാണ് വരുന്നത്. ദെൻ ഒയാഷിയോ വരുന്നുണ്ട്, തണുപ്പാണ്. ദെൻ കാലിഫോർണിയ കറണ്ട് വരുന്നുണ്ട്, അമേരിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റലിലൂടെ വരുന്ന കറണ്ടാണ്, അതുകൊണ്ട് തന്നെ തണുപ്പാണ്. ദെൻ കംചത്ക കറണ്ട് അല്ലെങ്കിൽ കംചത്ക പ്രവാഹം വരുന്നുണ്ട് അലോങ് ദ കോസ്റ്റ് ഓഫ് ദി കംചത്ക പെനിൻസുല. കാരണം റഷ്യയുടെയും കൊറിയയുടെയും റഷ്യയുടെ ആ ഒരു പ്രദേശമായിട്ടാണ് കംചത്ക വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് വരുന്നുണ്ട്? അത് ഒരു ശീതജല പ്രവാഹമാണ്. ഈ കംചത്ക എന്ന് പറയുന്നത് ഒയാഷിയോയുമായിട്ട് ചേരുന്നുണ്ട്. അങ്ങനെ ഒയാഷിയോയുടെ ഒരു കൈവഴിയായിട്ട് അല്ലെങ്കിൽ ഒയാഷിയോയുടെ ഒരു പോഷക നദിയായിട്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും? കംചത്കനെ പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ റിച്ച് ന്യൂട്രിയൻസ് കൊണ്ടുവരുന്നുണ്ട്. ആ റിച്ച് ന്യൂട്രിയൻസ് ജപ്പാന്റെ ഈസ്റ്റേൺ കോസ്റ്റിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു നല്ല ഫിഷിംഗ് പോയിന്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ദെൻ ജപ്പാന്റെയും കൊറിയന്റെയും ഇടയിൽ കൂടെ പോകുന്നതാണ് സുഷിമ എന്ന് പറയുന്നത്. ഓക്കെ, സുഷിമ വരുന്നുണ്ട്. അപ്പോൾ സുഷിമ എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫ് ദി കുറോഷിയോ നിയർ ദ കൊറിയയിലൂടെ പോകുന്ന ആ ഒരു ബ്രാഞ്ചിനെയാണ് സുഷിമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും കറണ്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സും അത് ഫ്ലോ ചെയ്യുന്ന ലൊക്കേഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് റീഡ് ചെയ്യാം. ഇതിന് മലയാളത്തിലുള്ള നോട്ട്സ് നിങ്ങൾക്ക് ആപ്പിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇതിനടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സദേൺ പസഫിക് ഓഷ്യനിൽ വരുന്ന കറണ്ടുകളാണ്. സദേൺ സ്പെസിഫിക് ഓഷ്യനിൽ വരുന്ന കറണ്ടുകളാണ്. അപ്പോൾ സദേൺ ഓഷ്യനിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത്, സദേൺ സ്പെസിഫിക് ഓഷ്യനിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് വരുന്നുണ്ട്. ഡയറക്ഷൻ സെയിം തന്നെയാണ്, ഇക്വേറ്റർ അതായത് ഈസ്റ്റ് ടു വെസ്റ്റ് തന്നെയാണ് വരുന്നത്. അങ്ങനെ വന്നിട്ട് ഓസ്ട്രേലിയയുടെ ഈ ഒരു കോസ്റ്റലിലേക്ക് വന്ന് തട്ടുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ന്യൂസിലാൻഡിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ന്യൂ ഗിനിയ എന്ന പേരിലേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് തട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂ ഗിനിയ കറണ്ട് എന്നുള്ള രൂപത്തിലേക്ക് മുകളിലേക്ക് പോകുന്നുണ്ട്. മറ്റത് ഓസ്ട്രേലിയയുടെ ഈസ്റ്റേൺ കോസ്റ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പോളാർ റീജിയനിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ താഴത്തേക്ക് നോർത്ത് ടു സൗത്ത് വരുന്ന കറണ്ടുകൾ മാത്രമാണ് വാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സൗത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന വെസ്റ്റ് ടു ഈസ്റ്റ് പോകുന്ന കറണ്ടുകളൊക്കെ തണുപ്പാണ്. കണ്ടില്ലേ, വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ ആർട്ടിക് സർക്കം പോളാർ കറണ്ട്. അതാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്ന വെസ്റ്റ് ടു ഈസ്റ്റ്, നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിൽ വെസ്റ്റ് ടു ഈസ്റ്റ് മൂവ് ചെയ്യുന്ന ഒരേ ഒരു കറണ്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ ആർട്ടിക് സർക്കം പോളാർ കറണ്ടാണ്, അന്റാർട്ടിക് സർക്കം പോളാർ കറണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇക്വേറ്ററിൽ നിന്ന് വരുന്ന കറണ്ടുകളൊക്കെ ഇതുമായിട്ട് ജോയിൻ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സദേൺ ഹെമിസ്ഫിയറിൽ വെസ്റ്റ് ടു ഈസ്റ്റ് മൂവ് ചെയ്യുന്ന കറണ്ടുകൾ എന്താണ്, കോൾഡ് ആണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. അങ്ങനെ വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് ഇവിടെ എത്തുകയും ചിലിയുടെ ഈ ഒരു ഭാഗത്ത് എത്തുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മുടെ തൊട്ട് ഇപ്പുറത്ത് കിടക്കുന്ന അന്റാർട്ടിക് ഓഷ്യനിലേക്ക് കടക്കുന്നുണ്ടായിരിക്കും. ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇവിടെ തട്ടിയിട്ട് മുകളിലേക്ക് പോകുന്നുണ്ടായിരിക്കും. അതാണ് പ്രശസ്തമായിട്ടുള്ള പെറൂവിയൻ കറണ്ട് അല്ലെങ്കിൽ പെറു ഹംബോൾട്ട് കറണ്ട് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ പെറു ഹംബോൾട്ട് കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ എൽനിനോ ലാനിനോയോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കറണ്ടാണ്. അപ്പോൾ ഈ പെറു ഹംബോൾട്ട് കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ കോൾഡ് കറണ്ടാണ്. അത് പതുക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നതിനനുസരിച്ചിട്ട് ഇത് വീണ്ടും വാം കറണ്ട് ആകുന്നുണ്ട്. വാം കറണ്ടായിട്ട് അത് ഈ ഒരു സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട്, അതായത് നമ്മൾ പറയുന്ന സമയത്ത് പസഫിക് ഓഷ്യൻ്റെ സൗത്ത് പസഫിക് ഇക്വറ്റോറിയൽ കറണ്ടായിട്ട് അത് മാറുന്നുണ്ട്. ഈ സൗത്ത് പസഫിക് ഇക്വറ്റോറിയൽ കറണ്ട് സ്ട്രോങ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന
പെറൂവിയൻ കറണ്ട് സ്ട്രോങ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ലാനിനോ എന്ന് പറയുന്നത്. ഇത് വീക്ക് ആകുന്ന സമയത്ത് എൽനിനോ കണ്ടീഷനും ആയിട്ട് വരും. അപ്പോൾ വീക്ക് ആകുന്ന സമയത്ത് എന്തായിരിക്കും, നമ്മൾ അതിനെ പെറൂവിയൻ കൗണ്ടർ കറണ്ട് എന്ന് പറയും. അതാണ് എൽ നിനോ കറണ്ട് എന്നറിയപ്പെടുന്നത്. വീക്ക് ആകുന്ന സമയത്ത് എന്തായിരിക്കും, ഇവിടെയുള്ള ഓഷ്യൻ വാട്ടർ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ എന്തായിരിക്കും, അത് കുറച്ചൊരു വാം ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു കൗണ്ടർ കറണ്ടിനെ നമ്മൾ വാം കറണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. നമ്മുടെ സൗത്ത് പസഫിക്കിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഓഷ്യൻ കറണ്ടുകളാണ് നമ്മൾ ഇവിടെ കവർ ചെയ്തിരിക്കുന്നത്. നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ട കറണ്ടുകളാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഇതിൽ റെഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നതൊക്കെ വാമാണ്, അല്ലാതെ ഈ ഒരു ബ്ലാക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സാധാ കോൾഡ് കറണ്ടാണ്. ഇപ്പോൾ ചില്ലി കറണ്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പെറു ഹംബാൾട്ട് കറണ്ട്, വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ്, ഇത് മൂന്നാണ് കോൾഡ് കറണ്ട് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ എന്താണ്, വാം കറണ്ട് ആയിട്ട് വരുന്നതാണ്. അതിൻ്റെ ലൊക്കേഷനും കൊടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തുള്ള മാപ്പുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ലൊക്കേഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ നോക്കാവുന്നതാണ്. ഓക്കെ, യെസ്. പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഫീച്ചേഴ്സും കൂടെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. ഈ അറ്റക്കാമ ഡെസേർട്സ് ഒക്കെ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഇന്ത്യൻ ഓഷ്യനിലേക്ക് വരുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് കറണ്ടുകളുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതിൽ ഏറ്റവും താഴെ ഈ വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ സദേൺ ഹെമിസ്ഫിയറിൻ്റെ കേസ് പറയുമ്പോൾ ഒക്കെ അവിടെ ഈ വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് അവിടെ കിടപ്പുണ്ടായിരിക്കും. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ദെൻ ഇതിലൂടെ നോക്കുന്ന സമയത്ത് ഇവിടെ എന്ത് വരുന്നുണ്ട്, ഇക്വറ്റോറിയൽ കറണ്ട് വരുന്നുണ്ട്. ആ ഇക്വറ്റോറിയൽ കറണ്ട് ഇവിടെ നിങ്ങൾക്കറിയാം, ഇത് സൊമാലിയാണ്. അപ്പോൾ സൊമാലിയയിൽ തട്ടിയിട്ട് പോകുന്ന സമയത്ത് അത് സദേൺ റീജിയനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ സൊമാലിയൻ കോസ്റ്റിലൂടെ ആ കറണ്ട് അറിയപ്പെടുന്നത് സൊമാലിയൻ കറണ്ട് എന്നുള്ളതാണ്. അങ്ങനെ സൊമാലിയൻ കറണ്ട് വരുന്നുണ്ട്. അതിനുശേഷം ഇവിടെ മഡഗാസ്കർ ദ്വീപ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ തട്ടുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മൊസാംബിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. മൊസാംബിക്കിന്റെ കോസ്റ്റിലൂടെ പോകുന്ന കറണ്ടിനെ മൊസാംബിക് കറണ്ട് എന്നും, ഇതിന്റെ ഇപ്പുറത്തൂടെ സ്പ്ലിറ്റ് ചെയ്ത് മഡഗാസ്കറിന്റെ തീരത്തൂടെ പോകുന്നതിനെ മഡഗാസ്കർ കറണ്ട് എന്നും വിളിക്കുന്നുണ്ട്. രണ്ടും കൂടെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന സൗത്ത് ആഫ്രിക്കയുടെ തീരത്തേക്ക് എത്തുന്നുണ്ട്. അവിടുത്തെ അഗുൽഹാസ്, അവിടെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അത് അഗുൽഹാസ് കറണ്ടായിട്ട് മാറുന്നുണ്ട്. ഇവിടെ എത്തുന്ന സമയത്ത് രണ്ടും കൂടെ മെർജ് ചെയ്തിട്ട് അഗുൽഹാസ് കറണ്ടായിട്ട് മാറുകയും അതിൻ്റെ ഒരു ബ്രാഞ്ച് ഈ പറയുന്ന വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റിന്റെ ഭാഗമായിട്ട് മാറുകയും മറ്റത് ഇപ്പുറത്തൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് തന്നെ ബംഗുല കറണ്ടിന്റെ ഭാഗമായിട്ട് അങ്ങനെ അത് അങ്ങോട്ടേക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ എത്തുന്ന സമയത്ത് തണുക്കുന്നുണ്ട്, പിന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ആണ് നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടുള്ള വാം കറണ്ട് എന്ന് പറയുന്നത്. ഇനി വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒഴുകിയിട്ട് ഇവിടെ വരുന്നുണ്ട്. അത് തണുത്തതാണ്. ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയയുടെ ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് തണുത്ത കറണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് എന്ന് പറയുന്നത് കോൾഡ് കറണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ പ്രധാനമായിട്ട് വരുന്ന ഒരേ ഒരു തണുത്ത ശീതജല പ്രവാഹം വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ടാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, നിങ്ങൾ വാം ഓഷ്യൻ കറണ്ട് പഠിക്കുന്നതിനേക്കാളും നല്ലത് കോൾഡ് ഓഷ്യൻ കറണ്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കുകയാണ്. കാരണം അതാണ് എണ്ണത്തിൽ കുറവ്. അതിൽ വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇവിടെ വെസ്റ്റ് ആണ് എന്ന് വെച്ചാൽ ഓസ്ട്രേലിയയുടെ വെസ്റ്റേൺ സൈഡാണ്. ഓക്കെ, ഓസ്ട്രേലിയ എന്ന് പറയുന്നത് കോണ്ടിനെൻ്റ് ആണ്. അതിൻ്റെ വെസ്റ്റേൺ സൈഡ് ആണെങ്കിൽ അത് കോൾഡ് ആയിരിക്കും, കാരണം WCC വരണം. അപ്പോൾ ഇതും നിങ്ങൾ പഠിക്കേണ്ട, അതും കോൾഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടി. ഇനി അടുത്തത് ഒയാഷിയോ പഠിക്കേണ്ട കാര്യമില്ല, കാരണം തുടക്കത്തിൽ സി വരുന്നുണ്ട്, കോൾഡിൽ സി വരുന്നത് കൊണ്ട് ഒയാഷിയോ അതും നിങ്ങൾക്ക് കിട്ടി. ഇനി ഇതല്ലാതെ വരുന്ന ലാബ്രഡോർ, അതുപോലെ തന്നെ ഫോക്ലാൻഡ്, ഇതുപോലത്തെ ചില കറണ്ടുകളുടെ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ബാക്കിയൊക്കെ വാം കറണ്ടാണ് അങ്ങ് പഠിച്ചാൽ മതി. അപ്പം ഏത് കറണ്ട് ഏതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ ഇന്ത്യൻ ഓഷ്യനിൽ വരുന്ന പ്രധാനപ്പെട്ട കറണ്ടുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൊമാലിയൻ കറണ്ട്, മൊസാംബിക് കറണ്ട്, മഡഗാസ്കർ, അഗുൽഹാസ് വരുന്നുണ്ട്. ദെൻ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് വരുന്നുണ്ട്. ദെൻ വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് വരുന്നുണ്ട്. അത് രണ്ടും എന്താണ്, കോൾഡ് കറണ്ടുമാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾഡ് കറണ്ടുകൾ പോകുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ കോൾഡ് കറണ്ടുകൾ ഏതൊക്കെ പ്രദേശത്തൂടെ പോകുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇവിടെ നോക്കുക, അമേരിക്കയുടെ ഈ പറയുന്ന കാലിഫോർണിയ പ്രദേശത്തൂടെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയുടെ കേസ് എടുക്കുന്ന സമയത്ത് ഈ ചിലി പെറു പ്രദേശത്തൂടെ ഇതിലൂടെ പോകുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് കാനറി കറണ്ട് വരുന്നുണ്ട്. നോർത്ത് വെസ്റ്റ് ആഫ്രിക്കയുടെ ഈ ഒരു വെസ്റ്റേൺ സൈഡിലൂടെ എന്ത് വരുന്നുണ്ട്, കാനറി കറണ്ട് വരുന്നുണ്ട്. ദെൻ ഓസ്ട്രേലിയ നിങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ വെസ്റ്റ് ഓസ്ട്രേലിയയിലൂടെ ഒരു വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് തണുത്തതായിട്ട് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കോൾഡ് കറണ്ട് പോകുന്ന സമയത്ത് ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആണ്, അവിടെ ഹ്യൂമിഡിറ്റി ഇല്ല, മഴയില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ക്ലൗഡ് ഫോർമേഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ റെയിൻ ഉണ്ടാവുകയില്ല, മഴ ഉണ്ടാവുകയില്ല. മഴയില്ലാത്ത പ്രദേശങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെസേർട്ടുകൾ, മരുഭൂമികൾ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൾഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന പ്രദേശത്തൊക്കെ ഡെസേർട്ടുകൾ രൂപം കൊള്ളുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓരോ കോൾഡ് കറണ്ടും അത് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഡെസേർട്ടുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം കാലിഫോർണിയൻ കറണ്ട് ഉണ്ടാക്കുന്ന ഡെസേർട്ടാണ് മൊജാവെ അല്ലെങ്കിൽ സൊണോറൻ ഡെസേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സൊണോറൻ ഡെസേർട്ട് അല്ലെങ്കിൽ മൊജാവെ ഡെസേർട്ട് എന്ന് പറയുന്നത് കാലിഫോർണിയൻ കറണ്ട് കാരണം ഉണ്ടാകുന്നതാണ്. ദെൻ പെറു ഹംബോൾട്ട് കറണ്ട് അല്ലെങ്കിൽ ചിലി കറണ്ട് കാരണം ഉണ്ടാകുന്നതാണ് ഈ ഒരു പ്രദേശത്ത് വരുന്ന അറ്റക്കാമ ഡെസേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അറ്റക്കാമ ഡെസേർട്ട് എന്ന് പറയുന്നത് പൊതുവേ നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള ഒരു പ്രദേശമായിട്ട് അറിയപ്പെടുന്ന ഒരു മരുഭൂമി കൂടിയാണ് അറ്റക്കാമ ഡെസേർട്ട് എന്ന് പറയുന്നത്. അപ്പം പെറു ഹംബോൾട്ട് കറണ്ട് കാരണം ഉണ്ടാകുന്ന മരുപ്രദേശമാണ് അറ്റക്കാമ ഡെസേർട്ട് എന്ന് പറയുന്നത്. ദെൻ കാനറി കറണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാനറി കറണ്ട് കാരണം ഉണ്ടാകുന്നത്, കാരണം ലൈക്ക് 100% നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇക്വറ്റോറിയൽ റീജിയനിൽ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ നിന്ന് മാറിയിട്ട് ഒരു 20 ഡിഗ്രി നോർത്ത് സൗത്തിലായിട്ട് സാധാരണ എന്ത് ചെയ്യാറുണ്ട്, കാലാവസ്ഥ കാരണം തന്നെ മരുഭൂമികൾ ഉണ്ടാവാറുണ്ട്. ആ മരുഭൂമികളുടെ പ്രദേശങ്ങളുടെ രൂപീകരണത്തിന് സഹായിക്കുന്ന ഒരു കാരണമായിട്ടാണ് കോൾഡ് കറണ്ടിനെ നമ്മൾ പറയാറുള്ളത്. അപ്പം അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ ഡെസേർട്ടിന്റെ രൂപീകരണം അല്ലെങ്കിൽ അതിന്റെ ഫോർമേഷന് സഹായിച്ച കറണ്ടാണ് കാനറി കറണ്ട് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാനറി കറണ്ട് എന്ന് പറയുന്നത് സഹാറൻ ഡെസേർട്ടിന്റെ രൂപീകരണത്തിന് സഹായിച്ചിട്ടുണ്ട്. ദെൻ ബെങ്ക്വേല കറണ്ട് വരുന്നുണ്ട്, കോൾഡ് കറണ്ട് ആണ്. അപ്പോൾ ബെങ്ക്വേല കറണ്ട് കാരണം ഉണ്ടാകുന്നതാണ് കാലഹാരി ഡെസേർട്ട് എന്ന് പറയുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഡെസേർട്ടാണ് കാലഹാരി ഡെസേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കലഹാരി ഡെസേർട്ട് അല്ലെങ്കിൽ കാലഹാരി ഡെസേർട്ട് എന്ന് പറയുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലെ പ്രധാനപ്പെട്ട ഒരു കറണ്ടാണ് വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട്. പെറു വരുന്നില്ല കേട്ടോ, വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത സമയത്ത് ഈ ഒരു ഭാഗം പെറു എന്നുള്ളത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയതാണ്. ഞാൻ മുകൾ ഭാഗം മാത്രം ഹംബോൾട്ട് മാറ്റിയിട്ട് വെസ്റ്റ് ഓസ്ട്രേലിയൻ എന്നുള്ള രൂപത്തിലേക്ക് കൊടുത്തു. ഈ പെറു ഡിലീറ്റ് ചെയ്ത് കളയാൻ വിട്ടുപോയി. ഓക്കെ, സോ അതുകൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ചെറിയ ലൈക്ക് അബദ്ധങ്ങളാണ്. അപ്പം ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതുപോലെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, യെസ്. അപ്പം വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് വരുന്നുണ്ട്. അത് ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്കാണ് പോകുന്നത്. കോൾഡ് കറണ്ടാണ്. വെസ്റ്റ് വെൻഡ് ഡ്രിഫ്റ്റിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ഓഷ്യനിൽ രൂപം കൊള്ളുന്നത്. അത് കാരണം അല്ലെങ്കിൽ അതിന്റെ സഹായത്തോടെ ഉണ്ടാകുന്നതാണ് ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ഡെസേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ഡെസേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്നത് ഡെസേർട്ട് ആണ്. ആ ഡെസേർട്ടിന്റെ രൂപീകരണത്തിന് അതിന്റെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നത് വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് ആണ്. നിർബന്ധമായിട്ടും ഈ ഒരു കൺസെപ്റ്റും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ ഓഷ്യൻ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ രൂപീകരണവും കോൾഡ് അതുപോലെ തന്നെ വാം, രണ്ട് ഓഷ്യൻ കറണ്ടുകൾ നമ്മൾ കമ്പയർ ചെയ്തു. ഓരോ ഏരിയയിലും വരുന്ന ഓരോ ഓഷ്യനിലും വരുന്ന പ്രധാനപ്പെട്ട കറണ്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഫ്ലോ ചെയ്യുന്നത്, അത് കാരണം ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ, ഇതൊക്കെ നമ്മൾ ഇതുവരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഓരോ ചോദ്യത്തിൻ്റെയും ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ചോദ്യം ജസ്റ്റ് റീഡ് ചെയ്യുക. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കോൾഡ് ഓഷ്യൻ കറണ്ട്. കോൾഡ് ഓഷ്യൻ കറണ്ട് ആണ്. മാർജിൻ ചോദിച്ചിട്ടുണ്ട്. കോൾഡ് ഓഷ്യൻ കറണ്ട് ആണ്. അപ്പോൾ ഓഷ്യൻ കറണ്ട് ആണ്. മാർജിൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ ഓ എഴുതി വെക്കും, ഇപ്പുറത്ത് വാവ്. ഓക്കെ, അപ്പം ഓഷ്യൻ ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, വാവ് എഴുതി വെക്കും. എന്നിട്ട് ജനറലി ഒക്കേഴ്സ് ഓൺ ദ ഈസ്റ്റേൺ മാർജിൻ ഓഫ് ദി ഓഷ്യൻ അല്ലേ, ചോദിച്ചിരിക്കുന്നത് കോൾഡ് കറണ്ടിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പം വാം കറണ്ട് കിടക്കുന്നത് വെസ്റ്റേൺ സൈഡിലാണെങ്കിൽ ഈസ്റ്റേൺ സൈഡിൽ കിടക്കുന്നത് കോൾഡ് കറണ്ട് ആയിരിക്കും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദേ ഒക്കർ ഓൺ ദ ഈസ്റ്റേൺ മാർജിൻ ഓഫ് ദി ഓഷ്യൻ. നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം എന്താണ്, വെസ്റ്റേൺ കോസ്റ്റിൽ വാം ആണെങ്കിൽ ഈസ്റ്റേൺ കോസ്റ്റിൽ കോൾഡ് ആയിരിക്കും. അപ്പോൾ ശരിയാണ്, കോൾഡ് കറണ്ട് ഓഷ്യൻ ഈസ്റ്റേൺ മാർജിൻ. നിങ്ങൾക്ക് കിട്ടി, കൺഫ്യൂഷൻ ഒന്നുമില്ല, ഒറ്റയടിക്ക് ആൻസർ ആയി. അടുത്തത് ദേ ആർ. അപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബി എലിമിനേറ്റ് ചെയ്യാം. ദേ ആർ അസോസിയേറ്റഡ് വിത്ത് സം ഓഫ് ദി വേൾഡ്സ് മേജർ ഡെസേർട്ട്. അതാണ് ഇപ്പം നമ്മൾ നോക്കി ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഡെസേർട്ടിൽ മേജർ ഡെസേർട്ടുമായിട്ട് അത് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്തത് ദേ പ്രൊമോട്ട് ഹൈ ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റി ഡ്യൂ ടു അപ്വെല്ലിംഗ്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ ഡി ഈസ് ആൾസോ കറക്റ്റ്. ഓക്കെ, പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഓക്കെ, നമ്മളിവിടെ പറയുന്ന സമയത്ത് എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഈസ്റ്റേൺ മാർജിൻ ഓഫ് ദി ഓഷ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, കോണ്ടിനെന്റ് അല്ല. ഓക്കെ, കോണ്ടിനെന്റ് അല്ല, ഓഷ്യൻസ് ആണ്. ഓക്കെ, യെസ്. അപ്പോൾ ഓഷ്യൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് എന്തായിരിക്കണം, WCC. ഓക്കെ, അതുപോലെ വെസ്റ്റേൺ മാർജിൻ ഓഫ് ദി ഓഷ്യൻ. യെസ്, ആ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് നോക്കുന്ന സമയത്ത് പെറൂവിയൻ കറണ്ട്. ഓക്കെ, പെറൂവിയൻ കറണ്ട് എന്ന് പറയുന്ന സമയത്ത്
നമ്മുടെ സൗത്ത് പസഫിക് ഓഷ്യനിൽ വരുന്നുണ്ട്. പെറൂവിയൻ കറണ്ട് കോൾഡ് ആണ്. പെറൂവിയൻ എന്ന് പറയുന്നത് ഈസ്റ്റേൺ മാർജിനിലാണ് വരുന്നത് അല്ലേ? ഈസ്റ്റേൺ മാർജിനിലാണ് വരുന്നത്, കോൾഡ് കറണ്ട് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, കോൾഡ് ഓഷ്യൻ കറണ്ട് ആണ്, ഈസ്റ്റേൺ മാർജിനിലാണ് വരുന്നത്. ശരിയാണ്. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്താണ്? ഡി ആണ്. ഓക്കെ, ഈസ്റ്റേൺ മാർജിനാണ്. സോ ആൻസർ ഇസ് ഡി ആണ്. ദെൻ അടുത്തത്, ഇത് നിങ്ങൾക്ക് അറിയാമെന്നാണ് വിചാരിക്കുന്നത്, കാരണം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹൈ ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റിയുടെ കേസ് അപ്സെല്ലിംഗ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി കോൾഡ് കറണ്ടും വാം കറണ്ടും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ ടേബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും, നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ആൻസർ ഡി ആണ്. ദെൻ അടുത്തത്, വിത്ത് റെഫറൻസ് ടു ദ ഇന്ത്യൻ ഓഷ്യൻ കറണ്ട്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കറണ്ടുകളെ കുറിച്ചാണ് ചോദിക്കുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഒന്നാമത്തത്, ഡയറക്ഷൻ ഓഫ് ദ സൊമാലി കറണ്ട് റിവേഴ്സസ് വിത്ത് ദ മൺസൂൺ വിൻഡ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം നിങ്ങൾക്കറിയാം, മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത് റിവേഴ്സൽ ഓഫ് ദ വിൻഡ് സിസ്റ്റം ആണ്. നമ്മൾ ഇന്ത്യൻ ക്ലൈമറ്റ് പഠിക്കുന്ന സമയത്ത്, ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് അത് പഠിക്കും. സൊമാലി കറണ്ട് മൺസൂൺ വിൻഡിന്റെ കാലം മാറുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ മൺസൂൺ വിൻഡിന്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ചിട്ട് സൊമാലി കറണ്ടും റിവേഴ്സ് ആകുന്നുണ്ട്. അതിന് കാരണം മൺസൂൺ വിൻഡ് റിവേഴ്സ് ആകുന്നത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഇന്ത്യൻ ഓഷ്യനെ സംബന്ധിച്ചിട്ട് ലോ പ്രഷറും ഹൈ പ്രഷറും മാറും. കാരണം നിങ്ങൾക്കറിയാം, ഇന്ത്യൻ ഓഷ്യനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് IT സീസണിന്റെ മാറ്റം വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം നമുക്കൊരു നോർത്ത് സീ ഇല്ല. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സൗത്ത് റീജിയനിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ IT സീസണിന്റെ മൂവ്മെന്റ് കാരണം ഈ സമുദ്രജല പ്രവാഹങ്ങൾ ചില സമയത്ത് റിവേഴ്സ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് സൊമാലി കറണ്ട് റിവേഴ്സ് ആകും. ഓക്കെ, സൗത്ത് വെസ്റ്റ് മൺസൂൺ വരുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും വിൻഡ് ഡയറക്ഷൻ. അപ്പോൾ ഈ കറണ്ട് ചില സമയത്ത് റിവേഴ്സ് ആകാറുണ്ട്. നോർമലി നമ്മൾ കണ്ടു, സൊമാലിയൻ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, താഴത്തേക്കാണ് പോകുന്നത്. പക്ഷേ മൺസൂൺ വരുന്ന സമയത്ത് അത് റിവേഴ്സ് ആയിട്ടും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇൻഫർമേഷൻ അവിടെ ഓർത്ത് വെക്കുക. അടുത്തത്, സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻട്രലിലൂടെ പോകുന്ന കറണ്ട്. സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഫ്ലോസ് ഈസ്റ്റ്വേർഡ് ഡ്യൂറിങ് ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ. നിങ്ങൾ നോക്കുക, ഇത് ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഈസ്റ്റ് ടു വെസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് വെട്ടിയിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം അടുത്ത സ്റ്റേറ്റ്മെന്റൂടെ പറഞ്ഞതിന് ശേഷം. അടുത്ത നിങ്ങൾ നോക്കുക, അഗുൽഹാസ് കറണ്ട് ഇസ് എ കോൾഡ് വെസ്റ്റേൺ ബൗണ്ടറി കറണ്ട്. നിങ്ങൾ നോക്കുക, അത് കിടക്കുന്നത് ഓക്കെ ഇവിടെ എന്തിന്റെ ബൗണ്ടറിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ ആണ് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ ഓഷ്യൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ വെസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇന്ത്യൻ ഓഷ്യന്റെ കേസാണ്. യെസ്, വെസ്റ്റേൺ ബൗണ്ടറി തന്നെയാണ്. വെസ്റ്റേൺ ബൗണ്ടറി തന്നെയാണ്. ഇനി അത് കോൾഡ് കറണ്ട് ആണോ? അല്ല, അത് കോൾഡ് കറണ്ട് അല്ല. കാരണം എന്താണ്? ഇങ്ങനെ ഇവിടേക്ക് സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന മൊസാംബിക്കും മഡഗാസ്കർ കറണ്ടും കൂടെ ചേർന്ന് ഉണ്ടാകുന്ന വാം കറണ്ട് ആണ് അഗുൽഹാസ് കറണ്ട് എന്ന് പറയുന്നത്. അഗുൽഹാസ് കറണ്ട് വാം ആണ്. നമ്മൾ കണ്ടു, വെസ്റ്റേൺ മാർജിൻ ഓഫ് ദി ഓഷ്യൻ കോണ്ടിനെന്റേഴ്സ് വാം കറണ്ട്. വാവ്. ഓക്കെ, ആ വാവ് അറിയെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ശരിയാക്കാം. ഓക്കെ, വാവ് അറിയെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ശരിയാക്കാം. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഞാൻ സ്റ്റേറ്റ്മെന്റ് ശരിയാന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ശരിയാക്കാം. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വാവ് എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ രണ്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് 50-50 എത്താൻ പറ്റും. ദെൻ ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ പറയുന്ന കറണ്ട് സൊമാലിയൻ കറണ്ട് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കറണ്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, റിവേഴ്സ് ചെയ്ത് ഇങ്ങോട്ടേക്ക് മൺസൂൺ സമയത്ത് കുറച്ച് കാലത്തേക്ക് ഇക്വറ്റോറിയൽ കറണ്ട് റിവേഴ്സ് ചെയ്യാറുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ ബി ഈസ് ദി റൈറ്റ് ആൻസർ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് പസഫിക് ഓഷ്യനിൽ വരുന്ന കറണ്ടുകളെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഹംബോൾട്ട് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെറൂവിയൻ കറണ്ട് ആണ്. ഇസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് അറ്റക്കാമ ഡെസേർട്ട്. ഓക്കെ, അറ്റക്കാമ ഡെസേർട്ട് നമ്മൾ നേരത്തെ ഇമേജിൽ കണ്ടതാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ എന്തായിരിക്കും, ശരിയായിരിക്കും. മൂന്നാമത്തെ ചോദ്യമാണ്. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അടുത്തത്, കുറോഷിയോ കറണ്ട് ഇസ് എ വാം കറണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, കുറോഷിയോ ആണോ ഒയാഷിയോ ആണോ കറണ്ട് എന്നുള്ളത്. ഒയാഷിയോ തുടക്കത്തിൽ ഓ വരുന്നുണ്ട്, കോൾഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആണ്ടോ, ഓ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറോഷിയോ കറണ്ട് വാം കറണ്ട് ആണ്. ഇനി അത് വെസ്റ്റേൺ ബൗണ്ടറി ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. പസഫിക് ഓഷ്യനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഏഷ്യയുടെ ഈസ്റ്റേൺ സൈഡാണ് എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റിടരുത്. ഇതെന്താണ്, പസഫിക് ഓഷ്യനെ കുറിച്ചാണ് ചോദ്യം. പസഫിക് ഓഷ്യന്റെ വെസ്റ്റേൺ മാർജിനിലാണ് കൊറോഷിയോ കറണ്ട് വരുന്നത്. വാം കറണ്ട് ആണ്. നമ്മൾ പറഞ്ഞു, വെസ്റ്റേൺ മാർജിൻ ഓഫ് ദ ഓഷ്യനേഴ്സ് വാം കറണ്ട്. എഗെയിൻ വാവ്. വാവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ആൻസറും ശരിയാണ്. വെസ്റ്റേൺ മാർജിൻ ഓഫ് ദി ഓഷ്യൻ കോണ്ടിനെന്റേഴ്സ് വാം കറണ്ട്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തതും കറക്റ്റ് ആണ്. അടുത്തത്, ഒയാഷിയോ കറണ്ട് മീറ്റ്സ് കൊറോഷിയോ കറണ്ട് ആൻഡ് ക്രിയേറ്റ് റിച്ച് ഫിഷിംഗ് ഗ്രൗണ്ട്. കാരണം ഒയാഷിയോ കറണ്ട് എന്ന് പറയുന്നത് കോൾഡ് ആണ്. ദെൻ കൊറോഷിയോ കറണ്ട് എന്ന് പറയുന്നത് വാം ആണ്. അപ്പോൾ കോൾഡ് വാം കറണ്ടുകൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് റിച്ച് ഫിഷിംഗ് ഗ്രൗണ്ടുകൾ ഉണ്ടായിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 3D ആണ്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കാം ഫോർത്ത് ക്വസ്റ്റ്യൻ. അറ്റ്ലാന്റിക് ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വരുന്നത്.
ഓക്കെ, അറ്റ്ലാന്റിക് ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ചോദ്യം വരുന്നത്. അറ്റ്ലാന്റിക് ഓഷ്യനിൽ ഏറ്റവും മുകളിൽ നിന്ന് വരുന്ന കറണ്ടാണ് ലാബ്രഡോർ കറണ്ട് എന്ന് പറയുന്നത്. ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം നിങ്ങൾ എഴുതി വെക്കേണ്ടതാണ് വാവ്. ഓക്കെ, വാവ് അവിടെ എഴുതി വെക്കുക ഓഷ്യൻ ആണെങ്കിൽ. കോണ്ടിനെന്റ് ആണെങ്കിൽ WCC എഴുതി വെക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയാൽ മതി. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ആൻസർ തെറ്റില്ല, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വാവ് എഴുതി വെച്ചു. ഇനി ചോദിക്കുകയാണ് ലാബ്രഡോർ കറണ്ട് ഇസ് എ കോൾഡ് കറണ്ട് ഫ്ലോയിങ് സൗത്ത് വേർഡ്. ഓക്കെ, നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ സൗത്ത് വേർഡ് മൂവ് ചെയ്യുന്നത് കോൾഡ് കറണ്ട് തന്നെയായിരിക്കും. അപ്പോൾ അതിൽ ഡൗട്ട് ഒന്നുമില്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇത് എവിടുന്ന് കിട്ടി? ഞാൻ മുമ്പ് നിങ്ങൾക്ക് ഒരു ഡയഗ്രാം കാണിച്ചു തന്നിരുന്നു. ഇക്വറ്റോർ വരുന്നുണ്ട്, ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് പോകുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, വാം കറണ്ട് ആയിരിക്കും. ദെൻ നോർത്ത് ടു സൗത്ത് മൂവ് ചെയ്യാണ്, സൗത്ത് വേർഡ് ആണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് കോൾഡ് ആയിരിക്കും, ഇത് രണ്ടും വാം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് ഇത് മാത്രം വാം ആയിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളത് കോൾഡ് ആയിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളതും കോൾഡ് ആയിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഒരു മാപ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ എന്ത് ചെയ്യണം, റീകളക്ട് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഗൾഫ് സ്ട്രീം ബ്രിങ്സ് വാം വാട്ടർ ഫ്രം ദ ഇക്വേറ്റർ ടുവേർഡ്സ് ദ യൂറോപ്പ്. ശരിയാണ്. ഇവിടെ ഗൾഫ് സ്ട്രീം എന്ന് കൊടുത്തത് കൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഗൾഫ് സ്ട്രീം അറ്റ്ലാന്റിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ അറ്റ്ലാന്റിക്കിന് കുറുകെ മുറിച്ച് കിടക്കുന്ന സമയത്ത്, ഓക്കെ, ഞാൻ അറ്റ്ലാന്റിക്കിന് കുറുകെ മുറിച്ച് കിടക്കുക എന്നുള്ളതാണ് രണ്ടും കൂടെ പെട്ടെന്ന് പറഞ്ഞ സമയത്ത് കുറിച്ച് എന്നായി പോയത്. ഓക്കെ, കുറുകെ മുറിച്ച് കിടക്കുന്ന സമയത്താണ് അതിനെ നമ്മൾ എന്ത് പറയാറുള്ളത്, നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയാറുള്ളത്. അപ്പോൾ അത് ഗൾഫ് സ്ട്രീം തന്നെയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ദെൻ അടുത്തത് മീറ്റിംഗ് ഓഫ് ദി ലാബ്രഡോർ കറണ്ട് ആൻഡ് ഗൾഫ് സ്ട്രീം ക്രിയേറ്റ്സ് ഡെൻസ് ഫോഗ്. ശരിയാണ്. അറൌണ്ട് ദ ഗ്രാൻഡ് ബാങ്ക്സ്. അപ്പോൾ ഈ ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി റിച്ചസ്റ്റ് ഫിഷിംഗ് ഗ്രൗണ്ട് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ ദ ആൻസർ ഇസ് സി ആണ്. ഓക്കെ, ആൻസർ ശരിയാണ്. 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓഷ്യൻ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും എഴുതി അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് എഫേർട്ട് ഇട്ടാണ് പലപ്പോഴും ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് അതിൽ പിന്നിൽ വരുന്നുണ്ട്. അപ്പോൾ ആ എഫേർട്ടിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ ഒരു റെസ്പോൺസ് എന്നുള്ള രൂപത്തിലേക്ക് ക്ലാസ്സുകളെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതും കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാവുന്നതാണ്. ആ കമൻസ് തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സുകളിൽ സ്വീകരിക്കുന്നതായിരിക്കും, അടുത്ത ക്ലാസ്സുകളിൽ റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കമൻറ്റിൽ തന്നെ എന്ത് ചെയ്യുന്നതായിരിക്കും, അതിനുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, KS റാങ്കറിൻ്റെ ഈ ഒരു ചാനൽ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. ഇനി നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും, അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആപ്പിൽ നിങ്ങൾക്ക് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ PYQ സെഷൻസിൻ്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ദെൻ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒക്കെ ഈ ഒരു മലയാളം നോട്ട്സും നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. മിനി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആപ്പിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു പേയ്മെൻറ്റ് വരുന്നുണ്ട്. ആ ചെറിയൊരു പേയ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് ആൻഡ് സ്റ്റഡി വെൽ. ഗുഡ് നൈറ്റ്.